ആരാധനയിൽ ഉടനീളം ഈശോ ഞങ്ങൾക്ക് വചനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനത്താൽ ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം. ആരാധന, ആരാധന. ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന. യേശുവേ വചനം ശ്രവിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അഭിഷേകം നൽകണമേ. യേശുവേ നന്ദി, മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. കവനൻ്റെ വർക്കൗട്ട് ചെയ്യുന്ന നമ്മുടെ നിയോഗങ്ങൾ നിവൃത്തിയാകുന്ന കാലാവസ്ഥകളുണ്ട്. ഇത് പറയാൻ കാരണം കഴിഞ്ഞ സെപ്റ്റംബർ 7 ഞാനിവിടെ ഇല്ലായിരുന്നു, ഞാൻ കൽക്കട്ടയിലായിരുന്നു. അപ്പോൾ അവിടെ ഞാൻ ഉറങ്ങിയപ്പോൾ അന്ന് മാതാവിൻ്റെ ജന്മദിനത്തിൻ്റെ തലേ ദിവസം രാത്രിയാണത്. അപ്പോൾ എനിക്കൊരു സ്വപ്നമുണ്ടായി. ഞാൻ രാവിലെ എഴുന്നേറ്റ് അടുത്ത മുറിയിൽ പോയി. വിജയകുമാർ എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. പുള്ളി അടുത്ത മുറിയിലാണ് താമസിക്കണം. അപ്പോൾ ഞാൻ സാറേ ഇന്ന് മാതാവിൻ്റെ ജന്മദിനമാണ്, ഹാപ്പി മെരിമസ് എന്നൊക്കെ പറഞ്ഞ് സാറിനെ വിഷ് ചെയ്തേച്ചും ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇന്ന് വെളുപ്പിന് ഒരു 3 മണിയായപ്പോൾ അമ്മ പറഞ്ഞു കവനൻ്റിന് ഡിസ്പോസിഷൻ ഉണ്ടെന്ന് പറഞ്ഞ്. ഡിസ്പോസിഷൻ എന്ന വാക്കാണ് അമ്മ ഉപയോഗിച്ചത്. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു. അപ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് ഡിസ്പോസിഷൻ എന്നോട് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മൾ മലയാളത്തിൽ എന്നാ പറയണത് ഡിസ്പോസിഷന്? അനുകൂലമായ ഒരു സ്ഥിതി, ഒരു നിലപാട്. അത് ഡിസ്പോസിഷൻ പല അർത്ഥമുണ്ട്. സ്പിരിച്വൽ ഡിസ്പോസിഷൻ ഉണ്ട്, ഇമോഷണൽ ഡിസ്പോസിഷൻ. ഒരു സ്വഭാവമാണ് ശരിക്കും പറഞ്ഞാൽ. അപ്പം അതിന് അപ്പോൾ സാറിനും അത് ആദ്യം പറഞ്ഞപ്പോൾ മനസ്സിലായില്ല ശരിക്കും. ഞാൻ പിന്നെ അത് ഈ ദിവസങ്ങളിലൊക്കെ അതിൻ്റെ കറക്റ്റ്നെസ് കിട്ടാൻ വേണ്ടി അങ്ങനെ പ്രാർത്ഥിച്ച് വെയിറ്റ് ചെയ്യുകയായിരുന്നു. അമ്മ എന്താ ഈ നിങ്ങൾ മാതാവിൻ്റെ കൂടെ ജീവിക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, എല്ലാം ആദ്യം വേണ്ടത് ശ്രദ്ധയാണ് വേണ്ടത്. മാതാവിൻ്റെ ഉടമ്പടിയായി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ശ്രദ്ധ വേണം നിങ്ങൾക്ക്. ഇപ്പം നിങ്ങൾക്ക് ഇപ്പോൾ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾ കല്യാണം കഴിച്ചു, ഉടനെ പ്രഗ്നൻ്റായി കഴിയുമ്പോൾ എന്താ അവർക്ക് നേരത്തെ പ്രഗ്നൻ്റ് ആകുന്നതിന് മുമ്പ് ഉണ്ടായിരുന്ന മാനസികാവസ്ഥ അല്ലല്ലോ. അവർക്ക് പ്രത്യേക കുഞ്ഞിനെക്കുറിച്ചാണ് പിന്നെ ശ്രദ്ധയുള്ളത്. കുഞ്ഞിനൊന്നും കേട് വരരുത് എന്ന രീതിയിൽ അവർ ഇരിപ്പ് നോക്കും, അവർ കിടക്കുമ്പോൾ നോക്കും, ചരിയണം നോക്കും, എല്ലാം നോക്കും. അപ്പോൾ അതെന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ ആവശ്യമായ ഓക്സിജനും അതുപോലെ തന്നെ കുഞ്ഞിന് കിട്ടി സ്വസ്ഥമായി അത് വളരുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് അമ്മയ്ക്കുള്ളത്. അതൊരു ഡിസ്പോസിഷനാണ് ശരിക്കും പറഞ്ഞാൽ. ഇപ്പോൾ മനസ്സിലായില്ലേ കാര്യങ്ങൾ പെട്ടെന്ന്? അതാണ് എൻ്റെ കാര്യം. അത് അനുകൂലമായ നമ്മുടെ മാനസികമായ ഒരു സഹകരണം, അനുകൂലമായ സഹകരണം. അതിനാണ് അച്ഛൻ ക്ലൈമറ്റ് എന്ന് പറഞ്ഞത്, കവനൻ്റെ ക്ലൈമറ്റ്. ഈ കവനൻ്റെ ക്ലൈമറ്റ് ഈ ദിവസങ്ങളിൽ ഈ ദിവസങ്ങളിൽ വന്ന സാക്ഷ്യങ്ങളെല്ലാം ഞാൻ പരിശോധിക്കുകയായിരുന്നു. എവിടെയാണ് ഈ അമ്മ സെപ്റ്റംബർ 7 പറഞ്ഞ ക്ലൈമറ്റ് ഡിസ്പോസിഷൻ എവിടെയൊക്കെയാണ് ഉള്ളതെന്നാണ് ഞാൻ ഈ ദിവസങ്ങളിൽ സാക്ഷ്യം കേട്ടപ്പോൾ നോക്കിയത്. അപ്പോൾ അതിലെനിക്ക് കുറേ സാക്ഷ്യങ്ങൾ അങ്ങനെ കിട്ടി. ക്ലൈമറ്റ് ഡിസ്പോസിഷനുള്ള ഒത്തിരി സാക്ഷ്യങ്ങൾ കിട്ടി. അതിലൊരു സാക്ഷ്യം ജിൻസി അലക്സ് കൊല്ലങ്കോട്. അവിടെ സാക്ഷ്യം, അവിടെ ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണ്. അപ്പോൾ ഉടനെ അവരെ ഈ ഭർത്താവിനെ ഡയാലിസിസിന് കയറ്റുമ്പോൾ ഇവൾക്കാണെങ്കിൽ കാര്യം അവർ ചെറുപ്പമാണ്. അപ്പോൾ പെട്ടെന്നിങ്ങനെ ഒരു കിഡ്നിക്ക് അസുഖം വന്നപ്പോൾ നമ്മൾ പറയില്ലേ, പച്ചമലയാളത്തിൽ പറഞ്ഞ നിന്നിടം മറന്നു പോകണമെന്ന് പറയത്തില്ലേ. അപ്പം അങ്ങനെ ഒരവസ്ഥ ആണ് അവിടെ ഉള്ളതെല്ലാം. പക്ഷേ ഇവൾ ഈ ഉടമ്പടി എടുത്തിരിക്കും. കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ വന്ന് ഉടമ്പടി എടുത്ത് കഴിയുമ്പോൾ ഒരു ഡിസ്പോസിഷൻ രൂപപ്പെട്ട് വരും. ചിലർക്ക് ഉണ്ടാകത്തില്ല,
ചിലരിങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് വന്ന് യാന്ത്രികമായിട്ട് എടുത്തുകൊണ്ട് പോണ കാരണം അവർക്കുണ്ടാകത്തില്ല. ചിലർ ശ്രദ്ധയോടുകൂടിയാണ് എടുക്കുക. കാര്യം ഞാൻ ഉടമ്പടിയാകുമ്പോൾ അമ്മയുമായിട്ട് ഞാൻ ഉടമ്പടിയിലാണ്, ഇനിയുള്ള കാലമെല്ലാം എൻ്റെ കാര്യം അമ്മ നോക്കിക്കൊള്ളും. അതാണ് അതിൻ്റെ ഒരു മാനസികാവസ്ഥയാണത്. കാലാവസ്ഥയെന്ന് ഞാൻ പറഞ്ഞ കാര്യം മാനസിക കാലാവസ്ഥയാണ്. അപ്പം നേരത്തെ ഉണ്ടായിരുന്നതിനേക്കാൾ ഉടമ്പടി എടുക്കണേക്കാൾ മുമ്പ്, ഉടമ്പടി എടുക്കുന്നതിന് മുമ്പുണ്ടായിരുന്ന കാലാവസ്ഥയെക്കാളും വ്യത്യസ്തമായ കാലാവസ്ഥയാണിത്. ഇത് ഇവള് വളരെ എത്ര തിരക്കാണെങ്കിലും നമ്മൾ ദൈവമായിട്ട് ഒരു ഉടമ്പടി റിലേഷൻസ് വരികയല്ലേ. അപ്പം നമുക്ക് കുറച്ച് ഉത്തരവാദിത്തമുണ്ട്, ദൈവത്തിനും കുറച്ച് ഉത്തരവാദിത്തമുണ്ട്. ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം എന്താണ്? നമ്മളെ സംരക്ഷിക്കുക, വളർത്തുക, നിലനിർത്തുകയാണ് ദൈവത്തിൻ്റെ ഉത്തരവാദിത്തം. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ദൈവത്തിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മളെ തന്നെ പരുവപ്പെടുത്തുകയാണ് നമ്മുടെ ഉത്തരവാദിത്തം. അപ്പോൾ ഇത് ഈ ഗ്രിൻസി വളരെ ഭംഗിയായിട്ട് ചെയ്യുന്നുണ്ട്. കാര്യം അവൾ സീരിയസ് ആയിട്ടാണ് പ്രാർത്ഥിച്ചാണ് വന്നത് ഉടമ്പടി എടുക്കുന്നത്. പ്രാർത്ഥിച്ച് വന്നെടുത്തിട്ട് ഈ ഉടമ്പടിയോട് കൂടി ഞാനും ദൈവവും തമ്മിൽ വളരെ ഉത്തരവാദിത്വമുള്ള ഉടമസ്ഥ ബന്ധത്തിലേക്ക് വരികയാണ്. അതാണ് നമ്മൾ സാധാരണ കേവല മനുഷ്യനും ഉടമ്പടി മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം. ഉടമ്പടിയിൽ അനുദിന ജീവിതത്തിൽ നമ്മൾ ഉത്തരവാദിത്വമുള്ള ഒരു ഉടമസ്ഥ ജീവിതത്തിലേക്ക്, ദൈവത്തിൻ്റെതാണെന്ന് നമ്മളെല്ലാവരും പറയും, നമ്മൾ ദൈവത്തിൻ്റെ മക്കളാണെന്ന് നമ്മളെല്ലാവരും പറയും. അങ്ങനെ ആർക്കും പറയാം, അതിനൊരു കുഴപ്പമില്ല. ദൈവം അല്ലെന്ന് പറയുന്നിടത്തോളം കാലം നമുക്കാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കാം. പക്ഷേ ആ പുസ്തകത്തിലെ പശു ചില സമയത്ത് പുല്ല് തിന്നത്തില്ല. എന്താ കാര്യം? ഈ എല്ലാ കാര്യങ്ങളും സാധൂകരിക്കണം, ജസ്റ്റിഫൈ ചെയ്യണം. വിശ്വാസത്തിന് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. വിശ്വാസം ജസ്റ്റിഫൈഡ് ആകണത് പ്രവർത്തികളിലൂടെയാണ്. അതാണ് പ്രവൃത്തി കൂടാതെയുള്ള വിശ്വാസം. ഞാൻ വിശ്വാസിയാണെന്ന് ആർക്കും പറയാം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. ശ്രുതികട ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, ഹല്ലേലൂയ, ഹല്ലേലൂയ. യാക്കോബ് 2:24 മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല, പറഞ്ഞേ, മനുഷ്യൻ വിശ്വാസം കൊണ്ട് മാത്രമല്ല പ്രവൃത്തികളാലുമാണ് നീതീകരിക്കപ്പെടുന്നതെന്ന് നിങ്ങൾ അറിയുന്നു. അപ്പം വിശ്വാസം കൊണ്ട്, അതിനെ വിശ്വാസത്തെ സാധൂകരിക്കുന്നതാണ് എന്ത്? നമ്മുടെ വിശ്വാസം ആത്മാർത്ഥമാണ്. നമ്മുടെ വിശ്വാസത്തെ അത് ആത്മാർത്ഥതയുള്ളതാണെന്ന് തെളിയിക്കാൻ ആർക്കാണ് ബാധ്യത? നമുക്ക് ബാധ്യതയുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കണം. അല്ലാതെ ഞാനൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ ഞാൻ അക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ചു, ഇപ്പോഴും ഞാൻ ഈശോയിൽ വിശ്വസിക്കണോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് സത്യമാണെന്ന് തെളിയിക്കാനുള്ള ബാധ്യത, ആത്മാർത്ഥത നമുക്കുണ്ടാകണം. അപ്പോൾ എങ്ങനെ ഈ ആത്മാർത്ഥതയാണ് അതിൻ്റെ പിന്നിലുള്ള ആത്മാർത്ഥതയാണ് അതിനെ സാധൂകരിക്കണത്. പ്രാർത്ഥിക്കുക, കർത്താവേ എൻ്റെ വിശ്വാസത്തെ അതിന് അനുയോജ്യമായ പ്രവർത്തനങ്ങളാൽ സാധൂകരിക്കാൻ എന്നെ സഹായിക്കണമേ. അപ്പം എല്ലാ വിഷയങ്ങളും പ്രാർത്ഥനയാണെങ്കിലും, ഇപ്പം നീ പ്രാർത്ഥിക്കണമെന്ന് വിചാരിക്കുമ്പോൾ ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ എന്ന് ദൈവത്തോട് പറയാൻ വേണ്ടിയാണ് നമ്മൾ മുട്ടേന്ന് നിൽക്കണത്. അല്ലെങ്കിൽ ഇരുന്നാൽ മതിയല്ല, നമ്മൾ ഊണ് കഴിക്കാൻ വേണ്ടി ഇരിക്കുകയല്ലേ ചെയ്യണത്. അപ്പോൾ ഓരോ കാര്യത്തിനും ഓരോ ഡിസ്പോസിഷനുണ്ട്. ഓരോ കാര്യത്തിന്, എല്ലാ കാര്യത്തിനും കൂടി ഒരു രീതി അല്ലല്ലോ. ഇപ്പം നമ്മൾ ഇരുന്ന് നമ്മൾ കസേര ഇരുന്ന് ഊണ് കഴിക്കും. കസേര ഇരുന്നും ഒക്കെ പ്രാർത്ഥിക്കുകയും ചെയ്യാം, ദൈവം കേൾക്കും. കാര്യം പ്രാർത്ഥിക്കുന്നത് നമ്മളല്ലേ, മനസ്സിലല്ലേ പ്രധാനം. പക്ഷേ ഒരു ഫിസിക്കൽ ഡിസ്പോസിഷൻ അവിടെ വരും. എന്താ കാര്യം? ഐ ആം സോ സീരിയസ് അബൌട്ട് ദിസ് പ്രയർ, അതുകൊണ്ട് ഞാൻ മുട്ടേ നിൽക്കുന്നത്. കാര്യം ഇത് പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷനാണ്. അതാ വിഷയം. പ്രാർത്ഥനയ്ക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന പൊസിഷൻ. നമുക്ക് നടന്നൊക്കെ പ്രാർത്ഥിക്കാം. ഞാൻ രാവിലെയൊക്കെ നടന്നാണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷേ അതിൻ്റെ പ്രോപ്പർ പൊസിഷൻ എന്താണ്? മുട്ട നിൽക്കുക എന്നുള്ളതാണ്. അപ്പം അതാണ് ഒരു രീതി. അതേസമയം ഇന്ത്യൻ രീതി അനുസരിച്ച് സർവ്വസാഷ്ടാംഗമായിട്ട് വീണ് കിടക്കും. അതും ശരിയാണ്. കാര്യം എന്താണ്? അത് നമ്മൾ എല്ലാ വിഷയത്തെക്കാളും ദൈവത്തെ
അംഗീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത്. സർവാംഗം സാഷ്ടാംഗം പ്രണാമം ചെയ്ത് കിടക്കും. ഞങ്ങളൊക്കെ കിടക്കും അതുപോലെ. അതിൻ്റെ കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം പ്രാർത്ഥനയുടെ ഡിപ്പോസിഷനാണ്. അങ്ങനെ കിടന്ന് ഉറങ്ങിപ്പോണവരും ഉണ്ടാകും. അപ്പോൾ ഉറക്കത്തിന് നമ്മൾ കിടക്കുകയാണ് ചെയ്യണത്. പക്ഷേ പ്രാർത്ഥനയ്ക്ക് നമ്മൾ കമന്നാണ് കിടക്കണത്. കേട്ടാ, ഉറക്കം നമുക്കത് ഇങ്ങനെയൊക്കെ ചരിഞ്ഞൊക്കെ കിടക്കാം അല്ലേ. പക്ഷേ സർവ്വസാഷ്ടാംഗം വേണം കിടക്കണത് എങ്ങനെയാണ്? കമന്നാണ് കിടക്കണത്. കൈ സ്വസ്തിക എഴുതി ശിരസിൻ്റെ മുന്നിൽ വെച്ച് കവന്ന് കിടക്കൂടാ. അപ്പോൾ വെച്ചാൽ സർവാംഗം നമ്മൾ സമർപ്പിക്കണം എന്നാണ് അവർ. അപ്പോൾ ഇതാണ് പൊസിഷൻ എന്ന് പറയുന്നത്, പ്രോപ്പർ പൊസിഷൻ. ഇതുപോലെ ഉടമ്പടിക്കും ഒരു പ്രോപ്പർ പൊസിഷനുണ്ട്. ഒന്നല്ല, ഒത്തിരി ഉണ്ട്. ഒത്തിരി പ്രോപ്പർ പൊസിഷൻസ് ഉണ്ട്. ഇതിൽ അതിൻ്റെ അകത്ത് നിലപാടുകളും വരും. നിലപാടുകൾ ഓരോ വിഷയത്ത് അതിൽ സമീപനങ്ങൾ വരും. നമ്മുടെ ഒരു സമീപനം. ഇപ്പോൾ എന്ത് ഉദാഹരണത്തിന് ഇപ്പോൾ ഈ ജിൻസിയുടെ വിഷയം എന്താണ്? ജിൻസിയുടെ ഭർത്താവിന് അലക്സിനാണ് കിഡ്നി അസുഖം. ഇപ്പം ഡയാലിസിസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഡയാലിസിസ് നടന്നു കഴിഞ്ഞപ്പോൾ ഈ മനുഷ്യൻ, അതായത് രണ്ടുപേരും കൂടി വളരെ സന്തോഷമായിട്ട് ജീവിച്ചതാണ്, ചെറുപ്പക്കാരാണ്. പക്ഷെ പെട്ടെന്ന് അങ്ങോട്ട് കാലാവസ്ഥ മാറി വേറൊരു ലെവലിലായി. ഡയാലിസിസ് കഴിഞ്ഞോടുകൂടി ഇയാൾക്ക് എന്ത് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഇയാൾക്കൊരു ഐഡിയ ഇല്ല. ഇയാൾ തളർന്ന രീതിയിൽ ഇവളെ ഇങ്ങനെ നോക്കും. എന്താണ്, നമ്മൾ പിരികയാണല്ല എന്നുള്ള അതാണ് അവസ്ഥ. നോക്കിയേ, ഇങ്ങനെ നോക്കുമ്പോൾ അച്ഛൻ വന്ന് ലാസ്റ്റ് സാക്രമെൻ്റ് കൊടുക്കും, അവസാനത്തെ കൂദാശ കൊടുക്കും. അപ്പം അച്ഛൻ പോയി കഴിയുമ്പോൾ ആശുപത്രിയിൽ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയും. ആ ഓരോ സിറ്റുവേഷൻസ് നോക്കി, ഈവൻസ് കണ്ടില്ലേ? അച്ഛൻ പോയി കഴിയുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ബന്ധുക്കൾ, സ്വന്തപ്പെട്ടവരെല്ലാം ഈ ജിൻസിയെ കെട്ടിപ്പിടിച്ച് കരയും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവളുടെ ഭർത്താവ് തീർന്ന് പോയി, ഈ ലോകത്തുനിന്ന് വിടപിരിഞ്ഞെന്ന രീതിയിലേക്ക് കഴിയും. പക്ഷേ ഇവൾ പറയണത് ഞാൻ കരഞ്ഞില്ലെന്ന് പറയണം. അതാണ് ഡിസ്പോസിഷൻ. അതാണ് ഉടമ്പടി. ഒരു മനുഷ്യനെ എങ്ങനെയാണ് ചേഞ്ച് ചെയ്യണം നോക്കണം. ഈ വിഷയങ്ങളെല്ലാം എൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ മാത്രം കരഞ്ഞില്ല. എന്താ കാര്യം? എനിക്കറിയാം അമ്മ ഏതെങ്കിലും നിമിഷം ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ അമ്മയുമായിട്ട് ഉടമ്പടിയിലാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് അമ്മ ഈ വിഷയം അറിയും. അച്ഛൻ വന്നതും അച്ഛൻ പോയതൊക്കെ ആദ്യം പറഞ്ഞത് ആരാണ്? അമ്മ അറിഞ്ഞിട്ടുണ്ട്. ഇതാണ് ഡിസ്പോസിഷൻ. ഇപ്പോൾ അതൊക്കെ മനസ്സിലായില്ലേ? ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? അതായത് ഇത്രയും നമ്മുടെ ചുറ്റും ലോകം മുഴുവനും കലങ്ങി മറിയുമ്പോഴും ഉടമ്പടി എടുത്ത ആ ദൈവ പൈതൽ ഒരു ഉടമ്പടി നിലപാടുണ്ട്. ഉടമ്പടി സമീപനത്തിലൂടെ ദൈവത്തിൽ ആഴമായി വിശ്വസിച്ച് തൻ്റെ ഈ സംഘർഷങ്ങളിടയിലുള്ള തൻ്റെ വിശ്വാസം ഏറ്റുപറച്ചിൽ അങ്ങ് അറ്റ കൈയായിട്ട് നിൽക്കുകയാണ്. കരയാതെ അങ്ങ് ദൈവത്തിൽ ആഴമായി ശരണപ്പെട്ടുകൊണ്ട് നിൽക്കുകയാണ്. പെട്ടെന്നാണ് ഈ മനുഷ്യൻ്റെ ലക്ഷണം മാറണത്. പടപടാ ഇവളുടെ ഇതെല്ലാം ദൈവത്തിൽ നമ്മളുടെ ഒരു നിലപാട്, സമീപനമൊക്കെ പ്രാർത്ഥനയാണ്. പ്രാർത്ഥന ചുണ്ടുകൊണ്ട് മാത്രമുള്ളതല്ല. അതായത് ഈ ഇങ്ങനെയുള്ള സംഘർഷ സമയത്തുള്ള നമ്മുടെ ഇതൊക്കെ ഒരു ഉടമ്പടി നിലപാടാണ്. എന്താ, നമ്മൾ വെറുതെ ഒരു പ്രാർത്ഥിച്ചിരിക്കുകയല്ല, നമ്മൾ ദൈവവുമായിട്ട് ഒരു ഉടമ്പടി എടുത്തിരിക്കുകയാണ്. അപ്പോൾ ദൈവവും നമ്മൾ ഈക്വൽ പാർട്ട്നേഴ്സാണ്. ഈ ഒരു വ്യവഹാരത്തിൽ, ബന്ധത്തിൽ 50-50 പാർട്ട്ണറാണ് നമ്മൾ. പകുതി നമ്മളും പകുതി ദൈവവുമാണ്. അപ്പോൾ ഒരു പൊതുവായിട്ടുള്ള പദ്ധതിയാണ് ഉടമ്പടി. ദൈവവും നമ്മളുള്ള അതിലൊരു വിഷയമാണ് ഭർത്താവിൻ്റെ ഈ കിഡ്നിയുടെ അസുഖം ഭേദമാകണത്. എന്നിട്ട് പെട്ടെന്ന് പതുക്കെ അതായത് നമ്മുടെ ഭാഗത്തു നിന്നുള്ള പേയ്മെൻറ്റ്, ഇതാണ് പേയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ അഡ്വാൻസ് കൊടുത്താൽ മാത്രം പോലെ, ഇപ്പോൾ ഉടമ്പടി നിങ്ങൾ എടുക്കുമ്പോൾ നിങ്ങളൊരു അഡ്വാൻസ് കൊടുക്കുകയാണ്. എന്താ കാര്യം? ഇങ്ങനെയൊക്കെ ഉള്ളതെല്ലാം ദൈവത്തിന് വേണ്ടി ചെയ്തുകൊള്ളാമെന്ന് പറഞ്ഞൊരു അഡ്വാൻസ്. പക്ഷേ ദൈവം എന്നാ ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. പക്ഷേ ആൾക്കാർക്കത് മനസ്സിലാകത്തില്ല. ചിലർ പറയും സാധനം കിട്ടട്ടെ എന്നിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പേ ചെയ്യാൻ പറയും. എങ്ങനെ? എന്തെങ്കിലും ഒന്ന് നടക്കട്ടെ, ജോലി കിട്ടട്ടെ, അല്ലെങ്കിൽ വിസ കിട്ടട്ടെ, അല്ലെങ്കിൽ ജപ്തി നടപടി മാറട്ടെ, എന്നിട്ട് ഞങ്ങൾ പത്രം കൊടുക്കാമെന്ന് പറയും. അപ്പോൾ അതൊരു ബാർഗെയിനിങ്ങിലേക്ക് മാറും. ചില ആൾക്കാർക്ക് മണ്ടത്തരം പറഞ്ഞാൽ അങ്ങനെയാണ് ഉടമ്പടിയിൽ.
എന്നുവെച്ചാൽ അവർ ഫുൾ എമൗണ്ട് പേ ചെയ്യുന്നതിന് മുമ്പ് ദൈവത്തോട് ചോദിച്ചത് ദൈവം ഇങ്ങോട്ട് തന്നു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഫുൾ എമൗണ്ട് പത്രം കൊടുക്കുകയോ രോഗികളെ പോയി കാണുകയോ എന്തെങ്കിലും ചെയ്യാമെന്ന് പറയും. പക്ഷെ നടക്കത്തില്ല. നിങ്ങൾ അങ്ങനെ ഒരാളായത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ ദൈവത്തിനെ കൊണ്ട് എല്ലാം ചെയ്യിച്ചതിന് ശേഷം ദൈവത്തിന് വിശ്വാസത്തിൽ എടുക്കണില്ലല്ലോ. അതാണ് പ്രശ്നം. ചില ആൾക്കാർ ഒന്നും കിട്ടിയില്ലെങ്കിലും ശരി തനിക്ക് ചെയ്യാനുള്ളതെല്ലാം ചെയ്തു മാറ്റും, ഫുൾ എമൗണ്ട് പേ ചെയ്ത് കളയും. എന്താ കാര്യം? അവർ ദൈവത്തെ വിശ്വാസത്തിൽ എടുക്കുന്നു. ദൈവം എപ്പോഴായാലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് അവർക്ക് ആത്മാവിൽ. ഇതിനാണ് നിങ്ങളുടെ ഈ നമുക്കറിയാൻ പറ്റും ആത്മാവിലെ. അതായത് നിങ്ങൾ കുറച്ച് ക്ലിയർ ആണെങ്കിൽ ഈ സംശയത്തിൻ്റെ കാർമേഘം ഒന്നും ഇല്ലെങ്കിൽ, സംശയത്തെ കാർമേഘം എന്നാണ് വിളിക്കണത്. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. യാക്കോബ് 1:6. യാക്കോബ് 1:6. സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ. സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്ക് തുല്യനാണ്. അപ്പം സംശയിക്കാതെ വേണം ഇത് വിഷയം ചെയ്യാൻ. അതായത് നിങ്ങൾ കണ്ണും പൂട്ടി അങ്ങോട്ട് ചെയ്യണം ഉടമ്പടിയിൽ. ഇപ്പം അതിൻ്റെ അർത്ഥം എന്താണ്? ദൈവത്തെ നമ്മൾ വിശ്വാസത്തിൽ എടുക്കുന്നു, അതാണ് വിഷയം. അല്ലാതെ ദൈവത്തിൽ നിന്ന് ഒരു ഇൻസ്റ്റാൾമെൻറ്റ് വരട്ടെ, ഈ കമ്പനി ശരിയാണെന്ന് നോക്കട്ടെ, ഈ ഏജൻറ്റ് നമ്മളെ പറ്റിക്കുമെന്ന്. നമ്മൾ വിസ ഏജൻറ്റുമാരെ എപ്പോഴും സംശയത്തോടെയല്ലേ നോക്കണം, ഈ കാശ് പോകുക എന്ന് ഓർത്തിട്ട്. അതുപോലെ വിസ ഏജൻറ്റുമാരെ നിങ്ങൾ നോക്കണ പോലെ ദൈവത്തെ നോക്കുന്നുണ്ട് ചില ആൾക്കാർ. അതാണ് നിങ്ങൾക്ക് കളിപ്പ് വരണത്. അപ്പോൾ ദൈവത്തിന് അറിയാൻ പറ്റുമല്ലോ ഇത് സംശയമാണെന്ന്. സംശയത്തിൽ ഉടമ്പടി വർക്കൗട്ട് ചെയ്യത്തില്ല. സംശയത്തിൽ ഉടമ്പടി അത് സംശയം ഒരു നെഗറ്റീവ് ഡിസ്പോസിഷനാണ്. അത് പറഞ്ഞില്ലേ, കടൽ തിര പോലെയാണ്, ഇങ്ങനെ ഒന്നിനു പിറകെ ഒന്നായി വന്നിട്ട് അലസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കും. അപ്പോൾ അത് കട്ടൻഡേറ്റായിട്ട് ഇൻവെസ്റ്റ് ചെയ്യണതാണ് ഏറ്റവും നല്ലത്. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ഉടമ്പടി നിബന്ധനകളെ നിർബാധം നിറവേറ്റാൻ എനിക്ക് പ്രത്യേകമായ അഭിഷേകം നൽകണമേ. ശ്രുതികടെ ഹല്ലേലൂയ. ജ്ഞാനത്തിലൂടെ ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. കുറേ ഘടകങ്ങളുണ്ട്. അതിൽ ഇവർ അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകി പിരിയുമ്പോൾ ബന്ധുക്കൾ ഇവിടെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവൾ വേങ്ങലടിച്ച് അവിടെ കൂടെ കരയേണ്ടതാണ്. ശരിക്കും പറഞ്ഞ് എല്ലാം തീർന്നെന്നും പറഞ്ഞുകൊണ്ട് കരയേണ്ടതാണ്. ഇവിടെ കരയാത്തതിൻ്റെ കാരണം ഇവിടെ വിശ്വാസം, പ്രത്യാശ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യാശ എന്താണ് നമുക്ക് നൽകണത്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. പ്രത്യാശ എപ്പോഴാണ് നമ്മൾ നിരാശരാക്കാത്തത്? നമ്മൾ ചിന്തിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിൻ്റെ സ്നേഹമെന്തെന്ന്. ടേക്ക് ദ വേർഡ് ഓഫ് റോമർ 5:5. ശ്രുതികടെ ഹല്ലേലൂയ. 5:5. പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല. ഒന്ന് പറഞ്ഞേ, പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. കാരണം നമുക്ക് നൽകപ്പെട്ടിരിക്കുന്ന പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ചൊരിയപ്പെട്ടിരിക്കുന്നു. അപ്പൊ ഇതാണ് വിഷയം. അതായത് ഉടമ്പടി എടുക്കുമ്പോഴേ ജിൻസിക്ക് ഇതിന് ഇനിയുള്ള എല്ലാ അതിജീവനങ്ങൾക്കും ആവശ്യമായ ആത്മാഭിഷേകം കിട്ടിയിട്ടുണ്ടാണ്, പരിശുദ്ധാത്മാവിനെ. അത് വെറുതെ നിൽക്കാൻ പറ്റത്തില്ല. അതായത് എല്ലാവരെയും അന്ത്യകുദാശം നൽകിയിട്ട് സ്വന്തം ഭർത്താവിന് അന്ത്യകുദാശം നൽകിക്കൊണ്ട് അച്ഛൻ പിരിയുമ്പോൾ ബന്ധുക്കളെല്ലാം ഇവളെ കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ഇവളിങ്ങനെ വളരെ നിശ്ചയദാർഢ്യത്തോടെ നിൽക്കുന്നത് പ്രത്യാശ കൊണ്ടാണ്. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എൻ്റെ ഭർത്താവിൻ്റെ ജീവിതത്തിൽ ഇത് അവസാന വാക്കല്ല, ദൈവത്തിൻ്റെതാണ് അവസാന വാക്ക്. ഇന്നല്ലെങ്കിൽ അടുത്ത നിമിഷം ദൈവം പ്രവർത്തിക്കുമെന്ന് ഇവിടെ പ്രത്യാശിക്കുന്നു.
അവിടെ എന്തുകൊണ്ടാണ് പ്രത്യാശിക്കണമെന്നാണ് വചനം പറയണത്. എന്താണ്? പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? അപ്പോൾ അത് ഉടമ്പടി എടുത്തവരും എടുക്കാത്തവരും നമ്മൾ വ്യത്യാസം കണ്ട. എടുക്കാത്തവർ കെട്ടിപ്പിടിച്ച് കരയുന്നു, ഉടമ്പടി എടുത്തവർ അവർക്ക് എന്താ കിട്ടിയിരിക്കേണ്ടത്? പ്രത്യാശ കിട്ടിയിരിക്കുകയാണ്. എന്താണ്? അവൾ പരിശുദ്ധാത്മ പറയും, നീ വിഷമിക്കേണ്ട, ഏതാ നിമിഷങ്ങൾക്കുള്ളിൽ നിൻ്റെ ഭർത്താവിൽ നിനക്ക് ടെസ്റ്റ് തന്നതാണ്, കുറച്ച് കഴിയുമ്പോൾ ദൈവം ഈ വിഷയം ഏറ്റെടുത്താണ്, നിൻ്റെ ഭർത്താവിന് ജീവനോട് നിനക്ക് തരും എന്നുള്ള ഒരു മുന്നറിവ് പ്രത്യാശ ഇവർക്ക് നൽകിയിട്ടുണ്ട്. ഈ പ്രത്യാശ വന്ന എന്താ ഗുണം? നമുക്ക് നിരാശ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ ആൾക്കാർ പറയും നിരാശ ഉണ്ടാകാതിരിക്കുക എന്ത് ചെയ്യണം? ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പണ്ട് ബുദ്ധനൊക്കെ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്, ആശ ഉണ്ടാകാതിരുന്നാൽ മതിയെന്ന്. പക്ഷേ ബൈബിൾ പറയും, ബൈബിൾ അതിനെ ഈ അണ്ടേ കൊണ്ടേ വളം വെക്കത്തില്ല, ഡയറയുടെ റൂട്ടിലേ വളം വെക്കത്തുള്ളൂ. ബൈബിൾ എന്താ പറയണത്? പ്രത്യാശ ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിനക്ക് നിരാശ ഉണ്ടാകത്തില്ല. എന്തുകൊണ്ടാണ് നിനക്ക് നിരാശ ഉണ്ടാകാത്തത്? എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പരിശുദ്ധാത്മാവ് നിനക്ക് അറിവ് നൽകും. അതാണ് വിഷയം. എന്താണ്? ഈ ഉടമ്പടിയോടുകൂടി നീ പരിശുദ്ധാത്മാവിൻ്റെ പ്രത്യേകമായ ഇടപെടലിനും കമ്മ്യൂണിക്കേഷനിലാകും നീ ദൈവമായിട്ട്. അപ്പോൾ ഒരു ആന്തരികമായൊരു കമ്മ്യൂണിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നിനക്ക് ആന്തരിക ഉറപ്പ് ലഭിക്കും. ഇപ്പോൾ എല്ലാവരും കിടന്ന് വിഷമിക്കുമ്പോഴും ചില സ്നേഹബന്ധങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ. അപ്പോൾ ഒത്തിരി കല്യാണ മന്ദിരം പോണ്, അവളെ ഒന്നിനും കെട്ടണില്ല, ഒന്നിനും സമ്മതിക്കണില്ല അവൾ. അപ്പോഴേ അപ്പനും അല്ലേ അവളെ ഏറ്റവും അടുത്തറിയാവുന്നത് അവളുടെ ആങ്ങളൊക്കെയായിരിക്കും. ആങ്ങളക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ അറിയാവുന്ന ആളായിരിക്കും. വന്ന് ചോദിക്കും, എടി നീ ഇങ്ങനെ നിൽക്കണത് എന്താ? നിനക്ക് വല്ല ഉറപ്പം കിട്ടിയിട്ടുണ്ടാന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൾക്കല്ലേ അറിയാൻ പാടില്ല ഉറപ്പ് കിട്ടിയിട്ടുണ്ടാകുന്നത്. ഇതൊരു മറ്റു മനുഷ്യരോട് പറയാൻ പാടില്ലാത്തൊരു ഉറപ്പാണ് ദൈവവും തമ്മിലുള്ള ബന്ധത്തിലുണ്ടാകുന്ന ഉറപ്പുകൾ. അതെപ്പോഴും ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ? ഞാൻ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഭാഷയിലാണ് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ദൈവികമായ ആന്തരികമായ ഉറപ്പ് ഇവക്കുണ്ട്. എന്താണത്? ഇത് അവസാനമല്ല, ദൈവം ഇടപെടുമെന്ന്. ആ ഉറപ്പ് പക്ഷേ ഉടമ്പടി എടുക്കാത്തവർക്കില്ല. ഉടമ്പടി എടുക്കുമ്പോൾ എന്ത് നിങ്ങൾക്ക് സംഭവിക്കണം നിങ്ങൾ അറിയണം. നിങ്ങളിങ്ങനെ ഓരോ ആൾക്കാർ വന്നിട്ട് ഓരോ അപേക്ഷക്കത്ത് എഴുതിക്കൊണ്ടു നിൻ്റെ അടുത്ത് കെട്ടിത്തത്തിച്ച് പോണ പോലെ അങ്ങനെ ഈസിയായിട്ട് പോണവരെ പോകും. അവർക്ക് അത് മനസ്സിലാകത്തില്ല. പക്ഷേ ഇത് ഉടമ്പടി വളരെ കാമ്പെക്കൊണ്ട് ശ്രദ്ധയോടെ ക്ലാസ്സെല്ലാം കേട്ട് താൻ എന്തിനാണ് ഉടമ്പടി എടുക്കണതെന്ന് എന്ന് ഒക്കെ നല്ല നിശ്ചയത്തോടെ ഉടമ്പടി എടുക്കുന്നവർക്ക് അവരുടെ അറിവിന് ആനുപാതികമായ ഒരു അനുഭവം ഉണ്ടാകും. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതേ ഇതെല്ലാം വർക്കൗട്ട് ചെയ്യണത് ഒരു അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്. അനുഭവം ഉണ്ടാകണമെങ്കിൽ എന്ത് ചെയ്യണം? ആദ്യം അറിവുണ്ടാകണം. അറിവെന്ന് പറഞ്ഞാൽ എന്തുമാത്രം അറിവാണെന്ന് എനിക്കറിയത്തില്ല. ഞാൻ 10-38 കൊല്ലമായി ഈ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോഴും ഈ വിഷയത്തിൽ പുതിയ കാര്യങ്ങളാണ് കർത്താവ് പറയണത്. അപ്പോൾ അറിവ് എവിടെ ചെന്ന് എത്തുമെന്ന് ഒരു പിടിയുമില്ല. നമ്മൾ ചിലപ്പോൾ ഇപ്പോഴും ABCD തന്നെ ആയിരിക്കും ചിലപ്പോൾ ആധ്യാത്മികതയുടെ. എത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് വെച്ച് കഴിഞ്ഞാൽ അറിവാണ് നമുക്ക് എന്ത് തരണത്? അനുഭവം തരണത്. അപ്പം അനുഭവത്തിൻ്റെ അകത്ത് മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ഇപ്പം മൈനർ എക്സ്പീരിയൻസിന് മൈനറായിട്ടുള്ള അറിവൊക്കെ മതി. മേജർ എക്സ്പീരിയൻസിന് മേജർ ആയിട്ടുള്ള വിസ്ഡം വേണം. ഇതാണ് നമ്മൾ കൂടുതൽ ആഴങ്ങളിലേക്ക് നീക്കി വലയിറക്കാൻ ഈശോ പറയത്തില്ലേ? ഈശോ എന്താ ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ലൂക്കാ 5:4. ലൂക്കാ 5:4. സംസാരിച്ചു തീർന്നപ്പോൾ സംസാരിച്ചു തീർന്ന. അപ്പം ഈശോ പ്രസംഗിക്കായിരുന്നു അവരോട് കടൽത്തീരത്തിൽ വെച്ച്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമയോനോട് പറഞ്ഞു, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിക്കാൻ വലയിറക്കുക. ഇത് വാസ്തവത്തിൽ ഞാൻ ഒരിക്കലും ഈ വചനം വായിച്ചുകൊണ്ടിരുന്നപ്പോഴേ, ഇപ്പോഴല്ല, ഇപ്പം ഞാൻ ഇത് ഓർത്തുകൊണ്ട് ഇങ്ങനെ പറയാം. അതായത് ഈശോ ഈ നമുക്ക് കടലിലത്തെ, ഞാൻ കുറേ നാൾ കടലോരത്തും കടലിലും ഒക്കെ ആയിട്ട് വിശേഷ വില ചെയ്താണ്. എപ്പോഴും വെള്ളം വെഞ്ചരിക്കാൻ പോവുകയും പിന്നെ വർഷമാകുമ്പോൾ എല്ലാ വള്ളങ്ങളും ഒരുമിച്ച് കൂട്ടിയിട്ട് അവരെ കുമ്പസാരിപ്പിക്കുകയും വള്ളത്തേക്ക് കടലിൽ ചെറുവള്ളങ്ങളിൽ പോയിട്ട് വലിയ വള്ളങ്ങളിൽ കയറി ബോട്ടുകളിൽ പോയി അവരെ വെഞ്ചരിക്കുകയും കത്തോലിക്കരെ കുമ്പസാരിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ശുശ്രൂഷ ഉണ്ട്. 10 കൊല്ലം ചെയ്തതാണ്.
അപ്പോഴൊക്കെ നമ്മൾ കടത്തീരത്ത് വരുമ്പോൾ നമ്മൾ കാണുന്നൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചില ബീച്ചുകാരൊക്കെ ഉണ്ടാവും കടലോരത്ത്, കടലിൽ വീശണം. അവർക്ക് വല്ല കൂരി പോലെയൊക്കെ ഉള്ള മീനൊക്കെ കിട്ടും. അവർക്ക് കണമ്പ്, മാലാൻ അങ്ങനെയൊക്കെ വെച്ച് ചെറിയ ചെറിയ മീനൊക്കെ കടത്തീരത്ത് കൂടി പോണ മീനുണ്ട്. പക്ഷെ നമ്മൾ ഈ അത് ലോ പ്രഷറിലുള്ളതാണ്. നങ്ക്, ഇതുപോലെ തന്നെ ചെമ്മീൻ, ഇതൊക്കെ ലോ പ്രഷറിൽ വർക്ക് ചെയ്യണതാണ്. അതിൻ്റെ ഒരു തീരത്തിൻ്റെ ഒരു പ്രത്യേകതയാണത്. അതുകൊണ്ട് ജീവിക്കുന്ന ഒത്തിരി പേരുണ്ട്. ഇപ്പോഴ് ഈ ആൾക്കാരൊക്കെ ടെർമക്കോൾ പോലൊക്കെ ഒരു വള്ളമൊക്കെ ഉണ്ടാക്കി അതിൽ തുഴഞ്ഞ് ഒറ്റക്ക് പോയി. ഇപ്പോൾ ആൾക്കാർ ഒരാൾ മതി അതിൻ്റെ അടുത്ത് പോകാൻ. ഇപ്പോൾ ആ മേഖലയിൽ നിന്നെല്ലാം ആൾക്കാരെല്ലാം പഠിച്ച് വേറെ തൊഴിലിന് പോവുകയാണ്. ഇനിയിപ്പോൾ ആ മേഖലയിൽ നാളെ ഹൈടെക് വരും. ഇപ്പോഴും നമ്മൾ ജപ്പാനിലൊക്കെ കാണുന്ന പോലെ ഡ്രോണൊക്കെ കൊണ്ടാണ് ഇപ്പോൾ ജപ്പാനിലൊക്കെ വല ഇറക്കണത്. വലയും കൊണ്ട് ഡ്രോൺ പോയിക്കൊള്ളൂ. ഡ്രോൺ തന്നെ കടലിൽ വല ഇട്ടിട്ട് തിരിച്ചു വരുന്നുള്ളൂ. എന്നിട്ട് ചെറിയൊരു ബീഞ്ച് പോലെ സാധനം വെച്ചിട്ട് തനത്താൻ വലിക്കും. കടലിൽ പോകേണ്ട കാര്യമില്ല. അപ്പോൾ കാലങ്ങൾ അങ്ങോട്ട് മാറുകയാണ്. നാളെ നനഞ്ഞിട്ടുള്ള പരിപാടിയൊന്നുമില്ല, അപകടമില്ല, എല്ലാം. പക്ഷേ ആഴങ്ങളിലേക്ക് നിൽക്കാനൊന്നും ഇവർക്ക് പറ്റത്തില്ല. ആഴങ്ങളിലേക്ക് നിൽക്കണമെങ്കിൽ തിരുത, അറക്ക പോലെയുള്ള വലിയ വലിയ മീനുകൾ ഹൈ പ്രഷറിൽ താമസിക്കുന്നതാണ്. നല്ല ആഴങ്ങളിലേക്ക്. ഈ അനുഭവത്തിലും അങ്ങനൊരു പ്രശ്നമുണ്ട്. നിങ്ങൾ പനി മാറുക, നെഞ്ചുവേദന മാറുക, വേർപ്പ് മാറുക, അങ്ങനെയുള്ള കൊച്ചു മീനുകളെ പിടിക്കണമെങ്കിൽ നിങ്ങളുടെ ഈ ലോ ഫെയ്ത്ത് മതി, ചെറിയ ഫെയ്ത്ത് മതി. ചെറിയ വിശ്വാസം കൊണ്ടൊക്കെ നടക്കും. പക്ഷേ ഒരു സീരിയസ് അഗ്നി പരീക്ഷ വന്നു കഴിഞ്ഞാൽ അത് വലിയ മീനാണ്. അതിന് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് പോകണം. എന്താ കാര്യം? ചൊല്ലൽ കൊണ്ട് പറ്റത്തില്ല. പിന്നെ എന്താണ്? ചെയ്യൽ വേണം. എന്ന് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കണത്? നമ്മൾ ചൊല്ലുന്ന കാര്യത്തിൽ നമ്മൾ സീരിയസ് ആയിട്ട് വിശ്വസിക്കുന്നു, നമ്മൾ പറയുന്ന കാര്യം. അതുകൊണ്ടാണ് ഉടമ്പടിയിലെ കുറേ അധികം ഇപ്പോൾ ഈ വൈശാഖ് എന്നും പറഞ്ഞ് സാക്ഷ്യം ഉണ്ടായിരുന്നു ഈ ദിവസങ്ങളിൽ. വൈശാഖിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, വൈശാഖ് പണ്ട് കൃപാസനത്തിൻ്റെ ഒരു ശത്രുവായിരുന്നു. കൃപാസനത്തിൻ്റെ ഏറ്റവും വലിയ മിത്രങ്ങൾ ആകാൻ പോണവർ ആദ്യം ശത്രുവാകും, പിന്നീട് അവർ മിത്രങ്ങളാകണത്. കാര്യം വെച്ച് കഴിഞ്ഞാൽ ഇവരിലൂടെ കൃപാസനത്തെ വളർത്തിയത് മുഴുവനും കൃപാസനത്തിൻ്റെ മിത്രങ്ങളെ പോലെ തന്നെ ശത്രുക്കൾക്കും പ്രാധാന്യം ഉണ്ടായി ഒരു കാലത്ത്. കാര്യം ഇവിടെ ആദ്യം അറ്റാക്ക് ചെയ്തത് യുക്തിവാദികളാണ്. മാസങ്ങളോളം അവർ യോഗം ചേർന്ന് ഈ അടയാളങ്ങളൊക്കെ കണ്ടിട്ട് ആൾക്കാർക്കൊക്കെ ഒരു വിശ്വാസം കുറവുള്ളവർക്ക് അസ്വസ്ഥത ഉണ്ടാകുമല്ലോ. വിശ്വാസം കുറവുള്ളവർക്കും ദൈവത്തെ ചുമ്മാ ഒരു ആഡംബരമായിട്ടും അധികാരത്തിനായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അവർക്കെല്ലാം അടയാളങ്ങൾ അസ്വസ്ഥത ഉണ്ടാക്കും. അപ്പം അതുപോലെ അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ഇവിടെ. പക്ഷേ അതിലൊരാളായിരുന്നു ഈ വൈശാഖ് എന്ന് പറഞ്ഞ ആൾ. ഇത് തട്ടിപ്പാണ്, ഭൂലോക തട്ടിപ്പാണ്, ആനകൂന എന്നൊക്കെ പറഞ്ഞ് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണെന്നൊക്കെ 10, 20, 25, 40 കേരളത്തിൽ ഏറ്റവും കൂടുതൽ അറ്റാക്ക് വാങ്ങിച്ച ഒരു വൈദികനാണ് ഞാൻ ഒരു കാലത്ത്. ഞാൻ കൂളായിട്ടേക്ക് എൻ്റെ ജപമാല ഉള്ളിടത്തോളം കാലം ആർക്കും തോൽപ്പിക്കാൻ പറ്റത്തില്ല. എന്താ കാര്യം? ജപമാല മാതാവിൻ്റെ നമുക്ക് ഏറ്റവും വലിയ ശക്തമായ മധ്യസ്ഥ പ്രാർത്ഥന. മാതാവിൻ്റെ പ്രാർത്ഥന അല്ലത്, അത് രക്ഷാകര പ്രാർത്ഥന മാതാവിൻ്റെ മധ്യസ്ഥത്തിലാണ് ലോഞ്ച് ചെയ്യണത്. അപ്പോൾ അതിന് ഒരു അഭിഷേകം കിട്ടിയിരിക്കുന്ന കാരണം, ഈ അഭിഷേകം എന്നുകൊണ്ട് എന്താണെന്ന്, എല്ലാത്തിനും ഒരു അഭിഷേകമുണ്ട്. നിങ്ങൾക്കറിയാമല്ലോ. ഇപ്പം തന്നെ അവളുടെ പേരെന്താ? ജിൻസി. അച്ഛൻ സ്വന്തം ഭർത്താവിന് അന്ത്യകൂദാശം കൊടുത്ത് പോകുമ്പോൾ എല്ലാ ബന്ധുക്കളും കെട്ടിപ്പിടിച്ച് കരയുമ്പോൾ ജിൻസി എന്താ കരയാത്തത്? അതിനാണ് ഈ അഭിഷേകം എന്ന് പറയണത്. ഒക്കെ മനസ്സിലായില്ല? അല്ലാതെ എണ്ണ കൊണ്ടൊന്ന് തലക്കോരി ഒഴിക്കണേനല്ല അഭിഷേകം എന്ന് പറയണത്. അതിനും പറയാം. പക്ഷേ ആന്തരികമായ അഭിഷേകമുണ്ട്. ഈ ബാഹ്യമായ അടയാളങ്ങളൊക്കെ അർത്ഥവത്താകണമെങ്കിലും അനാചാരങ്ങൾ അല്ലാതായിരിക്കണമെങ്കിലും ആന്തരികമായ അത് ഉദ്ദേശിക്കുന്ന സൂചന ആന്തരികമായി നടക്കണം ആ മനുഷ്യനെ. ആന്തരികമായി ആ അഭിഷേകം നടക്കാറത്തോളം കാലം എണ്ണയല്ല, പെട്രോൾ ഒഴിക്കണത്, എണ്ണ ഒഴിക്കണതെല്ലാം കണക്കാണ്. ആന്തരികമായ ഒരു അഭിഷേകമുണ്ട് എല്ലാത്തിനും. ദൈവകൃപ പ്രവർത്തിക്കുന്നത് ആന്തരികമാണ്. അതുകൊണ്ടാണ് കൃപയെക്കുറിച്ച് പറയുമ്പോൾ എന്താ പറയണത്? കർത്താവിൻ്റെ കൃപ പറഞ്ഞേ, കർത്താവിന്റെ കൃപ അവന്റെ ആത്മാവിന്റെ കൂടെ ഉണ്ടായിരിക്കട്ടെ. അവന്റെ ആത്മാവോട് കൂടെ അപ്പം ഉണ്ടായിരിക്കട്ടെ. തലയുടെ കൂടെ ഉണ്ടാകുകയല്ല. കൃപ തലയിലല്ല ഇരിക്കണത്, തലയുടെ മുകളിലും അല്ല ഇരിക്കണത്.
Take the better for ഗലാത്യ 6:18. ഗലാത്യ 6:18. സഹോദരരെ, പറഞ്ഞ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപ നിങ്ങളുടെ ആത്മാവിനോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. കൃപ ആത്മാവിൽ അഭിഷിക്തമാകുന്ന കൃപയുടെ സൂചനയായിട്ടാണ് നമ്മൾ ശിരസ്സിലെ അഭിഷേകം മേടിക്കുന്നത്. അപ്പോൾ ശിരസ്സിലെ അഭിഷേകം ചെയ്തില്ലെങ്കിലും അനുദിന ജീവിതത്തിൽ സാധാരണ മനുഷ്യർക്ക് അവരുടെ ജീവിത പ്രതിസന്ധി അതിജീവിക്കാൻ ആവശ്യമായ ആന്തരികമായ കൃപ അവർക്ക് ലഭിക്കും. അതിനെയാണ് ഇൻട്രിൻസിക് അനോയിൻറ്റിങ് എന്ന് പറയണത്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് ലഭിച്ചിരിക്കുന്ന തോതനുസരിച്ചാണ് നമുക്കത് ഫീൽ ചെയ്യണത്. ഭർത്താവ് മരിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ബന്ധുക്കൾ കെട്ടിപ്പിടിച്ച് കരയുമ്പോഴും എല്ലാവർക്കും കരച്ചിൽ, ഭാര്യയ്ക്ക് മാത്രം കരച്ചിലില്ല. കാര്യം എന്താണ്? അവർക്കതിന് ആന്തരിക അഭിഷേകം കിട്ടിയിരിക്കുകയാണ്. റോമ 5:5 വെച്ചാണ്. എന്താണ്? കഷ്ടത സഹനശീലവും. പറഞ്ഞേ, കഷ്ടത സഹനശീലവും, സഹനശീലം ആത്മധൈര്യവും. ആത്മധൈര്യമാണ് അവർക്ക് കിട്ടിയിരിക്കണത്. ആത്മധൈര്യം കിട്ടിയിരിക്കുകയാണ്. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറഞ്ഞത്. ആത്മധൈര്യം പ്രത്യാശയം നമുക്ക് നൽകിയിരിക്കുന്നു. അതെങ്ങനെ നൽകിയിരിക്കുന്നതാണ്? പരിശുദ്ധാത്മാവിനാലാണ്. നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവിനാൽ ദൈവത്തിന്റെ സ്നേഹം എന്തെന്ന് നമ്മൾ അറിയുന്നു. ഈ ആന്തരിക അഭിഷേകവും പരിശുദ്ധാത്മാവും ദൈവത്തിന്റെ സ്നേഹവും തമ്മിൽ ബന്ധമുണ്ട്. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, പരിശുദ്ധാത്മാവ് നിറയുമ്പോൾ നമുക്ക് എന്താ സംഭവിക്കണത്? അത് പരിശുദ്ധാത്മാവിനെ നിലനിർത്താൻ ആവശ്യമായ ഒരു ഇൻറ്റേർണൽ ഡിസ്പോസിഷൻ ഉണ്ട്. അതാണ് മാതാവ് സെപ്റ്റംബർ 7 പറഞ്ഞത്. ഡിസ്പോസിഷൻ, പരിശുദ്ധാത്മാവിനെ നിലനിർത്താനുള്ള ആന്തരികമായ ഒരു ഡിസ്പോസിഷൻ. ആ ഡിസ്പോസിഷൻ ഉണ്ടെങ്കിൽ എന്താ സംഭവിക്കണത്? പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് എന്ത്? ദൈവസ്നേഹം. ഈ നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധാത്മാവ്, ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്, അതായത് പരിശുദ്ധാത്മാവിൻ്റെ ഫലമാണ് ദൈവസ്നേഹം. അപ്പോൾ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ ഗലാത്യർ 5:22. എന്നാൽ ആത്മാവിന്റെ ഫലങ്ങൾ സ്നേഹം, ആനന്ദം, സമാധാനം, ക്ഷമ, ദയ, നന്മ, വിശ്വസ്തത, സൗമ്യത, ആത്മസംയമനം ഇവയാണ്. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിക്ക് ഈ സംഭവങ്ങൾ ഇപ്പം എല്ലാം കിട്ടിയ പോലെയാണ് അല്ലേ? എന്തൊക്കെയാണുള്ളത്? ആത്മാവിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയാണുള്ളത്? സ്നേഹം, ആനന്ദം. അപ്പം ഇതെല്ലാം ഈ ആന്തരികമായ ആനന്ദത്തിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. സ്നേഹം, ആനന്ദം, പിന്നെന്താണ്? സമാധാനം, ക്ഷമ, ദയ, നന്മ. ഇത് ഈ സമാധാനം എന്ന് പറയണത് ശരിക്കും പറഞ്ഞാൽ സ്നേഹം പ്ലസ് ക്ഷമയാണ് ഈക്വൽ ടു സമാധാനമാണ്. അപ്പോൾ സ്നേഹം എന്ന് പറഞ്ഞാൽ അതിൻ്റെ കൂടെ പിന്നെ എന്താ? ക്ഷമ കൂടുമ്പോഴാണ് അതായത് സമാധാനം എന്ന് പറയുന്നത്. സമാധാനം ഉണ്ടാകണത്. ക്ഷമ എന്ന് പറയുന്നത് എന്താണ്? സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. സഹിക്കുന്ന സ്നേഹത്തിനാണ് ക്ഷമയെന്ന് പറയണത്. അപ്പോൾ സ്നേഹവും പിന്നെ അതിൻ്റെ സർപ്ലസായി വരുന്ന സഹിക്കുന്ന സ്നേഹവും കൂടി വരുമ്പോഴാണ് നമ്മൾ സമാധാനം വരണത്. പിന്നെ സമാധാനം കഴിഞ്ഞ് എന്താ പറയണത്? ക്ഷമ, ദയ. കാരണം നമുക്ക് മറ്റുള്ളവർക്ക് ആ സ്നേഹം സഹിച്ചുകൊണ്ട് മറ്റുള്ളവർക്ക് സ്നേഹം കൊടുക്കുന്നതിനാണ് ദയ എന്ന് പറയുന്നത്. നന്മ. അത് ഏത് കാലാവസ്ഥയിലും നന്മയായിട്ടുള്ള ചെയ്യാനുള്ള ബേസിക് ഗുഡ്നെസ് ആണത്. വിശ്വസ്തത എന്ന് വെച്ചാൽ വചനത്തോടും ദൈവത്തോടും ദൈവവചനത്തോടുമുള്ള ഒരു മനുഷ്യൻ്റെ കൂറ് വിശ്വസ്തത. സൗമ്യതയിലും ഈ സഹിക്കുന്ന സ്നേഹവും ക്ഷമയും കൂടിയാണ്, പ്രത്യാശയും കൂടി കലർത്താണ് ഈ സൗമ്യത ഉണ്ടാകുന്നത്. സൗമ്യത ശരിയാകും. ഭർത്താവ് 4 കാലേ വീണ് കുടിച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ മോന്തക്കിട്ട് 2 കാച്ച് കാച്ചിയാലും ഈ ഭാര്യ, ചില ആന്തരികമായ അഭിഷേകം കിട്ടിയ ഭാര്യമാർ പ്രാർത്ഥനയോടെ നിൽക്കും. എന്താണ്? ഇന്നല്ലെങ്കിൽ നാളെ ആ മനുഷ്യനെ കർത്താവ് തൊടും എന്നാണ് പറയണത്. തൊടും, അതാണ് സൗമ്യത. അപ്പോൾ അവൾക്ക് ഇതുപോലെയുള്ള എടുത്ത് കയറ്റമൊന്നുമില്ല, വെയിറ്റ് ചെയ്യാണ്. അതായത് പ്രത്യാശ നമ്മളെ
നിരാശരാക്കുന്നില്ല. എന്താ കാര്യം? നമ്മൾ ചിന്തിയിരിക്കുന്ന പരിശുദ്ധ. ഇതുകൊണ്ടാണ് നിങ്ങൾ വചനം വായിക്കണമെന്ന് പറഞ്ഞത്. ഉടമ്പടി കൊണ്ടുവന്നിട്ട് ഇങ്ങനെ നിയോഗങ്ങൾ എഴുതി കെട്ടിത്തന്നല്ല പ്രശ്നം. അത് ആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വചനങ്ങളുണ്ട്. അത് വരണത് വ്യാഖ്യാനങ്ങളാണ് വരണത്. ഉടമ്പടി ധ്യാനം കുടുംബം മാത്രമേ ഇത് മനസ്സിലാകത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ ഇത് മനസ്സിലായില്ലെങ്കിൽ പഴയ ലോകത്താനായിട്ട് തന്നെ ജീവിക്കും. അത് ഒരു വശമായിട്ട് പോകും. വീട്ടിൽ നിങ്ങൾ പഴയ ആൾക്കാർ തന്നെ ജീവിക്കും. അങ്ങനെ അത് ജീവിക്കാതിരിക്കാനാണ് നിങ്ങളോട് പറയണത്. എന്താണ്? നിങ്ങൾ ഉടമ്പടി ധ്യാനം കൂടണം. പിന്നെ എന്താ ചെയ്യണത്? അരമണിക്കൂർ വെച്ച് വചനം വായിക്കണം, പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടാനും, ഉടമ്പടി ധ്യാനം മുടങ്ങാതെ കൂടുവാനും, മുടങ്ങാതെ വചനം വായിക്കുവാനും, മുടങ്ങാതെ വചനം വായിക്കുവാനും എന്നെ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഉടമ്പടി ആരാധനയിലൂടെ വചനത്തോടുള്ള ദാഹം ഞങ്ങളിൽ ഉണർത്തണമേ. അഭിഷേകം നൽകണമേ. ഹല്ലേലൂയ. ഈ ജിൻസി എന്ന് പറയുന്ന സഹോദരിയെ കുറിച്ചല്ല നമ്മൾ പറഞ്ഞുകൊണ്ട് ഈ അലക്സിൻ്റെ ഈ അന്ത്യകുദാശ കൊടുത്തെന്ന് പറഞ്ഞ അലക്സിനെ ജിൻസിയുടെ ആ ഉള്ളിലുണ്ടായിരുന്ന ദൈവം കൊടുത്ത വെളിപാട് പോലെ തന്നെ അവിടുന്ന് പൂർണ്ണമായി സുഖപ്പെടുത്തി നടത്തിക്കൊണ്ടാണ് അവൾ തിരിച്ച് വീട്ടിലോട്ട് പോരണത്. ആ സാക്ഷി അവസാനിക്കണം അങ്ങനെയാണ്. അതായത് നിങ്ങൾ ഇപ്പം എന്താ സംഭവിച്ചിരിക്കുന്നത് വെച്ചാൽ എന്താണ് ജിൻസിയുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ജിൻസി മൈനർ മിറക്കിളിൽ നിന്ന് മേജർ മിറക്കിളിലേക്ക് ചേഞ്ച് ചെയ്ത്. മനസ്സിലായില്ല? അറിവ് എന്താ പറയണത്? അറിവ് നമുക്കെന്ത് തരുന്നു? അനുഭവം തരുന്നു. ഈ അനുഭവത്തിൽ തന്നെ എന്തൊക്കെയാണ് ഉള്ളത്? മൈനർ എക്സ്പീരിയൻസ് ഉണ്ട്, മേജർ എക്സ്പീരിയൻസ് ഉണ്ട്. ചില ആൾക്കാരൊക്കെ ഈ മൈനർ എക്സ്പീരിയൻസ് മാത്രം കിട്ടി മൂക്കിലെ പനിമാർ, മുട്ടയെ പനിമാർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അവരുടെ ജീവിതത്തിൽ മൈനർ എക്സ്പീരിയൻസ് മാത്രമേ ഉള്ളൂ അവർക്ക്. എന്താ കാര്യം? അവിടെ അറിവ് മൈനറാണ്. അതുകൊണ്ടാണ് ഈശോ പറഞ്ഞത്, നിങ്ങൾ ആഴങ്ങളിലേക്ക് നീക്കി വൻമീനുകളെ പിടിക്കാൻ, കൃപയുടെ വൻമീനുകളെ പിടിക്കണം. എന്നുവെച്ചാൽ കുറച്ച് ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീങ്ങണം. ഉടമ്പടിയുടെ ഒരു പ്രഖ്യാപന ലക്ഷ്യം എന്താ? ഉടമ്പടി നിങ്ങളെ ആധ്യാത്മികതയുടെ ആഴങ്ങളിലേക്ക് നീക്കുന്നു. അതപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ജിൻസിയെ സംബന്ധിച്ചുള്ള എന്താ സംഭവിച്ചിരിക്കുന്നത്? ഭർത്താവിനെയും കിട്ടി, അവൾ ആധ്യാത്മികമായി വളരുകയും ചെയ്തു. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങ് നൽകുന്ന ശോധനകളില് ശംഖ് പതറിപ്പോകാതെ നിശബ്ദതയോടെ പ്രത്യാശയോടെ പരിശുദ്ധാത്മാവിന്റെ നിറവോടെ ദൈവസ്നേഹത്തോടെ അതിനെ അഭിമുഖീകരിക്കുവാനും ആ അനുഭവത്താൽ എന്താ? അനുഭവം എന്തിനാ? സാക്ഷ്യം പറയാനാണോ? അല്ല. അറിവ് നമുക്ക് അറിവ് നമുക്ക് എന്ത് ചെയ്യും? അനുഭവം തരും. അനുഭവം നമുക്ക് എന്താ തരണത്? ബോധ്യം. ഇപ്പം ജിൻസിക്ക് എന്താ കിട്ടിയിരിക്കണത്? ബോധ്യം. എന്താണ്? ഈ കാലം കഴിഞ്ഞു പോകും. എന്ത് സങ്കടം വന്നാലും ഞാൻ ഉടമ്പടിയെടുത്ത അമ്മ എനിക്ക് വേണ്ടി മധ്യസ്ഥം വഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ജീവിതത്തെ ഞാൻ എന്ത് ക്രൈസിസ് ആയാലും കാഷ്വാലിറ്റി ആയാലും എനിക്കിനി അതിജീവിക്കാൻ കഴിയും. കാരണം എന്താണ്? ഞാൻ ഉടമ്പടിയിലാണ്. പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, ഇത്തരം ആന്തരിക അവബോധത്തിലേക്ക്, ആത്മീയ ബോധ്യത്തിലേക്ക് എന്നെ നയിക്കണമേ. അപ്പം ഓരോ സാക്ഷ്യവും ഞാനിപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട അച്ഛന്മാരോട് പറയുവേ, കൃപാസനം എന്ന് പറയുന്നത് സാക്ഷ്യമാണ്. എന്താ കാര്യം? സാക്ഷ്യം എന്ന് പറയുന്നത് ബോധ്യമാണ്. അപ്പോൾ ബോധ്യം ആൾക്കാർക്ക് എന്താ കൊണ്ട് നൽകണത്? ബോധ്യമാണ് നൽകണത്. ബോധ്യം. ഇപ്പോൾ അറിവ് അനുഭവം നൽകുന്നു. അനുഭവം നൽകും, ബോധ്യം നൽകും. ഇപ്പം ജിൻസിക്കൊരു ബോധ്യം കിട്ടിയില്ലേ? ഈ ബോധ്യം പക്ഷേ ആദ്യം ഉണ്ടായിരുന്ന വൈശാഖിനില്ലായിരുന്നു. വൈശാഖ് എപ്പോഴും നോക്കിക്കൊണ്ടിരുന്ന കൃപാസനത്തെക്കുറിച്ച് മോശം വീഡിയോ ആര് പറഞ്ഞാൽ അത് നോക്കും, എന്നിട്ട് കമൻറ്റ് ചെയ്യാൻ വേണ്ടി. അന്ന് കൃപാസനത്തെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യമുണ്ട്, നമുക്ക് ജോലി ചെയ്യാം, നമുക്ക് ബുദ്ധിയുണ്ട്, നമുക്ക് പിന്നെ അതുകൊണ്ട് അയാൾ പറയും ഞാൻ അഹങ്കാരിയായിപ്പോയെന്നാണ് പറഞ്ഞത്. വൈശാഖ് പറയുന്ന ഒരു വിഷയമുണ്ട്. അതായത് എപ്പോഴും കുഴപ്പമില്ലാത്ത ഒരു ജോലി എനിക്കുണ്ട്, അതായിരുന്നു എൻ്റെ അഹങ്കാരമെന്ന്. മനുഷ്യൻ്റെ ഏറ്റവും വലിയ പ്രോബ്ലം അതാണ്. എനിക്കും ഉണ്ടാവും, നിങ്ങൾക്കും ഉണ്ടാവും. നമ്മൾക്കുള്ള ഒരു വിഷയത്തെക്കുറിച്ച് നമ്മൾ കണ്ടൻറ്റഡ് ആയിരിക്കും. പിന്നെ അവിടെ ദൈവത്തിന് സ്പേസ് ഇല്ല. അഹങ്കാരത്തിൻ്റെ ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുഴുവൻ ദൈവത്തിൻ്റെ സ്പേസ് അത് കൈകാര്യം ചെയ്യുമെന്നുള്ളതാണ്.
ഇപ്പോൾ ഒരു മുറി മുഴുവനും മേശയും കസേരയുമാണെങ്കിൽ നമുക്ക് അകത്തോട്ട് കിടക്കാൻ പറ്റുമോ? അതുപോലെയാണ് ഈ സംഭവം. നമ്മൾ തന്നെയായിരിക്കും അതിൻ്റെ അകത്ത് മുഴുവനും. അപ്പോൾ ദൈവത്തിന് അതിൻ്റെ അകത്ത് പ്രവേശനമില്ല. അതാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ചാൽ, ഒരു പ്രാവശ്യം ഈ വൈശാഖിൻ്റെ ഭാര്യയുണ്ട് അന്ന, അവർ മിക്സഡ് മാരേജാണ്. അന്ന വൈശാഖിന് രണ്ടുപേരും ദുബായിലാണ്. അന്ന വൈശാഖിനോട് പറയും, ഇച്ചയ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ട്, പൊടി പൊടി എന്ന് പറയാം. ഈ അന്ന പറഞ്ഞാണ്, ഇച്ചയ തൊണ്ടയ്ക്ക് എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നത്, തടയി നോക്കി പറയും, എടി പൊടി എന്ന് പറഞ്ഞ് ഇവളത്ത് ഓടിച്ചിടും, സമ്മതിക്കത്തില്ല. അപ്പോൾ അത് പുള്ളിക്കാരൻ പറയും, അത് പുള്ളി നല്ല ഈ ജിംനേഷ്യനാണ്, നല്ല ആരോഗ്യമുള്ള ആളാണ്. അപ്പോൾ പറയും, എൻ്റെ ബോഡി ബിൽഡിങ്ങിൻ്റെ ആണ് ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നണത്, അല്ല കഥയൊന്നുമില്ലെന്ന് പറയും. പക്ഷേ 2 ആഴ്ച കഴിയുമ്പോൾ പിന്നെ അന്ന പറയും, അച്ഛാ തൊണ്ടയ്ക്ക് എന്ത് കുഴപ്പമുണ്ടല്ലോ എന്ന് പറയും. അപ്പോൾ പിന്നെ ഇവളോട് ഭയങ്കര സ്നേഹമായത് കാരണം എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറയും. എന്നാൽ പിന്നെ പോയി നോക്കാമെന്ന് പറഞ്ഞ് ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പിക്ചർ ആപ്പാടെ മാറും. എന്താ കാര്യം? ഇത് തൈറോയിഡ് ക്യാൻസറാണ് സംഭവം. തൈറോയിഡ് ക്യാൻസർ ആകുമ്പോൾ പിന്നെ അവിടെ ദുബായിൽ വേണ്ടത്ര മെഡിക്കേഷൻ ഇല്ല. അവളെ നേഴ്സാണ്, അവളവിടെ നിൽക്കും. എന്നിട്ട് ഇയാളെ നാട്ടിലേക്ക് പറഞ്ഞു വിടും. നോക്കിയേ, 1 സെക്കൻഡ് കൊണ്ട് കാര്യങ്ങൾ മാറുന്നു കണ്ടില്ലേ? 1 സെക്കൻഡ് കൊണ്ട് കാര്യം മാറും. എല്ലാം ഓക്കെ ആയിരുന്നൊരു കുടുംബത്തിലാണ് പെട്ടെന്ന് കാലാവസ്ഥ മാറണം. കണ്ട, വൈശാഖ് നാട്ടിലും അന്ന ദുബൈയിലുമാണ്. പിന്നെ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇതൊരു ഓപ്പറേഷനിലേക്കാണ് പോണത്. നാട്ടിൽ വന്നും അത് സ്കാൻ ചെയ്തെടുത്ത് നോക്കിയപ്പോഴും അത് തൈറോയിഡിൽ ക്യാൻസർ തന്നെയാണ്. അതോടുകൂടി ഈ മനുഷ്യൻ അസ്തമിക്കാൻ തുടങ്ങും. വല്ലാത്ത രീതിയിൽ വിഷമവും വേദനയും, കാലാവസ്ഥ മുഴ അങ്ങനെ വലുതാകാൻ തുടങ്ങും. അതോടുകൂടി തൻ്റെ കയ്യിൽ നിന്ന് ജീവിതം വിട്ടുപോകണമെന്ന് കണ്ടപ്പോൾ പിന്നെ എന്താണ്, താൻ പണ്ട് ട്രോള് വായിച്ച് കമൻറ്റ് ചെയ്ത ആ സ്ഥലത്തേക്ക് ഈ മനുഷ്യൻ തിരിച്ചു വരും. ആൾ തിരിച്ചു വന്ന് കണ്ടില്ലേ? കാര്യം അവസാനത്തെ അഭയം. അപ്പോൾ എനിക്ക് മനസ്സിലായി, കൃപാസനത്തിൽ വരാം. പണ്ട് ഭാര്യയുമായിട്ട് ഒന്ന് വന്നതാണ്. അന്ന് ഭാര്യനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ട് ഇവിടെ വരുന്ന ആൾക്കാരെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. ഏതെല്ലാം തരത്തിൽ വൈശാഖ് ചെയ്തുകൊണ്ടിരുന്ന പരിപാടി, ഇവിടെ വരുന്ന ആൾക്കാരൊക്കെ നോക്കും എന്തെല്ലാം തരത്തിലുള്ള ആൾക്കാരുടെ വരുന്നത്. ആൾക്കാരുടെ എണ്ണം കാണുമ്പോൾ കുറേ കാശ് അച്ഛൻ ഉണ്ടാക്കുന്നുണ്ടല്ല. ഇതൊക്കെ ചിന്തിച്ചിട്ടാണ് ഇവിടെ ഇവിടെ നിന്നത്. ഇതെല്ലാം ചിന്തിച്ചിട്ടാണ്. നമുക്കറിയാമല്ലേ, അത് കൃപാസനത്തിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം മാതാവിൻ്റെ നാളെ കാലങ്ങളിലുള്ള തീർത്ഥാടനത്തിൻ്റെ സൗകര്യത്തിന് വേണ്ടി എല്ലാം നമ്മൾ ക്രമീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. എന്നാലും മനുഷ്യൻ ചിന്തിക്കുന്ന ചിന്ത കണ്ടില്ലേ? ദേവാലയത്തിൽ വന്നിട്ടും ചിന്തിക്കുന്നതിനെക്കുറിച്ച് ഭൗതിക ചിന്തയാണ് വരണത്, ആധ്യാത്മിക ചിന്തയല്ല. ഈ കുരങ്ങനെ കൊണ്ട് ചൂടുപായസം കുഴപ്പിച്ചിട്ടുണ്ടെങ്കിൽ പറഞ്ഞാൽ ഭാര്യനെ കൊണ്ട് ഉടമ്പടി എടുത്തിട്ട് ഭർത്താവ് ലോകകാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഇവിടെ ഇരിക്കുകയാണ് ഇതിൻ്റെ അകത്ത്. ഇനിയിപ്പോൾ തട്ടിപ്പായിരിക്കുമോ ഇനി? അതൊക്കെയാണ് പുള്ളി ചിന്തിക്കണത്. പക്ഷേ ഇത് എടുത്ത് കഴിഞ്ഞ് പോയതിന് ശേഷമാണ് പിന്നീട് പുള്ളിക്കാരന് ഈ ഡെവലപ്മെൻറ്റ്സ് ഉണ്ടാകണത്. അതോടുകൂടി പുള്ളി വല്ലാത്തൊരവസ്ഥയിലാവും. അതിനുശേഷം 2 പേരും അങ്ങനെ ഉടമ്പടി എടുക്കും. ഉടമ്പടി എടുക്കുമ്പോൾ വൈശാഖ് പറയണത്, എനിക്ക് ലൈഫ് തരണമെങ്കിൽ, തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ നിത്യതയെ ലക്ഷ്യമാക്കി ജീവിക്കുമെന്നാണ്. എന്ന് ഉടമ്പടി തുടരും. അതായത് എതിർത്ത് നിൽക്കുന്നവരെ ദൈവാനുഭവം പ്രാപിച്ചാൽ അവർക്ക് കിട്ടുന്ന ബോധ്യമെന്ന് പറയണത് വല്ലാത്ത ബോധ്യമായിരിക്കും. ഇത് അമ്മയുമായിട്ട് ഇയാൾ ഒരു ഡിസ്കഷനിൽ, അമ്മ എനിക്കൊരു ലൈഫ് തിരിച്ചു തരികയാണെങ്കിൽ ഞാൻ പിന്നെ നിത്യമായിട്ട് ഉടമ്പടി ജീവിക്കും, നിത്യതയ്ക്ക് വേണ്ടി ജീവിക്കും എന്നൊക്കെ ഈ മനുഷ്യൻ എല്ലാം തകർന്ന് ദൈവത്തോട് പറയും. അതുപോലെ തന്നെ പിന്നെ ഞാൻ മുമ്പ് നിങ്ങളോട് പറഞ്ഞില്ലേ, ഉടമ്പടി ഇങ്ങനെ വെറുതെ ചെയ്യുക മാത്രമല്ല, വൈശാഖിൻ്റെ മുമ്പിൽ അദ്ദേഹത്തിന് കുറേ കാശൊക്കെ ചിലവായല്ലോ, ഓപ്പറേഷനൊക്കെ നടന്ന്. അപ്പോൾ കുറേ കാശ് ചിലവായി. ഇവർ സാമ്പത്തികമായിട്ട് തകർന്നുപോയി. അപ്പോൾ ഇതിൽ നിന്ന് റിലീവ്ഡ് ആകുകയും അതേസമയം തന്നെ സാമ്പത്തികമായിട്ട് ഇയാൾ തകർന്നു പോവുകയും ചെയ്യും. കാര്യം ലക്ഷക്കണക്കിന് രൂപ പോയില്ലേ. ജോലിക്ക് പോയിട്ടും കുറേ നാളായി. ഭാര്യ മാത്രമേ ജോലിക്ക് പോകാനുള്ളൂ.
കടം അതിനേക്കാൾ ഇരട്ടിയായി വന്നപ്പോൾ ഒരു ദിവസം ഇയാൾ ദുബായിലെ സ്ട്രീറ്റിലൂടെ വരുമ്പോൾ ഒരു ധർമ്മക്കാരൻ ഇയാളുടെ മേലെ കൈ നീട്ടിയപ്പോൾ എന്നാ പറ്റിയെന്നറിയാമോ? ഇവർ ഭയങ്കര സാമ്പത്തികമായിട്ട് പാപ്പരായ മനുഷ്യരായിപ്പോയി. കുറേ ചിലവൊക്കെ വന്ന് ഒന്നും ഇല്ലാതായി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴേ ഈ മനുഷ്യൻ്റെ പോക്കറ്റിൽ ഈ ധർമ്മക്കാരനെ കണ്ടപ്പോഴേ ഈ ഉടമ്പടിക്കുള്ളൊരു ഗുണവതാണ്. ഉടമ്പടി നിങ്ങളെ എപ്പോഴും മറ്റുള്ളവരെ കരുതാൻ പറയും. അപ്പം അങ്ങനെ ഉടമ്പടി ഒരു കൾച്ചർ ബേസിൽ പുള്ളിക്ക് മറ്റുള്ളവരെ കരുതാനുള്ള ഒരു പ്രത്യേക മോട്ടിവേഷൻ ഉടമ്പടിയിലൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന് മനസ്സിലുണ്ട്. അപ്പോൾ ഈ ധർമ്മക്കാരൻ ഇയാളുടെ മുമ്പിൽ കൈ നീട്ടിയപ്പോൾ ഇയാൾക്ക് ആണെങ്കിൽ അന്ന് അത്താഴത്തിനും എത്രയോ 2 പേർക്കും ജോലി ഉണ്ടായിരുന്നതാണേ. ഇപ്പം ഈ ഒരു പ്രത്യേകത്തിൽ പൈസ എല്ലാം പോയി. അപ്പോഴേ ഇയാൾ ഈ ധർമ്മക്കാരൻ കൈ നീട്ടുമ്പോൾ ഭാര്യയെ വിളിച്ച്, അത് അന്ന് അവളവിടെ ഭാര്യയെ വിളിച്ച് ചോദിക്കും, എടി അത്താഴത്തിന് എന്നാണെന്ന് ചോദിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്താഴത്തിനുള്ള കാശാണ് ഈ പോക്കറ്റിൽ കിടക്കണത്. വല്ല ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങിച്ചുകൊണ്ട് വീട്ടിൽ പോകണം. അതിൻ്റെ ഉദ്ദേശത്തിലാണ് ഇവിടെ നടന്ന് വരണത്. അപ്പോൾ അതിൻ്റെ അകത്ത് 10 ദിർഹംസ് ഉണ്ട്. തട്ടിപ്പിടിച്ച് 220 രൂപ പുള്ളിയുടെ പോക്കറ്റിൽ കിടപ്പുണ്ട്. അപ്പോൾ 220 രൂപ കിടപ്പുണ്ട്. ഭാര്യയെ വിളിച്ച് ചോദിക്കും, എടീ അത്താഴത്തിന് എന്നാന്ന് ചോദിക്കും. അപ്പോൾ പറയും, നിങ്ങൾക്ക് കൊളസ്ട്രോൾ അല്ലേ, നിങ്ങൾ ഡയറ്റിലാണ്, നിങ്ങൾക്ക് ഞാൻ സവാളയും തൈരും അരിഞ്ഞു വെച്ചിട്ടുണ്ട് രാത്രി, അതുപോരെ, ഞാൻ പിന്നെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാമെന്ന് പറയും. എന്നാണോ ചോദിക്കാൻ കാര്യം? അല്ലോ ഒരു ധർമ്മക്കാരൻ എൻ്റെ അടുത്ത് നിൽക്കണേ, ആ കൊടുത്തിട്ട് പോരാൻ പറയും. അപ്പോൾ ഉടനെ ഈ മനുഷ്യൻ ഇതിൻ്റെ അകത്തുള്ള 10 ദിർഹംസ് അയാൾക്ക് കൊടുക്കും. എന്നിട്ട് പോയി അയാൾക്ക് സവാളയും ഇത് മതി, സവാളയും തൈരും മതി രാത്രി. അപ്പോൾ അത് കൊടുക്കാനും തൻ്റെ കയ്യിൽ അത്താഴത്തിനുള്ള വക കൂടി കൊടുക്കാൻ വേണ്ടി അയാൾക്ക് ഒരു ആന്തരികമായ അഭിഷേകം കിട്ടും. ഇതാണ് സംഭവം, പിടിയിട്ടില്ലേ? അപ്പോൾ ഈ 10 ദിർഹംസ് അയാൾക്കെടുത്ത്, ധർമ്മക്കാരൻ അത്രയും പ്രതീക്ഷിച്ചില്ല, വല്ല 2-3 ദിർഹംസ് കിട്ടുമെന്നാണ് വിചാരിച്ചത്. അവ കൈ പുകയിലുണ്ടായിരുന്ന 10 ദിർഹംസും കൊടുത്തു. 10 ദിർഹംസ് കൊടുത്തോടുകൂടിയല്ല ഈ ധർമ്മക്കാരൻ കൈ നീട്ടി ഈ മനുഷ്യൻ സന്തോഷത്തോടെ ഈ മനുഷ്യൻ തലയെ കൈവച്ചു. അത് വലിയ സന്തോഷത്തോടെ ഈ മനുഷ്യൻ കൈകൂപ്പി ധർമ്മക്കാരൻ്റെ ആശീർവാദം മേടിച്ച് വീട്ടിൽ വന്ന് സന്തോഷത്തോടെയാണ് ആ മനുഷ്യനത് കൊടുത്തത്. കാര്യം നമ്മൾ കൊടുക്കുമ്പോൾ അളിഞ്ഞ മോന്തമായിട്ട് കൊടുക്കുന്ന ആൾക്കാരുണ്ട്, പത്രം അങ്ങനെ ചെയ്യണവരുണ്ട്. അളിഞ്ഞ മോന്തമായിട്ട് പത്രം കൊടുക്കും. ഇത് കൊടുത്ത് അവസാനിപ്പിക്കണമല്ലോ ആർക്കെങ്കിലും, ഇനി ആർക്കോട്ടെ ഏത് പണ്ടാരത്തിൽ കൊടുക്കാനാണ് ഇങ്ങനെ കൊടുക്കുന്നവരുണ്ട്. സന്തോഷത്തോടെ കൊടുക്കണം. കഴിഞ്ഞ ദിവസങ്ങളിൽ സരസ്വതി ഇവിടെ ഒരു കിടിലൻ സാക്ഷ്യം പറഞ്ഞു. സരസ്വതി എന്ന് പറയുന്നത് കണ്ണൂരിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ അവർ പറയണേ, എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി ഉടമ്പടി മാതാവിൻ്റെ അടുത്ത് വന്നിട്ട് തിരിച്ചു പോകണമെങ്കിൽ 3 ദിവസം വേണം, അങ്ങോട്ടും ഇങ്ങോട്ടും ട്രെയിൻ യാത്രയിൽ. അപ്പോൾ സരസ്വതി ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 3 കെട്ട് പത്രം മേടിച്ചുകൊണ്ട് പോകും. എന്നിട്ട് രാവിലെ അവിടെ ചെന്ന് 3-ാം ദിവസം അവിടെ എത്തുമ്പോൾ ഒരു കട്ടൻ ചായ കുടിച്ചിട്ട് പത്രം കൊടുക്കാൻ ഇറങ്ങും. തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ സന്ധ്യ വരെ ആ പത്രം ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കും. വെറുതെ ഇട്ടും പോണതല്ല, തൻ്റെ അനുഭവങ്ങൾ പറഞ്ഞ് ഇതുകൊണ്ട് മാതാവിന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകണമെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് കൊടുക്കുന്നത്. അത് കൊടുക്കുമ്പോൾ വിശപ്പും ദാഹവും അറിയാതെ അത് ആന്തരിക സൗഖ്യം പ്രാപിച്ചിട്ടാണ് സരസ്വതി തിരിച്ചു വരണത്. അവർക്ക് തന്നെ ആ ഒരു മേഖല പണ്ടുണ്ടായിരുന്ന നിരാശയും സങ്കടത്തിൻ്റെ മേഖലയിൽ നിന്നുണ്ട്. അതായത് അവിടെ ഭൗതിക സാഹചര്യം മാറ്റമില്ല, പക്ഷേ ആ ഭൗതിക സാഹചര്യം പണ്ടുണ്ടായിരുന്ന ആഴവും അതിൻ്റെ തീപ്പൊള്ളൽ ഇന്ന് അനുഭവിക്കണില്ല. അവിടെ സരസ്വതിക്ക് ആന്തരിക അഭിഷേകം കിട്ടിയിട്ടുണ്ട്. ആ വിഷയത്തിൽ തനിക്കിപ്പോൾ ഒന്നും സംഭവിച്ചിട്ടില്ല, ദൈവം തന്നെ നോക്കുന്നുണ്ടെന്ന രീതിയിൽ വളരെ ആന്തരികമായ കൃപയിലാണ് ഇവർ പോണത്. പക്ഷെ അവിടെ ജോലി അവർ മനോഹരമായിട്ട് ചെയ്യണേ. ഇത് തന്നെയാണ് ഇപ്പോൾ വൈശാഖിന് സംഭവിച്ചിരിക്കുന്നത്. വൈശാഖിന് ഈ അനുഗ്രഹം കിട്ടി, ധർമ്മക്കാരൻ്റെ അനുഗ്രഹം കിട്ടിയോടുകൂടി ഈ മനുഷ്യന് ഭയങ്കര, ഈ നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ ഈ ഒരു ഭയങ്കര ത്രസിപ്പ് തോന്നി. വന്ന് ഭാര്യയോട് പറഞ്ഞിട്ടും തീരില്ല, അയാളെന്നെ അനുഗ്രഹിച്ചെന്ന് പറയും. അപ്പോൾ വൈഫ് പറയാം, അയാളല്ല അനുഗ്രഹിച്ചത്, കർത്താവാണ് ഇങ്ങനെ അനുഗ്രഹിച്ചെന്ന് പറയും. എന്ന് വെച്ചാൽ അയാളിലൂടെ, അതാരാണെന്ന് നമുക്കറിയത്തില്ലല്ലോ, അതാരാണ് ധർമ്മക്കാരെന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോൾ പരീക്ഷിക്കാൻ വേണ്ടി ദൈവം നിൽക്കണ അറിയത്തില്ലല്ലോ. പക്ഷേ ദൈവം നിന്നതുപോലെയാണ് സംഭവിക്കണത്. പെട്ടെന്ന് പിറ്റേ ദിവസം കമ്പനിയിൽ നിന്ന് വിളിച്ചിട്ട്, വൈശാഖേ നിങ്ങൾ തിരിച്ച് റീജോയിൻ ചെയ്യണില്ലേ, നിങ്ങൾക്ക് എത്ര രൂപ ചിലവായി, നിങ്ങളുടെ ഇൻഷുറൻസ് ശരിയായില്ലെന്നാണ് കമ്പനിയിൽ നിന്ന് കേൾക്കണത്, കമ്പനി പറയണത്. അപ്പോൾ സാറേ ശരിയായിട്ടില്ല, കാശെല്ലാം പോയി, പേരെടുത്ത കാശെല്ലാം പോയി, എല്ലാം ആശുപത്രിയിൽ പോയി, ഇൻഷുറൻസ് ശരിയായിട്ടില്ല, താൻ കുഴപ്പമില്ല, ഇങ്ങോട്ട് പോരാൻ പറ്റും. നാളെ തൻ്റെ അക്കൗണ്ടിലേക്ക് ഇപ്പോൾ ഞങ്ങൾ 10 ലക്ഷം ദിർഹംസ് വിടുന്നുണ്ടെന്ന്. ഒന്ന് ചിന്തിച്ച് നോക്കി.
ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി. അയാള് ആ 10 ലക്ഷം ദിറംസ് 10 ദിറംസിനും ആ കൊടുക്കണ കണ്ടില്ല. അപ്പം ഞാനങ്ങനെ ഓർത്തെന്നറിയോ, ഈ കർത്താവിൻ്റെ വചനം, ആ വചനത്തിൽ നമ്മൾ സന്തോഷത്തോടെ അത് കൈമാറി കഴിയുമ്പോൾ ദൈവം വാഗ്ദാനങ്ങൾ പാലിക്കും ആരോടായാലും. അത് വൈശാഖമായാലും ശരി ശരി, അതുപോലെ തന്നെ എക്സോർബൈ ആരാണ് ദൈവത്തോട് സന്തോഷത്തോടെ വചനം പാലിക്കേണ്ടത്. അങ്ങനെ ഒരു വചനമുണ്ട് കേട്ടോ, ലുക്കാ 6:38. അതെ, കൊടുക്കുവിൻ നിങ്ങൾക്കും കിട്ടും. പറഞ്ഞ കൊടുക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും. അമർത്തിക്കുലുക്കി അമർത്തിക്കുലുക്കി നിറച്ചളന്ന് അവർ നിങ്ങളുടെ മടിയിൽ ഇട്ടുതരും. അതാണ് ആരാണ് തന്നത്? അവനാണ്. ആര്? ദൈവം. ആരുടെ വചനമാണ്? ഇതെല്ലാം വാഗ്ദാനമാണ്. കിട്ടും, കൊടുക്കും, ലഭിക്കും എന്നൊക്കെ പറയുന്നത് എല്ലാം പ്രോമിസാണ്. ഉടമ്പടി വർക്കൗട്ട് ചെയ്യണത് 8870 പ്രോമിസിലാണ് വർക്ക് ചെയ്യണത്. ഞാൻ കോവിഡ് പിടിച്ച് 2 മാസത്തോളം 1.5 മാസത്തോളം, എനിക്ക് 2 പ്രാവശ്യം കോവിഡ് പിടിച്ചു കേട്ടോ. നിങ്ങൾ അറിഞ്ഞോ? നിങ്ങൾ അറിഞ്ഞില്ലല്ലോ അല്ലേ? 2 പ്രാവശ്യം എനിക്ക് കോവിഡ് പിടിച്ച്. എന്താ, ആരാ കോവിഡ് തന്നത്? നിങ്ങളല്ലേ തന്നത്. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ എനിക്ക് കിട്ടിയല്ലേ, ഞാൻ പുറത്ത് പോകണില്ലല്ലോ. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, കോവിഡ് കാലത്തും ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, ജനങ്ങളുടെ വിഷയങ്ങൾ കേട്ടോണ്ട് തന്നെ. അപ്പോൾ ഒത്തിരി പേര് വരുമ്പോൾ ആരെങ്കിലും കയറി കയ്യെ പിടിക്കുക, അല്ലെങ്കിൽ അടുത്ത് നിൽക്കുക, തുമ്മുകയോ ചെയ്യുമ്പോൾ അത് കിട്ടും. അതാണ് 2 പ്രാവശ്യം കിട്ടിയത്. അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം കിട്ടിയപ്പോൾ 1.5 മാസം ഞാൻ കിടന്നുപോയി. കാര്യം 1.5 മാസം ഞാനും വിജയകുമാർ മാത്രം എൻ്റെ കയ്യിലും ഉണ്ട്. അപ്പം ഞാനിങ്ങനെ അദ്ദേഹത്തിൻ്റെ ഹോട്ടലിൽ കിടക്കുകയാണ് ഒറ്റയ്ക്ക്. അപ്പോൾ എന്നെ നോക്കിയത് മുഴുവനും നാഫർ എന്ന് പറഞ്ഞൊരു മുസ്ലിം സഹോദരനാണ്. അയാളാണെങ്കിൽ എൻ്റെ പൾസും എൻ്റെ ശ്വാസവും നോക്കാൻ വേണ്ടി വട്ടം കിടക്കുകയാണ് അവിടെ. കഴിഞ്ഞ ദിവസം ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട അയാളെ കണ്ടപ്പോൾ. ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു എന്നെ കാണാൻ വേണ്ടി. അന്ന് 1.5 മാസം രാത്രി എനിക്ക് എന്തെങ്കിലും സംഭവിക്കുക, ശ്വാസം കിട്ടാത്ത ദിവസങ്ങളായിരുന്നു അത്. അപ്പോൾ എൻ്റെ മേലിൽ ജവമാല ഉണ്ടായിരുന്നു. അപ്പോൾ ഈ നാഫർ അടുത്ത് കിടക്കുകയാണ് വട്ടം. എന്നുവെച്ചാൽ ഞാൻ എന്തെങ്കിലും ഒരു പന്തികേട് കണ്ട അപ്പോൾ പുള്ളിക്ക് അകത്തോട്ട് വരാൻ വേണ്ടി പുള്ളി പുറത്ത് കിടക്കുകയാണ്. അപ്പോൾ ഞാൻ ഓർക്കണേ, ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കാണാത്തൊരു മനുഷ്യനാണ്. ഈ ഒരു കാലഘട്ടത്തിൽ എൻ്റെ ബന്ധുക്കളല്ല, സ്വന്തപ്പെട്ടുള്ള സഹപ്രവർത്തകരല്ല, ആരുമല്ല. ഇത് നിങ്ങൾ ഓർക്കണം. എന്താ പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ ഓരോരുത്തരെയും താങ്ങണതും തലോടണമെല്ലാം നാളെ നിങ്ങൾക്ക് അവർ പ്രയോജനപ്പെടുമെന്നുള്ള ഉദ്ദേശത്തിലാണ്. പക്ഷെ നിങ്ങൾ താങ്ങേണ്ടതും തലോടേണ്ടതും ദൈവത്തെ മാത്രമാണ്. എവിടെയെങ്കിലും നിങ്ങൾക്ക് അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ ആ അറ്റാച്ച്മെൻറ്റ് വെച്ചായിരിക്കും നിങ്ങൾക്ക് പണി കിട്ടാൻ പോണത്. പക്ഷേ ദൈവത്തോട് മാത്രം അറ്റാച്ച്മെൻ്റ് ഉണ്ടെങ്കിൽ നമ്മളുടെ യഥാർത്ഥ സമയത്ത് ദൈവമാണ് ആളെ ദൂത വിടുന്നത്. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കും. ശ്രുതികട ഹല്ലേലൂയ. ടേക്ക് ദ വേർഡ് ഓഫ് ഗോഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പുറപ്പാട് 23:20. പുറപ്പാട് 23:20. ഇതാ പറഞ്ഞേ, ഇതാ ഒരു ദൂതനെ നിനക്ക് മുൻപേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. ഞാൻ. അപ്പൊ ഈ നാഫർ ആരാണ് എൻ്റെ ഇരിക്കണേ? അവൻ്റെ ദൂതനാ. ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനെ അയക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ എൻ്റെ ദൂതനെ അയക്കും. എപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം അവനെന്ത് ചെയ്യും? അവൻ നിന്റെ വഴികളിൽ, പറഞ്ഞേ, നിന്നെ കാത്തുകൊള്ളും. അപ്പൊ നമ്മുടെ കാവൽ ഏർപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ബന്ധുക്കളെ സ്വന്തപ്പെട്ടവരോ ഒന്നും അല്ല. ആരെയാണ്? ദൈവത്തെയാണ്. അവൻ്റെ ദൂതനാണ്. അതായത് ഞാൻ എന്തിനാ ഇപ്പം നിങ്ങളോട് ഇങ്ങനെ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ടൈം നിങ്ങൾ മാനേജ് ചെയ്യണം. ചില ആൾക്കാർ മക്കളെ എന്ന് പറഞ്ഞ് മരിക്കാൻ നടക്കുന്നുണ്ട്. ചില അമ്മമാർ അവനോട് ഇപ്പം നിങ്ങൾ ദുബായിലോ റോമിലേക്കുള്ള മക്കളെ നിങ്ങൾ വിളിക്കും, എന്നിട്ട് കഴിച്ചാടാ, കുടിച്ചാടാ, കുളിച്ചാടാ എന്നൊക്കെ ചോദിക്കും. പ്രാർത്ഥിച്ചാടാന്ന് ഒരിക്കലും ചോദിക്കത്തില്ല ഈ പന്നി. അതാ പ്രശ്നം. എന്താ പ്രശ്നം? ഈ ജീവിതത്തിൽ അവർ ബേസിക്കായിട്ട് അമ്മയാണെങ്കിലും ലോകത്താൻ ജീവിയാണ്. അത് കാരണം അവളുടെ ആധ്യാത്മികതയെക്കുറിച്ച് അവർക്ക് കൺസെപ്റ്റ് ഇല്ല. എന്താ കാര്യം? ഇതിനാണ് ഈ അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. ദൈവത്തെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള ബന്ധങ്ങളുടെ പരിപോഷണങ്ങളും ഒരു പക്ഷേ നാളെ നിങ്ങൾക്ക് ഒരു മൈനറായിട്ടുള്ള ഒരു കൺസോലേഷനിലൂടെ പോകത്തുള്ളൂ. ദൈവത്തെ മേജർ മിറക്കിൾസിനെ കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്.
മേജർ മിറക്കിൾസ് എന്ന് പറഞ്ഞാൽ ഞാനെന്താ 12 കൊല്ലം ഈ വിജയകുമാറിൻ്റെ ഹോട്ടൽ വിൽക്കാൻ വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിച്ച 12 കൊല്ലം. കാര്യം ഇത് മുഴുവൻ റിലയൻസിൻ്റെ ലോൺ എടുത്തിട്ട് ചെയ്യണതാണ്. ആ റിലയൻസിൻ്റെ ലോണെന്ന് പറയുമ്പോൾ അതിൻ്റെ പണ്ടാര പലിശ കയറിയിട്ട് കോടികളുടെ കടത്തിൽ വിജയകുമാർ മുങ്ങുകയാണ്. ആരോടും പറയിക്കാതെ പുതിയ പുതിയ ലോൺ എടുത്ത് കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ വളരെ മിടുക്കനായിട്ട് വരും, സിമ്പിളിനായിട്ട് പോകും. പക്ഷേ ഞങ്ങൾക്ക് മാത്രമേ രണ്ടുപേർക്കും രഹസ്യങ്ങൾ അറിയാൻ പാടുള്ളൂ. അപ്പോൾ ഞാൻ ഒരു ദിവസം എത്ര പ്രാർത്ഥിച്ചിട്ടും ഈ ഹോട്ടൽ വിൽക്കണില്ല. ഹോട്ടൽ വിൽക്കാനല്ല, വേറെ ഒന്നും വിൽക്കാൻ അവിടെ ഇല്ല താനും. സ്ഥലങ്ങളൊക്കെ ഉണ്ട്, അത് വലിയ സ്ഥലങ്ങളാണ് കിടക്കുന്നത്, അതൊന്നും വിറ്റ് പോകണില്ല. എല്ലാം റിയൽ എസ്റ്റേറ്റ് പ്രോബ്ലത്തിൽ കിടക്കുകയാണ്. പല സ്ഥലങ്ങൾക്കും പല പ്രശ്നങ്ങളാണ് കിടക്കുന്നത്, റവന്യൂ പ്രോബ്ലംസ്. അപ്പോൾ വിജയകുമാർ അങ്ങനെ ഒരു വല്ലാത്തൊരു 0 ലെവലിലേക്ക് വരികയാണ്. അപ്പോഴാണ് എനിക്ക് കോവിഡ് വന്നത്. അപ്പം ഞാൻ അപ്പം തന്നെ സാറിനെ വിളിച്ചിട്ട് പറഞ്ഞു, സാറേ എനിക്ക് കോവിഡാണ്, ഞാൻ അങ്ങോട്ട് വരികയാണെന്ന് പറഞ്ഞു. ഓക്കെ അച്ഛൻ കമ്മെന്ന് പറഞ്ഞു, നമുക്ക് ഉടനെ എളുപ്പം വരാൻ പറഞ്ഞു. അപ്പം ഞാൻ അവിടെ ചെന്നിട്ട് പിന്നെ എന്താ ചെയ്തിരിക്കണത്, എനിക്ക് കോവിഡാണെങ്കിലും എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ആ കോവിഡ് ആശുപത്രി കോവിഡ് രോഗികളുടെ പോലെ അവിടുത്തെ ഒരു കോയമ്പത്തൂർ ആശുപത്രി കിടക്കണം, ചാർത്തിൽ കിടക്കണം. ഒരു ചാർത്താണ് ഉണ്ടായിരുന്നത്. കാര്യം കോവിഡുകാരെ അവരെല്ലാം കൂട്ടിയിട്ടിരിക്കണം അവിടെ കുറേ കോവിഡ് അതൊക്കെ അത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. കോവിഡുകാരെല്ലാം കൂട്ടിയിട്ടിരിക്കുകയാണ്. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കിടക്കുകയാണ്. അപ്പോൾ ഞാൻ കിടന്നതിന് ശേഷം എനിക്ക് രാത്രിയാണ് അവിടെ പോയി അഡ്മിറ്റ് ചെയ്യണത്. പക്ഷേ എന്താ പ്രശ്നമുണ്ടെങ്കിലും ഞാൻ ഈ ആന്തരിക അഭിഷേകം നിങ്ങളോട് എന്താ പറയാൻ കാരണം, ഇത്രയും ഇഷ്യൂസിലാണ് നിൽക്കണത്. ചില കോവിഡുകാർ മരിക്കുന്നുണ്ട്, പക്ഷേ എൻ്റെ ഉള്ളിൽ എനിക്കൊരു പ്രശ്നവുമില്ല. അതിനാണ് ആന്തരിക അഭിഷേകം എന്ന് പറയുന്നത്. അതായത് ഞാൻ റിലീവ്ഡ് ആകുമെന്നും എനിക്ക് ഐ ആം സോ ലൈവ് ആൻഡ് സോ ഹാപ്പി ആസ് ഇഫ് ഐ ആം നോട്ട് അഫക്റ്റഡ് ബൈ കോവിഡ്. അതായത് ഇത് സംഭവിക്കാത്ത പോലെ ഞാൻ കോവിഡ് അഫക്റ്റഡ് അല്ലാത്തതുപോലെ ഞാൻ ഹാപ്പിയാണ്. രാത്രി പിന്നെ വ്യത്യാസം 3 മണിയായപ്പോൾ എന്നെ മുറിയിലോട്ട് മാറ്റി 36 മണിക്കൂർ കഴിഞ്ഞപ്പോൾ എന്നെ വീണ്ടും ഹോട്ടലിലോട്ട് മാറ്റി. അപ്പോൾ ഈ സമയങ്ങളെല്ലാം എൻ്റെ കൂടെ ജപമാല ഇരിക്കണം. അതിൻ്റെ നിങ്ങൾക്ക് അഭിഷേകം, പ്രാർത്ഥനയിൽ അഭിഷേകം വേണമെങ്കിൽ നിങ്ങൾ ജപമാലയിൽ നിന്ന് അഭിഷേകം മേടിക്കേണ്ടത്. അതിൻ്റെ കാരണം വെച്ച് കഴിഞ്ഞാൽ ഏത് കാട്ടിലും ഏത് കോവിഡിലും കിടന്നുകൊണ്ട് നിങ്ങൾക്കത് പ്രാർത്ഥിക്കാൻ പറ്റും. ഇത്തിരി ഓർമ്മ മതി. എന്താണ് ജപമാലയ്ക്ക് വേണ്ടിയുള്ള ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ, അത്രയേ ഉള്ളൂ. ജപമാല ചെല്ലാൻ നിങ്ങൾക്ക് എന്ത് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പൊടിക്ക് ഓർമ്മ മതി. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ മരിച്ചിട്ടില്ല എന്നുള്ളൊരു ബോധം മതി നിനക്ക് ഒരു ജപമാല ആക്ടിവേറ്റ് ആകാൻ. അപ്പോൾ ഞാൻ ഈ ജപമാല എഴുതിക്കൊണ്ടിരിക്കുകയാണ്. 1 മണിക്കൂർ, ഒരു ദിവസം 10-40 ജപമാല ചെല്ലും. കിടക്കാനല്ല, ചുമയുള്ള കാരണം ഇങ്ങനെ കിടക്കാൻ പറ്റും, ഇങ്ങനെ താങ്ങിയിരിക്കുകയല്ലേ. അപ്പോൾ ഇതിനുകൊണ്ട് ജപമാല ചെല്ലുകയാണ്. ജപമാല ചൊല്ലി ഒരു ദിവസം സാറ് കയറി വന്ന് മുറി. ഇപ്പോൾ സാറിനാണെങ്കിൽ കോവിഡാണെങ്കിൽ സാറിന് അങ്ങനെ പേടിയൊന്നുമില്ല. സാർ എൻ്റെ അടുത്ത് ഇരുന്ന് സംസാരിക്കുകയാണ്. എന്നോട് പറഞ്ഞ്, അച്ഛാ കടം ഇത്തിരി പ്രശ്നമാകുന്നുണ്ട്, ഈ സംഭവം ഒന്ന് ഡിസ്പോസ് ആയാൽ മാത്രമേ, അതായത് ഹോട്ടലാണേ, ഡിസ്പോസ് ആയാൽ മാത്രമേ നടക്കത്തുള്ളൂ. ഞാൻ പറഞ്ഞു, ഈ ദിവസങ്ങളിൽ ഞാനത് പറയേണ്ട സ്ഥലത്ത് പറഞ്ഞിട്ടുണ്ട്. കാര്യം ഇപ്പോൾ കോവിഡ് രോഗം പിടിച്ച് എന്നിട്ടും ഉള്ള ബോധത്തിൽ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ വലിയ പ്രാർത്ഥനയിലില്ല. കർത്താവ് കുരിശിൽ കിടന്ന് പ്രാർത്ഥിക്കുന്ന പോലെയുള്ള ഈ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നുണ്ട്. രോഗിയായിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം അതാ, പ്രാർത്ഥനയുടെ മൂല്യം കൂടും. പണ്ട് നമുക്ക് ആരോഗ്യത്തോടെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു കൊന്തയ്ക്ക് 10 പോയിൻ്റ് ആണെങ്കിൽ നമ്മളൊരു വലിയ പിടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കൊന്തയ്ക്ക് 40 പോയിൻ്റ് ആകും. അതെപ്പോഴും നമ്മൾ ഓർത്തേക്കണം. പ്രാർത്ഥനയുടെ മൂല്യം അത് ഏത് ശാരീരിക മാനസിക അവസ്ഥയിൽ പ്രാർത്ഥിക്കുന്നതെന്നാണ്. അതായത് നിങ്ങൾക്ക് പ്രാർത്ഥന വരം കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ സെക്ഷനിൽ പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല. ഇപ്പം ഇവിടെ നമ്മൾ ആദ്യം പറഞ്ഞ ജിൻസിയില്ലേ, ജിൻസി എന്നാ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ജിൻസിയുടെ ഭർത്താവിന് കിഡ്നി അസുഖമാണെന്ന് കേട്ടപ്പോൾ തന്നെ ജിൻസി എന്താ പറയണത്, എനിക്കിപ്പോൾ പിന്നെ പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ലെന്നാണ് പറയണത്. അതായത് ഭർത്താവിന് കിഡ്നിയുടെ അസുഖമാണെന്ന് ഡയഗ്നോസ് ചെയ്തപ്പോൾ തന്നെ പിന്നെ എന്താ പറയണത്, എനിക്ക് പ്രാർത്ഥന ഒന്നും ഓർമ്മയില്ല. ഞാൻ പറയണത് പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ, പരിശുദ്ധ പരമദിവ്യ എന്താണ് പറയണത് നമുക്കൊരു പിടിയില്ല. പരിശുദ്ധ പരമദിവ്യകാരുണ്യം എൻ്റെ മാതാവേ. പ്രാർത്ഥനയെല്ലാം മറന്നുപോയി, വിശ്വാസപ്രമാണം മറന്നുപോയി, ജപമാല മറന്നുപോയി, പ്രാർത്ഥിക്കാൻ എന്ത് പ്രാർത്ഥന ആദ്യം പ്രാർത്ഥിക്കണം അറിയാൻ പാടില്ല, അതിൻ്റെ പ്രാർത്ഥനയുടെ സീക്വൻസ് മറന്നുപോയി, ക്രമമെല്ലാം തെറ്റിപ്പോയി. എൻ്റെ മാതാവേ എൻ്റെ മാതാവേ എന്നുള്ളത് അത് ഒരു ചെറിയ മൈനർ പ്രാർത്ഥനാ അനുഭവമാണ്. പക്ഷേ നിങ്ങളുടെ ക്ലേശങ്ങൾ വർദ്ധിക്കുമ്പോൾ നിങ്ങൾ ബോധപൂർവം പ്രാർത്ഥിക്കാൻ കഴിഞ്ഞാൽ അതിന് പ്രാർത്ഥനാ വരമെന്ന് പറയും. എല്ലാവർക്കും ഉള്ളത് പ്രാർത്ഥനയാണ്, പ്രാർത്ഥനാ വരമല്ല.
പ്രാർത്ഥനാ വരവെന്ന് പറയുന്നത് പ്രെയർ ഇൻ ഡിഫിക്കൽട്ട് ടൈംസിനാണ് പ്രാർത്ഥനാ വരവെന്ന് പറയുന്നത്. എല്ലാവർക്കും പ്രാർത്ഥന ചൊല്ലാൻ അറിയാം, അത് പക്ഷേ മേജർ ആയിട്ടുള്ള വിഷയം വന്നാൽ അതുകൊണ്ട് പ്രയോജനമില്ല വരും. തന്നെയല്ല, മേജറായിട്ടുള്ള പ്രശ്നം വന്നു കഴിഞ്ഞാൽ പ്രാർത്ഥന കിട്ടത്തില്ല, ചെല്ലാൻ കിട്ടത്തില്ല. അല്ല പറയാം, എനിക്ക് പ്രാർത്ഥന കിട്ടി, ഞാൻ എല്ലാ പ്രാർത്ഥനയും മറന്നുപോയി, ഡിലീറ്റായിപ്പോയി പ്രാർത്ഥന, ആവിയായിപ്പോയി പ്രാർത്ഥന. വിശ്വാസം ആവിയാവുകയും പ്രാർത്ഥന ഡിലീറ്റായും ചെയ്യുന്ന ഒരു ഭയങ്കര കാളരാത്രി. പക്ഷേ എനിക്കങ്ങനെ സംഭവിച്ചില്ല. ശരിക്കും ഞാനത് വളരെ ബോധത്തോടു കൂടി സന്തോഷത്തോടു കൂടിയാണ് ഈ ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്. അപ്പോഴാണ് സാറ് പറയണത് ഇങ്ങനെ ഒരു വിഷയമുണ്ട്. ഞാനത് പ്രാർത്ഥനയെ വെച്ചിട്ടുണ്ടെന്ന് പറയും. പക്ഷേ ഞാൻ അവിടുന്ന് ഒരു 2 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ, ഇത്രയും നാൾ സാറിൻ്റെ അടുത്ത് തന്നെ ഉണ്ടായിരുന്ന ഒരു വലിയ ഹോസ്പിറ്റലുണ്ട്, അവർക്കൊരു പ്രോജക്റ്റ് വന്ന് ആ ഹോസ്പിറ്റൽ എക്സ്പാൻഡ് ചെയ്യണമെന്ന്. അവരുടനെ സാറിനോട് വന്ന് ചോദിച്ചു, ഈ ഹോസ്പിറ്റൽ നിങ്ങളുടെ ഹോട്ടൽ കൊടുക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എന്നാ വിലയെന്ന് പറഞ്ഞു. അപ്പോൾ സാറ് പറഞ്ഞ് ഇതിന് 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞു. 22 കോടി എന്ന് പറഞ്ഞെങ്കിലും അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു 22 കോടി എന്നാണ് പറയണമെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ കടങ്ങളെല്ലാം പരിഹരിച്ച് കഴിഞ്ഞാൽ എന്ത് മിച്ചമുണ്ടാകുമെന്ന് എനിക്കൊരു ധാരണ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് സാറിനോട് പറഞ്ഞു, സാറേ എത്ര കുറച്ചാലും 18-ന് താഴെ കുറക്കാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ എന്താ വെച്ചാൽ ആ അത്രയും സംഭവം നമുക്ക് കിട്ടുമെന്നൊരു ബോധമല്ല നമുക്കുള്ളത്, ഒരു ബോധമാണുള്ളത്. പക്ഷേ ആ ഒരു ആഴ്ച തന്നെ ഞാൻ അവിടുന്ന് എഴുന്നേറ്റ് പോകണമെമ്പോൾ തന്നെ ഒരു കെട്ട് പൈസയുമായിട്ട് സാറ് വന്നു. എന്താ കാര്യം? അഡ്വാൻസ് തന്നതാണ്. കുറച്ച് ക്യാഷും കുറേ ചെക്കുമായിട്ട് അവിടെ നടക്കണതാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ ഈ അനുഭവങ്ങൾ എന്താ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ക്ലേശകാലങ്ങളിൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ മൂല്യം കൂടുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. അല്ലാതെ ഞാൻ ഉടമ്പടി എടുത്തല്ല, ദൈവം എനിക്കിട്ടെന്താ ഇങ്ങനെ ചെയ്തത്, ഉടമ്പടി എടുക്കാത്തവളൊക്കെ വെള്ളം അടിച്ച് സുന്ദരമായിട്ട് നടക്കണം, കല്യാണം കെട്ടിച്ചും കെട്ടിയും ഒക്കെ നടക്കണം, എനിക്ക് മാത്രമാണ് പ്രയാസമെന്ന് നിങ്ങൾ പറയരുത്. നമ്മളുടെ നിലപാട്, ഞാൻ 12 കൊല്ലം ആ ഹോട്ടൽ വിൽക്കാനുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. ആ ഹോട്ടൽ ഉദ്ഘാടനം ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, സാറേ എന്ത് കടം കൊണ്ടായാലും ഇതിന് ഫ്രണ്ടിലുള്ള സ്ഥലം എടുത്തില്ലെങ്കിൽ നമുക്ക് ഈ ഹോട്ടൽ റൺ ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ എന്നോട് ചോദിച്ചത് എങ്ങനെ എടുക്കും, ഫ്രണ്ടിലുള്ള സ്ഥലത്തിലൊക്കെ കോയമ്പത്തൂർ ഭയങ്കര വിലയാണ്. ഞാൻ പറഞ്ഞ് കടം മേടിച്ചാലും എടുക്കേണ്ടി വരുമെന്ന് പറഞ്ഞ്. കാര്യം എൻ്റെ മനസ്സിൽ അന്ന് സാറിൻ്റെ വൈഫിനോട് ഞാൻ പറഞ്ഞ്, ഇന്നല്ലെങ്കിൽ സാററിയണ്ട, ഇന്നല്ലെങ്കിൽ നാളെ നമുക്കിത് വിൽക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അത് പറഞ്ഞിട്ടാണ് ഞാൻ വെഞ്ചരിച്ചിട്ട് പോരണത്. വെഞ്ചരിക്കുകയും ചെയ്തിട്ട് ഒട്ടൻ്റെ വിൽപ്പനയും തീരുമാനിച്ചിട്ടാണ് പോരണത് അവിടുന്ന്. അതാ കാര്യം, അതാണ് എൻ്റെ കിടപ്പെന്ന് എനിക്കറിയാം. അപ്പം ഞാൻ ചെയ്ത് നോക്കുന്ന റവന്യൂ പ്രോബ്ലംസ് ഒന്നും ഉണ്ടാകരുത്, അതുകൊണ്ടാണ് അത് സേഫ് ആക്കണം അത്രയും സ്ഥലം. അത് നമുക്ക് ആരെങ്കിലും കൊടുത്താൽ എടുക്കണം, അവർക്ക് നാളെ പണി വരരുത്, അങ്ങനെ കറക്റ്റ് ചെയ്ത്. അപ്പോൾ പക്ഷേ ഇത്രയും 12 കൊല്ലമായിട്ട് നടക്കണില്ല. അപ്പം നിങ്ങളെന്താ ചെയ്തിരിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ മൂല്യം വർദ്ധിത, നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് മൂല്യം വർധന ഉണ്ടെങ്കിൽ നിങ്ങളിപ്പം നിലവിലുള്ള കുരിശിനെയൊക്കെ അക്സെപ്റ്റ് ചെയ്യണം. അതെപ്പോഴും ഭയങ്കര സീരിയസ് വിഷയമാണ്. നിങ്ങൾ കുരിശിനെ റിജക്റ്റ് ചെയ്യണത്, അപ്പോൾ നിങ്ങളുടെ മൂല്യം പോകും. ഇപ്പം നിങ്ങളുടെ മകൻ, നിങ്ങളുടെ മരുമകൾ നിങ്ങളുടെ കഴുത്തേക്കാരൻ്റെ പാർട്ടിയാണ്, അല്ലെങ്കിൽ അവൾ തന്നെത്താനായിട്ട് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്, എന്നിട്ട് നിങ്ങളെക്കുറിച്ച് പറയണത് നിങ്ങൾ അവരെ തള്ളി പുറത്താക്കിയതാണ്, നിങ്ങളുടെ സ്വർണ്ണമൊക്കെ അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്നായിരിക്കും പറയണത്. അവളുടെ സ്വർണ്ണമൊക്കെ നിങ്ങളെടുത്തെന്ന് പറഞ്ഞ് അവൾ വീട്ടിൽ പോയി നിൽക്കുകയാണ്. അവൾ വീട്ടിൽ പോയി നിൽക്കണതിന് നാട്ടുകാരോട് പറയാനൊരു കാരണമാണ്. ഇപ്പം നിങ്ങൾക്കെന്ത് പറ്റി? മകൻ്റെ ജീവിതം പോയി, നിങ്ങൾ കള്ളിയുമായി, അവളുടെ സ്വർണ്ണം അടിച്ച് മാറ്റിയ കള്ളിയുമായി നിങ്ങൾ ആകപ്പാട്. അപ്പം നിങ്ങൾക്ക് വൈരാഗ്യവും വിദ്വേഷമേ കൂടത്തുള്ളൂ. അതല്ല, ആ കുരിശിനെ നിങ്ങൾ ക്രിസ്തുവിൻ്റെ നാമത്തിൽ അക്സെപ്റ്റ് ചെയ്യണം. അവൾ എന്തും പറഞ്ഞോട്ടോ, എൻ്റെ മകൾ നാളെ ശരിയായിക്കൊള്ളും, അല്ലെങ്കിൽ കർത്താവ് അവളെ ശരിയാക്കും. അതിൻ്റെ പേരിൽ നിങ്ങൾ പുതിയ പാപിയായിട്ട് മാറരുത്. പിടിയില്ല, പറഞ്ഞു കേട്ടില്ലേ? നിങ്ങളുടെ മൂല്യം വർദ്ധിപ്പിക്കാൻ തരുന്ന ഉടമ്പടി കാലം എന്ന് വെച്ചാൽ ഉടമ്പടി ഒരു ജീവിത രീതിയാണ്, അല്ലാതെ അതൊരു പ്രാർത്ഥനാ രീതിയല്ല. ഉടമ്പടിയുടെ ഒരു ജീവിത രീതി, അതിനൊരു ഉടമ്പടിയുടെ തനത് നിലപാടുണ്ട്, തനത് സമീപനമുണ്ട്, എല്ലാ വിഷയങ്ങളും. ഇതിനാണ് മാതാവ് സെപ്റ്റംബർ 7 ഡിസ്പോസിഷൻ എന്ന് പറഞ്ഞത്. ഇത് ഫയറാകുന്ന ഡിസ്പോസിഷൻസ് എന്ന് പറഞ്ഞതിൻ്റെ കാരണം അതാണ്. അപ്പോൾ ഈ മനുഷ്യന് എന്തുകൊണ്ടാണ് ഇപ്പം നമ്മൾ വൈശാഖിൻ്റെ കാര്യം തന്നെ എടുക്കാം. വൈശാഖിന് ഇപ്പോൾ എത്രയ്ക്ക് 10 ലക്ഷം ദിർഹംസാണ് കിട്ടിയിരിക്കണം. 10 ദിർഹംസിന് പകരം ഉടനെ കമ്പനി അവനെ രണ്ടാമത് തിരിച്ചെടുക്കുകയും ചെയ്ത് അവന് 10 ലക്ഷം ദിർഹംസ് അവൻ്റെ ചികിത്സയ്ക്ക് വേണ്ടി ഇട്ട് കൊടുത്തപ്പോൾ അവൻ്റെ ലോണെല്ലാം അടച്ചു തീർത്ത്. നല്ല കാശായിരുന്നു ഇതിൻ്റെ ഓപ്പറേഷനെ. ആ ലോണെല്ലാം അടച്ചു തീർത്ത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു സംഭവം,
ഇത്രയും നാൾ കിട്ടായിരുന്ന ഇൻഷുറൻസ് മുഴുവനും പാസ്സായി. ഒരു മനുഷ്യൻ 10 ദിർഹംസ് കൊണ്ട് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയിലേക്ക് വരികയാണ്. എപ്പോഴും വിചാരിക്കേണ്ടത് നിങ്ങൾ ചെയ്യണത് ഇത് കിട്ടുമെന്ന് ഓർത്തിട്ട് ആവേശാക്കി ചെയ്തത് അല്ല. ഞാനിങ്ങനെ പറയണമുണ്ട് ഇങ്ങനെ കിട്ടുമെന്ന് ഓർത്തോട്ട് നിങ്ങൾ ചെയ്യരുത്. നിങ്ങൾ ചെയ്യേണ്ടത് കർത്താവ് എന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് മുമ്പേ എൻ്റെ ദൂതനയക്കും, അവൻ നിന്നെ കാത്തുകൊള്ളുന്ന സംഭവിക്കും. അത് കർത്താവിൻ്റെ നിങ്ങൾ ദൈവത്തിന് വേണ്ടി ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ കാവല് സംരക്ഷണം നോക്കുക. ടേക്ക് ദ റീഡ് ഇറ്റ് അഗൈൻ. ശ്രുതിക്കട്ടെ ഹല്ലേലൂയ. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. ഇതാ ഒരു ദൂതനെ നിനക്ക് മുമ്പേ ഞാൻ അയക്കുന്നു. അവൻ നിന്റെ വഴിയിൽ നിന്നെ കാത്തുകൊള്ളും. പ്രൈസ് ദി ലോർഡ്. അപ്പം നിന്റെ വഴികളിൽ, ജീവിത വഴിയാണ് ഉദ്ദേശിക്കുന്നത്, അല്ല കൃപാസനത്തിൽ വന്നിട്ട് വീട്ടിൽ പോയ വഴിയല്ല ഉദ്ദേശിക്കുന്നത്. നിന്റെ വഴിയെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ നിത്യത വരെയാണ് നമ്മുടെ വഴിയുള്ളത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വഴി എവിടെ നിന്നാണ്? നിത്യത വരെ കിടക്കണം ആ വഴി. അപ്പം നിന്റെ വഴികളിൽ എന്തു ചെയ്യും? നിന്നെ കാത്തുകൊള്ളും, നിത്യത നേടുന്നതിലെന്ന്. ഈ വൈശാഖ അവസാനം പറയുന്നൊരു വാക്കുണ്ട്, അത് എന്നെ വളരെ ഞെട്ടിപ്പിച്ചൊരു വാക്കാണ്. മരണം വരെ ഉടമ്പടി ജീവിക്കുവാൻ നമുക്ക് കഴിയണമെന്ന്. നിങ്ങൾക്കറിയാമല്ലോ. അതായത് ഇതെങ്ങനെ തുടങ്ങിയത്? കൃപാസനം മാതാവ് എന്ന് പറയുന്നത് ഭൂലോക തട്ടിപ്പാടെന്ന് പറഞ്ഞ് ജീവിക്കാൻ തുടങ്ങിയ ആളാണ്. എന്നിട്ട് ഈ മനുഷ്യൻ്റെ ഓരോ ഘട്ടം ഘട്ടമായിട്ട് അനുഭവത്തിലൂടെ മനുഷ്യൻ തന്നെ കണ്ടില്ലേ. ഇപ്പം എന്താ അവസാനം പറയണത്? മരണം വരെ നമുക്ക് ഉടമ്പടിയിൽ ജീവിക്കാൻ കഴിയണം. അപ്പം ആ ഉടമ്പടിയെക്കുറിച്ച് ആ മനുഷ്യന് ജീവിതത്തിൽ ഏറ്റവും വലിയ കൺവിക്ഷനായിപ്പോയി. ഞാനെപ്പോഴും സന്തോഷിക്കണതേ, ഞാനെപ്പോഴും വൈ ഐ ആം എ മിഷണറി എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എപ്പോഴും എന്നോട് തന്നെ ചോദിച്ചിട്ടുണ്ട്, വൈ യു ആർ എ മിഷണറി. കാരണം എൻ്റെ ഉടുപ്പ് എൻ്റെ പട്ടം കിട്ടി 1.5 കൊല്ലം കഴിഞ്ഞപ്പോൾ തന്നെ ഉടുപ്പ് ചേഞ്ച് ചെയ്തു. അപ്പോൾ ഞാൻ മിഷണറി ആണെന്നുള്ള ബോധം എനിക്കുണ്ടായിരുന്നു. എന്നാൽ ഇടവകയിൽ ജീവിക്കുമ്പോൾ തന്നെ ഒരു മിഷൻ കോൺഗ്രിഗേഷനിൽ പോയി ചേരേണ്ട കാര്യമൊന്നുമില്ല. ഒരു ഇടവക വൈദ്യന് മിഷണറി ആകാൻ പറ്റും. മിഷണറിയുടെ ജോലി എന്താണ്? കർത്താവിനെ അറിയാത്തവരെ അറിയിക്കുക, അറിഞ്ഞവരെ ആഴപ്പെടുത്തുക. അപ്പോൾ നമ്മൾ മിഷണറിയായി. ഇപ്പം ഞാൻ മിഷണറിയായി, നിങ്ങളും മിഷണറി ആയില്ലേ? നിങ്ങളും മിഷണറി അല്ലേ ഇപ്പം? അപ്പോൾ അതിനേക്കാൾ വലിയൊരു ജോലി ഒരു മനുഷ്യന് ദൈവത്തിന് വേണ്ടി ചെയ്യാനില്ല. അതാണ് പ്രശ്നം. അപ്പം ഞാൻ എപ്പോഴും ഓർക്കുന്ന ഒരു വിഷയം, എന്നോട് ചോദിക്കണം നിങ്ങൾ വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ എന്ത് പറയുമെന്നറിയാവോ? എന്നോട് ചോദിക്കണം വൈ യു ആർ എ മിഷണറി എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, എനിക്ക് ക്രിസ്തു എന്ന് പറയുന്ന ആൾ, ക്രിസ്തുവിനെ കൊണ്ട് ഞാൻ ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട് സന്തോഷം കൊണ്ട്. അത്രയ്ക്ക് സംഭവമാണ് കർത്താവ്. നിങ്ങൾക്ക് ഞാൻ മാതാവ് എനിക്ക് പ്രത്യക്ഷപ്പെടുന്നു പറയുമ്പോൾ നിങ്ങളൊക്കെ ഞാൻ മാതാവുമായിട്ടാണ് ബന്ധമെന്ന്. അങ്ങനെയല്ല, അത് സംഭവം അതല്ല. അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്ന സാഹചര്യം എന്ന് പറയണത് ഞാൻ ക്രിസ്തുവുമായിട്ട് ഏതാണ്ട് എനിക്ക് 4 വയസ്സുള്ളപ്പോൾ ഞാനൊരു സ്വപ്നം കണ്ടേ. അതൊരു ആനപ്പുറത്ത് വെള്ള ലോഹയിട്ട് ചുവപ്പ് അങ്കിയിട്ട കർത്താവ് ആനപ്പുറത്ത് പോകണം. ഞാൻ എൻ്റെ ജീവചരിത്രത്തിൽ എഴുതിയിട്ടുണ്ട് 4 വയസ്സിലെ സ്വപ്നം. അന്ന് മുതലാണ് ഞാൻ ഈ കർത്താവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയത്. ഞാൻ പിന്നെ എൻ്റെ അപ്പനുമായിട്ട് 7ാമത്തെ വയസ്സിലോ അതോ 6ാമത്തെ വയസ്സിലോ ഞാൻ അപ്പനുമായിട്ട് സന്ധ്യപ്രാർത്ഥന കഴിഞ്ഞ് നടക്കുമ്പോൾ ഞങ്ങളുടെ ചെമ്പരത്തിക്കാട്ടിലെ കർത്താവിൻ്റെ ഒരു വലിയ മുൾക്കിരീടം അണിഞ്ഞ രൂപം കാണാം. അന്ന് മനസ്സിലായില്ല ഇത് നമ്മുടെ ജീവിതവുമായിട്ട് മുന്നോട്ട് പോകണം. അപ്പം ഞാൻ അപ്പനോട് പറയും, അപ്പ അതേ കർത്താവ് നിൽക്കണേ. ഏത് കർത്താവ് വെച്ചാൽ ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിലൊരു കർത്താവുണ്ട്. ഞങ്ങളുടെ വണക്കമാസ പുസ്തകത്തിരിക്കുന്ന വൈറ്റ് ആൻഡ് ബ്ലാക്ക് കർത്താവിൻ്റെ തലേ മുഴുവൻ മുൾക്കിരീടമാണ്. അപ്പോഴാ കർത്താവിനാണ് ഞാൻ ഇരുട്ടത്ത് ഈ ചന്ദ്രൻ്റെ പ്രകാശത്തിൽ സന്ധ്യയ്ക്ക് ചെമ്പരത്തിക്കടി കാണുന്നത്. കർത്താവ് എന്നെ വളരെ ശ്രദ്ധിച്ച് നോക്കുകയാണ്. അപ്പോൾ എൻ്റെ കുഞ്ഞു മനസ്സിലുള്ളത് ഞാൻ സ്വപ്നത്തിൽ കണ്ട കർത്താവിൻ്റെ മുഖം തന്നെയുള്ള ഇതെന്ന്. അപ്പോൾ എനിക്കിതിനെക്കുറിച്ച് കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചെന്നോ കർത്താവിനെ കുറിച്ചിക്കപ്പെടുന്നോ അതും എനിക്കറിയത്തില്ല. എൻ്റെ പ്രായം ചെറുതാണല്ലോ. പക്ഷേ അതേസമയം തന്നെ കർത്താവ് എന്ന് എനിക്ക് പുറത്ത് ഞാൻ പ്രാർത്ഥിക്കണ ദൈവം എൻ്റെ കൺമുമ്പിലുണ്ടെന്നുള്ള ബോധം എനിക്കുണ്ട്. അന്ന് മുതലാണ് ഞാൻ ഈ ആളിലേക്ക് ആകർഷിക്കപ്പെടുന്നത്. എൻ്റെ ലൈഫ് ഹിസ്റ്ററിയിൽ മുഴുവനും അത് എഴുതിയിട്ടുണ്ട്. എന്നിട്ട് കർത്താവ് അവസാനം ഞാൻ പട്ടത്തിന് ചേർന്ന് പട്ടം പഠിക്കി കഴിഞ്ഞ് പട്ടത്തിൻ്റെ സമയത്തൊക്കെ രാത്രിയൊക്കെ പ്രാർത്ഥിക്കുമായിരുന്നു. അവസാനം ഞാൻ പട്ടം എനിക്ക് ദൈവം തന്നതിന് ശേഷം ഞാനൊരു പള്ളിയിലോട്ട് വന്നു. ഒരു പള്ളി, മനക്കോടം പള്ളി. നിങ്ങൾ മനക്കോടത്ത് ചിലപ്പോൾ ഇവിടെ ഉണ്ടാവും. ഞാൻ ആദ്യമായിട്ട് അപ്പം ചെയ്യണ പള്ളി മനക്കോടം പള്ളിയിലാണ്. ഞാൻ ഇടവക ജീവിതം ഏതാണ്ട് അവസാനിപ്പിക്കണേണ്ട അവിടെ വെച്ചാണ്.
കാര്യം അവിടെ വന്ന് തന്നെ തിരിച്ചു വന്ന് ഞാൻ അവിടെ ഫൊറോണ വികാരിയായിട്ടാണ് ഒരു സെക്ഷൻ ജീവിതം അവസാനിപ്പിക്കണത്. പിന്നെ ഇതിൽ നിന്നെല്ലാം കൊച്ചുപള്ളി ചാപ്പൽ കെയർ ടേക്കറായിട്ട് ഇരുന്നത്. ഇപ്പോഴും ഒരു കൊച്ചുപള്ളിയായിരിക്കണേ. അപ്പോൾ അതൊരു സെക്ഷനാണ്. അവിടെ വെച്ചാണ് 2004 അമ്മ മാതാവ് പ്രത്യക്ഷപ്പെടുന്നത്. അതായത് കൊച്ചുപള്ളിയിൽ ഞാൻ അസ്തന്തിയായിട്ട് വന്ന പള്ളി തന്നെ ഫൊറോണ വികാരിയായിട്ട് വന്നിട്ട് എൻ്റെ പട്ട ജീവിതം ഏറെക്കുറെ ഒരു കട്ട എത്തുമ്പോഴാണ് 2004. അത് 2004 അപ്പോഴാണ് അമ്മ പ്രത്യക്ഷപ്പെട്ടത് ഇവിടെ. പിന്നെ ഈ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരീകരണത്തിന് വേണ്ടിയുള്ള ആധ്യാത്മികമായ യാത്രയിൽ ആദ്യം സംഭവിക്കുന്നത് അമ്മ ഞാൻ ആ കൊച്ചു പള്ളിയിൽ അല്ല ഈ മരക്കോടത്ത് പള്ളിയിൽ ചാർജ് എടുത്ത് ഒരു ജനുവരി 18-ാം തീയതി ചാർജ് എടുത്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മ അന്ന് ജീവിച്ചിരിപ്പുണ്ട്. എൻ്റെ അമ്മ അധികം യാത്ര ചെവി കേൾക്കാൻ കാരണം അധികം യാത്ര ഒന്നുമില്ല. ആ മനക്കോടത്ത് എവിടെയോ ഒരു അടിയന്തരത്തിന് വന്ന അമ്മ അപ്പോൾ എന്നെ കാണാൻ വേണ്ടി വന്നു. ഞാൻ അച്ഛനായി ചാർജ് എടുത്തിട്ട് 3 ദിവസം ആയുള്ളൂ. അപ്പോൾ അമ്മ വന്നപ്പോൾ ഞാനൊരു ഷെഡിൽ താമസിക്കുകയാണ്. കാര്യം അവിടെ ഞാൻ ചെല്ലുമ്പോൾ അവിടെ അച്ഛന്മാർക്ക് താമസിക്കാൻ സ്ഥലമില്ലായിരുന്നു. ചവവണ്ടി ഇട്ടിരുന്ന സ്ഥലത്തുനിന്ന് ചവവണ്ടി അവരെടുത്ത് മാറ്റിയിട്ട് എന്നെ കയറ്റി കിടത്തി അവിടെ. അത്രയുള്ള സംഭവം. ആ ഒരു കാലമാണത്. കാര്യം ആ പള്ളിയിൽ ഇന്ന് നല്ല സിറ്റുവേഷൻ ഉണ്ട് അവിടെ. ഞാനും ഫൊറോണ വികാരിയായിരുന്നു. അപ്പോൾ നല്ല രീതിയിൽ അവിടെ പോയി താമസിച്ചത്. പക്ഷേ ഞാൻ തുടങ്ങിയത് ചവവണ്ടി എൻ്റെ അരികിൽ കിടക്കും, ഞാൻ ഇപ്പുറത്ത് ഷെഡിൽ കിടക്കും. ഷെഡിൽ കിടന്ന് ചവവണ്ടി പുറത്തെടുത്തിട്ട് അതിനൊരു പ്രത്യേക ഒരു ചാർത്ത് എടുത്തിട്ട് ഞാൻ ഈ ഷെഡിൽ ഒരു കട്ടിലിട്ട് അവിടെ കിടക്കും. അങ്ങനെയാണ്. അവിടെ ആണ് അമ്മ വരണത്. അപ്പോൾ അമ്മ വന്നിട്ട് അമ്മ എനിക്ക് ഒരു പടം തന്ന്. കാര്യം ഞാൻ സംസാരിക്കുമ്പോൾ സ്വരത്തിൽ സംസാരിക്കണം, അമ്മയ്ക്ക് അധികം കേൾക്കാൻ പാടില്ല. അപ്പോൾ അമ്മ അധികം സംസാരിക്കണില്ല. ഞാനൊരു അടിയന്തരത്തിൽ വന്നാണെന്ന് എന്നെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് അമ്മ എനിക്കൊരു പടം തന്ന്. പടം കണ്ടോടുകൂടി കണ്ണ് നിറഞ്ഞു പോയി. എന്താ കാര്യം? ഞാൻ ആ 6 വയസ്സിൽ മറ്റേ ചെമ്പരത്തിക്കാട്ടി കണ്ട അതേ പടം, അമ്മയുടെ വണക്കമാസ പുസ്തകത്തിൽ പണ്ടുണ്ടായിരുന്ന പടം തിരിച്ച് അമ്മ എനിക്ക് തന്നു. അതൊരു സ്ഥിരീകരണമാണ്. എന്നുവെച്ചാൽ നിൻ്റെ കൂടെ നീ ഇന്ന് എൻ്റെ ജോലി ചെയ്യാൻ തുടങ്ങിയിരിക്കുകയാണ്. എൻ്റെ ജോലി നിന്നെ ഞാൻ വിളിച്ചത് 4 വയസ്സിലും 6 വയസ്സിലുമാണ് നിന്നെ വിളിച്ചത്. അത് നീ തുടങ്ങിയിരിക്കുകയാണ്. ഒരു ഓർമ്മ, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്. മുൾക്കിരീടം വഹിച്ചാണെങ്കിലും ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യങ്ങൾ. ഈ ക്ലേശകാലങ്ങളിലൂടെ കടന്നു പോകുമ്പോഴെല്ലാം ദൈവത്തിൻ്റെ സാന്നിധ്യവും ഛായയും നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം. അല്ലാതെ നിങ്ങൾക്ക് എന്തെങ്കിലും ക്ലേശങ്ങൾ വരുമ്പോൾ ഉടനെ ദൈവം എന്നെ കൈവിട്ടു, ഉടമ്പടി എടുത്തിട്ട് എന്ത് കാര്യം? ഉടമ്പടി എടുക്കാത്തവന്മാരൊക്കെ അടിച്ചോട് ജീവിക്കണം, ഞാൻ മാത്രം നരകിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ഇല്ലാത്ത ശാസി ഡയലോഗ് അടിക്കരുത്. മിണ്ടാതിരിക്കണം, മൗനമായിരിക്കണം, മറിയത്തെ പോലെ ഹൃദയത്തിൽ സംഗ്രഹിക്കണം. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലങ്ങളിൽ പോലെ മൗനാലംബിച്ച് കൃപ കരയേറ്റുവാൻ അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. അപ്പോൾ ഇതൊക്കെ ആക്സിഡൻ്റലായിട്ട് സംഭവിച്ചാണെന്ന് നിങ്ങൾ പറയരുത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും അങ്ങനെ ആക്സിഡൻ്റലായിട്ട് സംഭവിക്കത്തില്ല. എല്ലാത്തിൻ്റെ പിന്നിൽ ദൈവത്തിൻ്റെ ഒരു കണക്ക് കൂട്ടലുണ്ട്. കാര്യം അമ്മ എനിക്ക് ഈ രൂപം തന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഓർത്തത്, തലേ ദിവസം അവിടെ അർത്തിയിൽ തിരുമല ഭാഗത്ത് ഒരു മണിസാറുണ്ടായിരുന്നു. അപ്പോൾ മണിസാറിൻ്റെ അടുത്ത് പോയി പഠിക്കുന്ന ഒരു ഈഴവ സമുദായത്തിലൊരു സഹോദരനുണ്ടായിരുന്നു. എൻ്റെ വലിയ അടുത്ത ആത്മസുഹൃത്താണ്, ഇപ്പോഴും അങ്ങനെയാണ്. അപ്പോൾ ചിത്രൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ചിത്രൻ തലേ ദിവസം വന്ന് പറഞ്ഞു, അച്ഛാ മണിസാറിൻ്റെ ക്ലാസ്സിൽ എൻ്റെ ഡ്രോയിങ് കഴിഞ്ഞു, ഞാൻ ഇനി ഫീൽഡ് വർക്കിന് ജോലിക്ക് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞു. അത് തലേ ദിവസം അമ്മ പറഞ്ഞതിന് തലേ ദിവസമാണ് ഇത് പറഞ്ഞത്. അപ്പോൾ അമ്മ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ ചിത്രനെ ഓർത്തു, ദൈവമേ ചിത്രം പെയിൻറ്റ് ചെയ്യുമല്ല, ചിത്രനെ വിളിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ചിത്രനോട് പറഞ്ഞു, എടാ എല്ലാം കൂടി എൻ്റെ അടുത്ത് 2000 രൂപയുണ്ട്. അന്നത്താണ് 86 2000 രൂപയാണ്. ഇതാണ് എൻ്റെ ഉള്ളത്, അത് ഞാൻ നിനക്ക് തരാം. നീ എനിക്ക് ഈ ചിത്രം ഒരു ക്യാൻവാസിൽ വരച്ച് തരണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്നത്തെ 2000 രൂപ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാമല്ലോ, ഇന്നത്തെ ഒരു അന്ന് 86 ഇപ്പോൾ എത്രയോ വർഷം കഴിഞ്ഞ് 38 വർഷമായില്ലേ. അപ്പോൾ അന്നത്തെ 2000 രൂപയ്ക്ക് അതിൻ്റെ വില ഉണ്ട്. എത്രയാണെന്ന് എനിക്കറിയാൻ പാടില്ല, മൂല്യം ഇന്നത്തെ മൂല്യം എന്താണെന്ന് എനിക്കറിയാൻ പാടില്ല. ഞാൻ ആ ചിത്രത്തിന് 2000 രൂപ കൊടുത്ത് പറഞ്ഞു, ഇതൊന്ന് വരച്ച് തരാൻ പറഞ്ഞു. എന്താണ്? എനിക്കത് സൂക്ഷിക്കാൻ വേണ്ടിയാണ്. ഞാനത് സീരിയസ് ആയിട്ട് എടുത്തു. ദൈവം എൻ്റെ ജീവിതത്തിലൂടെ സഞ്ചരിച്ച് വന്ന് എത്തിയിട്ടുള്ള വഴികളെക്കുറിച്ച്. പിന്നെ ഞാൻ ചെയ്യണത്, ആ അന്നത്തെ കാലത്ത് വരപ്പിച്ചെടുത്ത ചിത്രം പിന്നെ ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, എല്ലാ ഇടവകയിൽ ചെല്ലുമ്പോഴും യാത്ര ട്രാൻസ്ഫർ ആകുമ്പോൾ
എല്ലാ വണ്ടിയും പുസ്തകവും ചെടിച്ചട്ടിയും എല്ലാം കയറ്റി വിടും. പക്ഷേ ഞാൻ പോകുമ്പോൾ എൻ്റെ കാറിൽ ഈ ചിത്രം മടി വെച്ചുകൊണ്ടാണ് ഞാൻ പോണത്. അത് ഒരു ബന്ധമാണ് ശരിക്കും. എൻ്റെ കാറിൽ ചിത്രം ഉണ്ടാവും. എന്നിട്ട് ഞാൻ അവസാനം കൃപാസനം സ്ഥാപിച്ച് എനിക്ക് സ്വന്തമായിട്ടൊരു ഓഫീസായി ഇവിടെ. അപ്പോൾ ഇവിടെ ഞാൻ ഇപ്പോൾ ഒരു 10 കൊല്ലമായെന്ന് ഈ ഓഫീസുകായിട്ട്. ഓഫീസായപ്പോൾ എനിക്കൊരു സ്ഥിരപ്രതിഷ്ഠയുടെ ഓഫീസ് കിട്ടിയല്ല. ഞാൻ പിന്നെ കൊണ്ടുവന്ന് പടമെടുത്ത് എൻ്റെ പിന്നിൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾ എൻ്റെ മുറി കാണുമ്പോൾ ഇപ്പോൾ ആൾക്കാരെ കയറാൻ പറ്റത്തില്ല, പണ്ട് കയറാൻ പറ്റുമായിരുന്നു. ആ മുറിയിൽ ആ പടം ഞാൻ ഇരിക്കണതിൻ്റെ ബാക്കിൽ ആ പടം വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്താ കാര്യം? ഇതൊരു ദൈവവുമായിട്ടുള്ള ബന്ധം ഒരിക്കലും നിങ്ങൾ ഒക്കേഷനിലാക്കരുത്. നിങ്ങൾ ഉടമ്പടിയിലാണെങ്കിൽ ഉടമ്പടി എപ്പോഴും ഞാൻ കൂടെയുണ്ടെന്ന് കാണിച്ചുകൊണ്ടിരിക്കും. പക്ഷേ ഇത് കണ്ടെത്താൻ കഴിയണം. കാര്യം ഉടമ്പടി എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, വിശ്വാസം തന്നെ ആ ശരിക്കും നമ്മൾ ഇൻവെസ്റ്റഡ് വിശ്വാസമുണ്ട്. അത് നമ്മൾ ഒരു നമുക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ലാത്ത വിശ്വാസമുണ്ട്. അപ്പം മാതാപിതാക്കന്മാരുടെ ഗ്യാരണ്ടിയിൽ നമ്മൾ വേണമെങ്കിൽ മാതാപിതാക്കന്മാർ ക്രിസ്ത്യാനികളായതുകൊണ്ട് നമുക്ക് വിശ്വസിച്ച് അങ്ങനെ ജീവിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഇൻവെസ്റ്റ്മെൻ്റ് ഇല്ല. പക്ഷെ നമ്മുടെ പേരിൽ കൂട്ടിയ വിശ്വാസമുണ്ട്. ഇപ്പോഴും പലർക്കും തന്നെ ഒരു കുഴപ്പം വെച്ച് കഴിഞ്ഞാൽ അവരുടെ മാതാപിതാക്കന്മാർ ക്രിസ്ത്യൻസ് ആയതുകൊണ്ട് അവരങ്ങനെ ക്രിസ്ത്യൻസായിട്ട് ജീവിക്കുന്നത്. അപ്പം നിങ്ങളുടെ വിശ്വാസ പ്രമാണം എന്ന് പറയുന്ന സംഭവത്തിൽ നിങ്ങളുടെ പേരല്ല കിടക്കണത്. കാരണം നിങ്ങളുടെ പേര് കൂട്ടിയിട്ടില്ല. നിങ്ങളെ വിശ്വാസ പ്രമാണം എപ്പോഴും പേരിൽ കൂട്ടണം നമ്മൾ. എന്നിട്ട് നിങ്ങൾ തൻ്റെ പേര് സ്വന്തമായിട്ട് പിടിക്കണം. നിങ്ങളുടെ പേരിൽ അപ്പൻ്റെ ഒക്കെ കിട്ടിയ വിശ്വാസമാകാം, അപ്പൂപ്പൻ്റെ ഒക്കെ കിട്ടിയ വിശ്വാസമാകാം, തോമസ് ലിയെ ആരും ആയിക്കൊള്ളട്ടെ. അതൊന്നും പാരമ്പര്യമായിട്ട് ആശയപരമായിട്ട് ശരിയാണെങ്കിലും പ്രായോഗികമായിട്ട് ശരിയാകത്തില്ല. കാര്യം കർത്താവ് ചോദിക്കുന്നത് അങ്ങനെ തോമസ് ലിയായും ഫ്രാൻസിസ് സേവ്യറും അങ്ങനെ പലരും പല കാര്യങ്ങൾ എന്നെക്കുറിച്ച് പറയും. ഹും ഡു യു സേ ദാറ്റ് ഐ ആം? അതാണ് പത്തോസിനോട് ചോദിക്കുന്നത്. അങ്ങനെ പലരും പലതും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഞാൻ ആരാണെന്നാണ് നിങ്ങൾ പറയുന്നത്. അതാണ് പ്രശ്നം. നമ്മൾ പറയണം. അപ്പോഴാണ് നമ്മുടെ പേരിൽ കൂട്ടി തൻ്റെ പേര് പിടിക്കണത്. പിന്നെ നമ്മൾ ടാക്സ് അടച്ചുകൊണ്ടിരിക്കണം. ഈ ടാക്സ് അടക്കണം. ഇപ്പോൾ എനിക്ക് കോവിഡ് വന്നു. കോവിഡ് വിജയകുമാറിൻ്റെ പരിപാടി എന്താണ്? ഓരോ 3 ദിവസം കൂടുമ്പോഴും പുള്ളി 6000 രൂപ മുടക്കിയിട്ട് കോവിഡ് ടെസ്റ്റ് നടത്തുകയാണ്. വല്ല കാര്യമുണ്ടോ? അച്ഛൻ സുഖപ്പെട്ടാന്ന് അറിയാൻ വേണ്ടി ഈഗർനെസ് അനുസരിച്ചുകൊണ്ട് പ്രൈവറ്റായിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ലാത്തതാണ്. പ്രൈവറ്റായിട്ട് എപ്പോഴും സിറം എടുത്തുകൊണ്ട് പോകും. എന്നിട്ട് സന്ധ്യയായപ്പോൾ റിപ്പോർട്ട് വരുമ്പോൾ വിജയകുമാർ സങ്കടപ്പെട്ട് വരും. അച്ഛാ ശരിയായിട്ടില്ല. ശരിയാകും അച്ഛാ എന്നു പറയും. അപ്പോൾ കോവിഡ് മാറില്ല. കാര്യം 40 ദിവസത്തിനുള്ളിൽ പുള്ളിക്കാരന് ഒരു 10-20 ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് കോവിഡിൻ്റെ. കാര്യം പുറത്ത് ടെസ്റ്റ് നടത്തണമെങ്കിൽ ഗവൺമെൻറ്റിൽ ഫ്രീ ആണ്. പുറത്ത് അതിൻ്റെ കിറ്റൊക്കെ വാങ്ങിക്കണ്ടേ. അതിന് 2800 രൂപയാണ് ചാർജ് ചെയ്യണത്. അങ്ങനെ 10-12 പ്രാവശ്യം പുള്ളി ടെസ്റ്റ് ചെയ്തിട്ടുണ്ട് ഈ സംഭവം. എന്നിട്ട് ശരിയായില്ല. എന്താ കാര്യം? ഈ സമയത്തെല്ലാം നമ്മൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. നമ്മൾ എന്നിട്ട് നമുക്ക് പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മളെ കർത്താവിൻ്റെ നാമത്തിൽ അത് ഏറ്റെടുക്കുന്നു. ഇത് ക്ലേശകാലമാണ്. കർത്താവ് പറയത്തില്ലേ, ഒരു ക്ലേശമായ കാലമുണ്ടാകും. കല്ല് പെറുക്കി കളയാനൊരു കാലം, അല്ലേ, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, രോഗിയായിരിക്കാൻ ഒരു കാലം, ദൈവത്തിൻ്റെ ഒരു കാലം. ടേക്ക് ദി ബെഡ് ഓഫ് ഗോഡ്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതി. ഹല്ലേലൂയ, ഹല്ലേലൂയ. ആരാധന, 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 ആരാധന. സഭാപ്രസംഗകൻ 3:5. സഭാപ്രസംഗം 3:5. കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കിക്കളയാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, കല്ല് പെറുക്കി കൂട്ടാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, ആലിംഗനം ചെയ്യാതിരിക്കാൻ ഒരു കാലം, കരയാൻ ഒരു കാലം. ടേക്ക് ദ ബെഡ് ഓഫ് ഗോഡ്. സഭാപ്രസംഗം 3:4. കരയാൻ ഒരു കാലം, കരയാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, ചിരിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, വിലപിക്കാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു കാലം, നൃത്തം ചെയ്യാൻ ഒരു അപ്പം കാലം. ചില കാലങ്ങൾ ദൈവഹിത പ്രകാരമായിട്ട് വരും. അത് സന്തോഷത്തോടെ അക്സെപ്റ്റ് ചെയ്യണം. അല്ല, അവർക്ക് വന്നില്ലല്ലോ കാലം, എനിക്ക് മാത്രം ഉടമ്പടി എടുത്ത് എനിക്ക് മാത്രമാണല്ലോ ദുഃഖം, എനിക്ക് മാത്രമായ രോഗം എന്ന് പറഞ്ഞ് ദൈവത്തെ മുൾമുനെ നിർത്തരുത്. ഇത് കർത്താവ് എനിക്ക് നൽകുന്ന കൽപ്പിച്ച് നൽകുന്ന കാലമാണ്. ഇത് ഞാൻ ദൈവഹിതമായിട്ട് അക്സെപ്റ്റ് ചെയ്യാം. എന്നിട്ട് ഈ കുരിശിന് ഞാൻ
വിശ്വാസം, പ്രത്യാശ, സ്നേഹം ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഇതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റും. അങ്ങനെയാണ് കൃപയുടെ കോടീശ്വരനാകണത്. അങ്ങനെയാണ് നമ്മുടെ മൂല്യം വർദ്ധിക്കണത്. അതാണ് ദൈവ തിരുസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി തന്നെ സമ്പത്ത് സ്വീകരിക്കേണ്ട സ്ഥിതിയെ വിടപ്പോടെ ശ്രദ്ധിക്കണം. ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ സ്തുതി. ഹല്ലേലൂയ. ലൂക്ക 12:21. ലൂക്ക 12:21. ഇതുപോലെയാണ് ദൈവസന്നിധിയിൽ സമ്പന്നനാകാതെ തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കുന്നവനും. തനിക്ക് വേണ്ടി സമ്പത്ത് ശേഖരിച്ചു വെക്കണവന് ലോകായിക രൂപയിൽ പോട്ടെ, അത് വിഷയമല്ല. ദൈവത്തിരുസന്നിധി സമ്പന്നനാകണമെന്ന് പറഞ്ഞാൽ എന്താണ്? കൃപയിൽ സമ്പന്നനാകുക എന്നതിൻ്റെ അർത്ഥം. കാരണം ദൈവം വിലമതിക്കണത് എന്താണ്? കൃപയാണ്. മാതാവിൻ്റെ മുമ്പിൽ വന്നുകൊണ്ട് മാലാഖ സ്തുതി പറയാൻ കാര്യം എന്താണ്? കരുത്വമേനെ എന്ന് പറയാൻ കാര്യം എന്താ? കൃപ നിറഞ്ഞവളെ സ്വസ്തി. ദൈവം മൂല്യം കൊടുക്കുന്നത് എന്താ? കൃപയാണ്. കൃപാസനത്തിൽ വരുമ്പോൾ, ഉടമ്പടി ചെയ്യുമ്പോൾ നിങ്ങൾ ചിന്തിക്കേണ്ടത് മറ്റ് സ്ഥാവര ജംഗ വസ്തുക്കളുടെ വീണ്ടെടുപ്പും വികസനത്തെക്കാൾ ഉപരി ദൈവവുമായിട്ടൊരു ബന്ധപ്പെടുത്തുകയും നിങ്ങളുടെ അടുത്ത് ഇൻവെസ്റ്റ് ഉണ്ടാക്കുകയും കുരിശിൽ നിങ്ങളെ വിശ്വാസം കൊണ്ട്, കുരിശിൽ നിങ്ങളെ പ്രത്യാശ കൊണ്ട്, കുരിശിൽ നിങ്ങളെ അതുപോലെ തന്നെ സ്നേഹം കൊണ്ട് അതിനെ കൺവേർട്ട് ചെയ്ത് കൃപയാക്കി മാറ്റണം. അപ്പോൾ ആ കൃപ നിങ്ങളുടെ ആത്മാവിൻ്റെ കൂടെ ഉണ്ടാകുന്നതനുസരിച്ച് കൊണ്ട് നിങ്ങൾ ദൈവതിരുസന്നിധിയിൽ മൂല്യമുള്ളവരായിട്ട് മാറും. അതാണ് 12:51 ദൈവതിരുസന്നിധി സമ്പന്നരാകുക. പ്രാർത്ഥിക്കുക. കർത്താവേ, ഉടമ്പടിയിലൂടെ ദൈവതിരുസന്നിധിയിൽ സമ്പന്നരാകുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. അഭിഷേകം ചെയ്യണമേ. അപ്പം നമ്മൾക്കറിയാം ഓരോ ക്രൈസിസും നമ്മളെ സമ്പന്നരാക്കുകയാണ് ചെയ്യണത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒരു സാക്ഷ്യം ഉണ്ടായിരുന്നു. അതിനാ സാക്ഷി ജോളി വിൻസെൻ്റ്, ക്ലാപ്പന, കൊല്ലത്ത് ക്ലാപ്പന എന്ന് ജോളി വിൻസെൻ്റ്. ഇപ്പം ജോളിയും വിൻസെൻറ്റും ഒരു സ്വപ്നം കണ്ട്, രണ്ടുപേരും രണ്ടിടത്ത് വെച്ച് ഒരേ സ്വപ്നം കണ്ട്. ഈ ദൈവത്തിൻ്റെ വഴികൾ കണ്ടില്ലേ? ദൈവത്തിൻ്റെ വഴികൾ ഭയങ്കര വിസ്മയാവഹമാണ്. എന്താ കാരണത്? ഭർത്താവും ഭാര്യയും ഒരേ സ്വപ്നം രണ്ടിടത്ത് വെച്ച് കണ്ടു. എന്താ കണ്ടത്? എന്താണ്? മകന് അപകടപ്പെടും. നിങ്ങൾ ഉടമ്പടിയിലായിരിക്കുമ്പോൾ വരാൻ പോകുന്ന കാര്യങ്ങൾ അവൻ നിന്നോട് പറയുമെന്ന് പറഞ്ഞില്ലേ? വെടപ്പുകൾ വരാൻ പോകുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 യേശുവേ ആരാധന 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 യേശുവേ നന്ദി. മഹത്വം മഹത്വം മഹത്വം. ഹല്ലേലൂയ 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 യോഹന്നാൻ 16:14. വരാനിരിക്കുന്ന കാര്യങ്ങൾ അവൻ നിങ്ങളെ അറിയിക്കും. അവൻ എനിക്കുള്ളവയിൽ നിന്ന് സ്വീകരിച്ച് നിങ്ങളോട് പ്രഖ്യാപിക്കും. അപ്പോൾ നിങ്ങളുടെ ഉടമ്പടി ഓക്കെ ആണെങ്കിൽ, അത് ഡാമേജ് അല്ലെങ്കിൽ, ഉടമ്പടി പ്രകാരമാണ് നിങ്ങളെല്ലാം ചെയ്യണത്. എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, പണ്ട് എനിക്ക് ഈ സ്റ്റാമ്പ് കളക്ഷൻ എന്ന് പറഞ്ഞ സംഭവം ഉണ്ടായിരുന്നു. സ്റ്റാമ്പ് കളക്ഷൻ. അപ്പോൾ എൻ്റെ റെക്ടർ ക്ലോഡസിൻ്റെ മുറിയിലൊക്കെ ചെന്നിട്ട് പോസ്റ്റ്മാൻ വരുമ്പോൾ 2-3 പ്രദേശത്ത് സ്റ്റാമ്പ് കളക്ഷൻ ഉണ്ടാവും. ഇവരെല്ലാവരും കൂടി ആദ്യം ഓടി എത്തണവർക്ക് ക്ലോഡച്ചൻ സ്റ്റാമ്പ് പറിച്ചു കൊടുക്കും. അച്ഛന് കൂടുതൽ സ്റ്റാമ്പ് വരുന്നത് കാനഡയിൽ നിന്നാണ്, മലേഷ്യയിൽ നിന്ന്. മലേഷ്യയിൽ ചിത്രശലഭത്തിൻ്റെ സ്റ്റാമ്പും കാനഡയിൽ അവിടുത്തെ ഒരു പ്രത്യേക വൃക്ഷത്തിൻ്റെ ചോപ്പ് പെരിയുടെ സ്റ്റാമ്പ് വരും. ഭയങ്കര രസമാണ്, ഭംഗിയാണ്. അപ്പോൾ ക്ലോഡച്ചെടുക്കുന്ന റെക്ടർച്ചെടുക്കുന്ന സ്റ്റാമ്പ് അടിച്ച് മാറ്റാൻ വേണ്ടി ഉള്ള ഓട്ടം ഈ പോസ്റ്റ്മാൻ വരുമ്പോൾ ചെയ്യണതാണ്. ഞാൻ എന്ത് പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു കാലഘട്ടം പോലെ തന്നെ എന്നിട്ട് ഈ പറിക്കണ സമയത്ത് സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആകും. അപ്പോൾ ഈ പറിക്കുമ്പോൾ ക്ലോഡച്ചന് പ്രായമുള്ള അച്ഛനാണ്. പ്രായമുള്ള അച്ഛന് കാനഡയുടെ മലേഷ്യയുടെ സ്റ്റാമ്പ് പെട്ടെന്ന് അച്ഛനെ അതിൻ്റെ കത്തെടുക്കാൻ വേണ്ടിയുള്ള ഇതിൽ ഞങ്ങൾക്ക് സ്റ്റാമ്പ് തരണതിനേക്കാൾ ഉപരി അച്ഛനെ അതിനകത്തുള്ള കത്തെടുക്കണം. അതിന് വേണ്ടി പറിക്കുമ്പോൾ പേടി ചങ്കിടിച്ചുകൊണ്ട് നിൽക്കും. എന്താണ്? എൻ്റെ പല്ല് പറഞ്ഞു പോകുക, സ്റ്റാമ്പിൻ്റെ പല്ല് പറഞ്ഞാൽ ഡാമേജാണ്.
പിന്നെ അത് കളയേണ്ടി വരും. അപ്പോൾ അത് ഇൻവാലിഡായി പോകും, മൂല്യമില്ല. അപ്പോൾ അതുകൊണ്ട് വാലിഡ് അത് പല്ല് എല്ലാം ഉള്ള സ്റ്റാമ്പാണെങ്കിൽ ക്രോഡത്തിന് മുറിയുന്ന ഞങ്ങൾ ചാടിപ്പുറത്ത് വരും കൈ ഒടിച്ചുകൊണ്ട്. എന്താണ്, ഡാമേജ് അല്ലാത്ത പുതിയൊരു വെറൈറ്റി സ്റ്റാമ്പ് കിട്ടി, അതുകൊണ്ടൊന്ന് ആൽബത്തിൽ ഒട്ടിച്ചു വെക്കും. അപ്പോഴേ ഈ പല്ല് പോണത് സ്റ്റാമ്പ് ഡാമേജാണ്. ഉടമ്പടിക്കും ഇതുപോലെ സംഭവമുണ്ട്. ചില ഉടമ്പടി ഡാമേജായി പോവും, പല്ല് പോവും. നിങ്ങൾ ധൃതി കാണിച്ചും അല്ലെങ്കിൽ നിങ്ങളത് വേണ്ട രീതിയിൽ ഇപ്പോൾ അതിൻ്റെ ഒരു ദൈവസ്നേഹം വേണമല്ലേ ഇതിന്, പശുത്താൻ നിറവിലല്ലേ ഇത് ചെയ്യേണ്ടത്. നിരാശയിലും സങ്കടത്തോടെയും ചെയ്തു നോക്കാം, എല്ലാവർക്കും ചെയ്യേണ്ടല്ല. ചെറുക്കൊക്കെ ഈ ഷോർട്ടേജ് അടിക്കണ പോലെ അവർക്ക് എന്ത് കിട്ടിയെന്ന് അങ്ങോട്ട് കഴിഞ്ഞ് വിളിച്ചു ചോദിക്കും, ഇടി നിൻ്റെ കാര്യം പോലെ നടന്നാ, ഇടി നിൻ്റെ കാര്യം നടന്നാ. അവർക്ക് ഈ ലോട്ടറി ടിക്കറ്റ് എടുക്കണ പോലെ ചില പെണ്ണുങ്ങളൊന്നും ഉടമ്പടി എടുത്തിട്ട് ഇവർക്കടിച്ചാന്ന് വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കും. പരീക്ഷാഫലം പോലെ നീ ജയിച്ചാൽ നിനക്കെല്ലാം മൊഡ്യൂളും കിട്ടിയ എന്ന് അങ്ങോട്ടും വിളിച്ചു ചോദിക്കണം. ദൈവത്തിനെ ആക്ഷേപിക്കുന്ന രൂപത്തിൽ ഉടമ്പടി ഫലങ്ങളെക്കുറിച്ച് പരസ്പരം പറഞ്ഞും വിളിച്ചും ചോദിച്ചും ഉടമ്പടി നിങ്ങൾ ഡാമേജ് ആക്കും. ഉടമ്പടി നിങ്ങളും ദൈവവും തമ്മിലുള്ള സ്വകാര്യ രഹസ്യമായൊരു ബന്ധമാണ്. അതിൻ്റെ അകത്തൊരു രഹസ്യാത്മകത ഉണ്ട്. അതുകൊണ്ട് മറ്റുള്ളവർ നോക്കിയിട്ട് നിങ്ങളുടെ ദൈവബന്ധത്തെ വിലയിരുത്തരുത്. നിങ്ങൾക്ക് വേണ്ടിയുള്ള ആഹാരം നിങ്ങൾക്ക് വേണ്ടി ദൈവം കരുതി വെച്ചിട്ടുണ്ട്. നിങ്ങളെന്താ ചെയ്യേണ്ടത്? ആദ്യം ദൈവരാജ്യത്തെ ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ 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 യേശുവേ നന്ദി. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. മത്തായി 6:33 നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക, അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. മറ്റുള്ളതെല്ലാം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ദൈവം പറഞ്ഞെങ്കിൽ നിങ്ങൾ അതിൽ വിശ്വസിക്കണം. എന്നിട്ട് നിങ്ങൾ ചെയ്യാനുള്ള ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കണം. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾ സംസാരിക്കാതിരിക്കേണ്ട വ്യക്തികൾ ഉണ്ടാകാൻ പാടില്ല. ഉടമ്പടി പുതുക്കാൻ വരുമ്പോൾ നിങ്ങൾക്ക് കടങ്ങൾ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾക്ക് 10 പൈസ കിട്ടി, നാളെ നിങ്ങളെ സഹായിച്ച ഇന്നലെ നിങ്ങളെ സഹായിച്ച ആൾക്കാരായിരിക്കും. അപ്പം ഉടനെ നിങ്ങൾക്ക് പൈസ കിട്ടി കഴിയുമ്പോൾ വീട്ടിൽ ശമ്പളം കിട്ടിയിട്ട് അല്ലെങ്കിൽ മകൻ വരട്ടെ അപ്പം തരാമെന്ന് പറഞ്ഞാൽ നിങ്ങൾ 10,000 രൂപ മേടിച്ചത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ പൈസ കിട്ടി, മകൻ വന്ന് പൈസ കിട്ടി. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? ഇപ്പോൾ ഒരു സെൽഫോൺ മേടിക്കാം, ഒരു സ്മാർട്ട് ഫോൺ മേടിക്കാം, ആ കാശ് പിന്നെ കൊടുക്കാമെന്ന് പറയും. അപ്പോൾ നിങ്ങൾ ഉടമ്പടി ഡാമേജ് ആയിപ്പോയി. എന്താ കാര്യം? നിങ്ങൾ വാക്ക് പാലിച്ചില്ല. നിങ്ങൾ എന്താ പറഞ്ഞത്? മകൻ വരട്ടെ, മകൻ വരുമ്പോൾ ഞാൻ നിങ്ങൾക്ക് കാശ് തരാം എന്ന് പറയുന്നത് നിങ്ങളെ വിശ്വസിച്ച് ആണ് നിങ്ങൾക്ക് ആ പൈസ വന്നത്. ഇപ്പം മകൻ വന്ന് നിങ്ങൾക്ക് കാശ് കിട്ടി. പക്ഷേ ഇപ്പം നിങ്ങളെന്താ പറയണത്? നല്ല സ്മാർട്ട് ഫോൺ മേടിക്കണം, ഇങ്ങനെ തൊട്ടാൽ ഓടണ പുതിയ ഫോണുണ്ട്, അത് വാങ്ങിച്ച്. അപ്പം നിങ്ങളുടെ കാര്യം കഴിഞ്ഞിട്ട് മതി മറ്റുള്ളവരുടെ കാര്യം എന്ന് പറയുമ്പോൾ ആദ്യം ദൈവരാജ്യം എന്ന് പറയണത് ആദ്യം മറ്റുള്ളവരുടെ കാര്യമല്ലേ ചെയ്യേണ്ടത്. നമ്മൾ കടപ്പെട്ടുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്യണം. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകത്തില്ല. അല്ലെങ്കിൽ സ്റ്റാമ്പിൻ്റെ പല്ല് ഡാമേജ് ആയ പോലെ നിങ്ങളുടെ ഉടമ്പടി ഡാമേജ് ആകും. അപ്പോൾ ഉടമ്പടി ഡാമേജ് ആകാതിരിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കണം. അതിൻ്റെ ചേരുവകളും ചെയ്വനകളും കറക്റ്റ് ചെയ്തിട്ട് നിങ്ങൾ ദൈവദൃശ്യം നീറ്റായിട്ട് നിൽക്കുകയാണെങ്കിൽ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ്. ഡാമേജ് ആകാത്ത ഉടമ്പടി ഒരു ദേശീയ പാത പോലെയാണ്. ദൈവം ഏത് സമയത്തും വരും. ഇപ്പോൾ എന്താ പറയുക, ജോളിയുടെ പ്രശ്നം എന്താ? ജോളിയും വിൻസെൻറ്റും അപ്പോൾ അവർ സ്വപ്നം കണ്ട പോലെ തന്നെ മകനെ വണ്ടി ഇടിച്ച് പിറ്റേ ദിവസം. അപ്പോൾ ഭർത്താവ് ഭാര്യനെ വിളിച്ച് പറഞ്ഞില്ല. അവൾ വിളിച്ച് പറഞ്ഞാൽ ഭാര്യ വല്ലാത്ത കണ്ടീഷനായി പോകും. ഭർത്താവ് നേരെ ഹോസ്പിറ്റലിലേക്ക് ഓടുകയാണ്. പോകുമ്പോൾ ഉടനെ ഭാര്യയെ ആരെങ്കിലും ഭാര്യ വിളിച്ച് മകന് വണ്ടി ഇടിച്ച് ഹോസ്പിറ്റലിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ ഭാര്യ ഭർത്താവിനെ വിളിച്ച് പറഞ്ഞ് ഞാൻ മകൻ വണ്ടി ഇടിച്ച് എന്ന് പറഞ്ഞപ്പോൾ ഒരു മകനേ ഉള്ളേ, ഒന്നിലൊരു മകനാണേ. അപ്പോൾ ഭർത്താവ് പറഞ്ഞു ഞാൻ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണം, നീ അടങ്ങാമെന്ന് പറഞ്ഞു. അടങ്ങാനൊന്നുമില്ല, നിങ്ങളെ വന്നിവിടെ എന്നെ കൂട്ടിക്കൊണ്ട് പോയില്ലെങ്കിൽ എനിക്കറിയാം എന്ത് ചെയ്യണമെന്ന്. കാര്യം അവർ വയലൻ്റായി. അവരുടനെ വയലൻ്റായി. ഉടനെ ഈ ഭർത്താവ് തിരിച്ചു വന്ന് വണ്ടിയിൽ ഇവരെയും കൂട്ടിക്കൊണ്ട് അവിടെ ചെന്നപ്പോൾ ഡോക്ടർ പറഞ്ഞ് കുഴപ്പമൊന്നുമില്ല, ഭയങ്കര ടെൻഷൻ അടിച്ചാണ് ചെയ്യുന്നത്, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ ഡോക്ടർ പറഞ്ഞ് അവരൊക്കെ പോവുകയും ചെയ്ത് റെസ്റ്റ് എടുക്കട്ടെ, ഗ്ലൂക്കോസ് കയറുന്നുണ്ട്, വെള്ളം കുടിച്ച് ഫ്രഷ് ആയിക്കൊണ്ടിരിക്കണമെന്ന് പറഞ്ഞപ്പോഴേ പെട്ടെന്ന് ഇവർ ഡാമേജ് ആകാത്ത ഉടമ്പടിയാണ് ഇവരുടെ. ജോലിയുടെ ഉടമ്പടി ഡാമേജ് ആകാത്തതാണ്. അവർ കൃത്യമായിട്ട് ആ സംഭവം കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഡാമേജ് ആകാത്ത ഉടമ്പടി ആയതുകൊണ്ട് ദൈവത്തിന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ എളുപ്പമാണ്. ഈശോ പറഞ്ഞ് മകളെ അവന് നെറ്റിക്കും നോക്കിക്കിട്ട് ആ പുരുകത്തിൻ്റെ മുകളിലോട്ട് നോക്കാൻ പറഞ്ഞു.
ഉടനെ ജോളി മകൻ്റെ പുരുകത്തോട്ട് നോക്കി. അവൻ ഉറങ്ങിക്കിടക്കണ പോലെ കിടക്കുകയല്ലേ. നോക്കിയപ്പോഴുണ്ട് ഒരു നീലപ്പൊട്ട്. അപ്പോൾ ഇവർ നേഴ്സാണ്, സീനിയർ നേഴ്സാണ്. അപ്പോൾ ഈ നെറ്റിയിൽ നീലപ്പൊട്ട് എന്താണെന്നുള്ള ഇവർക്ക് പെട്ടെന്ന് പിടികിട്ടി. ഇവരപ്പം തന്നെ ആശുപത്രിയിലേക്ക് ഓടി സർജനെ കണ്ടെത്തിയും പറഞ്ഞു, സാറേ ഒന്നുകൂടി വന്ന് നോക്കി, തിരിച്ചുണ്ടാവും, സ്കാൻ ചെയ്യണം, ഒരു നീലപ്പൊട്ട് കിടപ്പുണ്ട്, അത് ക്ലോട്ടിങ് ആണെന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഭർത്താവ് പോയിട്ട് വല്ല കാര്യമുണ്ടോ അവിടെ? ഭർത്താവ് അതിന് കുഴപ്പമില്ലെന്ന്. അവർ നേഴ്സ് സ്കിൽഫുള്ളായിട്ടുള്ള പേഴ്സൺ വരുമ്പോൾ വ്യത്യാസം വരുന്നുണ്ടല്ലേ. അവർ നേഴ്സായതുകൊണ്ട് ഹെഡ് നേഴ്സാൻ പറ്റുകയാണ് അവർ. അപ്പോൾ അവരൊക്കെ ഉടനെ തിരിച്ചു വന്ന് സ്കാൻ ചെയ്തപ്പോഴുണ്ട് ക്ലോട്ടാണെന്ന് അറിഞ്ഞോടുകൂടി സിറ്റുവേഷൻസ് ആപ്പടെ മാറി. ഡോക്ടർ എല്ലാവരും മാറ്റി, ഇവനെ ICUലോട്ട് മാറ്റി. പിന്നെ എന്താ പ്രശ്നം? ഇവനിനി ഛർദ്ദിക്കരുത്, 1, തലവേദന ഉണ്ടാവരുത്, 2, ഇപ്പം അങ്ങനെ കുറച്ച്, അതായത് ഛർദ്ദിക്കരുത്, തലവേദന ഉണ്ടാവരുത്. ഇപ്പം നിരീക്ഷണത്തിലായി ഇവൻ. അപ്പം നിരീക്ഷണത്തിലായെങ്കിലും ക്ലോട്ട് ഇത്തിരി സീരിയസ് ആണ്. അങ്ങനെ വന്നാൽ തലക്ക് ഇഞ്ചറി ഉണ്ട്, അതാണ് വിഷയം. അപ്പോൾ തലക്ക് ഇഞ്ചറി ഉള്ള കാരണം ഛർദ്ദിക്കാനുള്ള സാധ്യത 100%. ഇവർ രാത്രി ഉറങ്ങാതെ കഴിച്ചു കൂട്ടും. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങും. അപ്പോൾ 3 മണിയാൾക്ക് ഭർത്താവ് ഉറങ്ങുമ്പോൾ ഇവർക്ക് തോന്നുകയെ, ആരെയും വിളിക്കത്തില്ല ഇവർ അതാണ് ഈ ഡാമേജ് ഇല്ലാത്ത ഉടമ്പടിക്കാരുടെ ഗുണം. അതാണ് ഇവർ പറഞ്ഞ വാക്കുണ്ട്, ഞാൻ ആരെയും വിളിച്ചില്ല, എന്തിനാണ് വിളിക്കണത്? ഉടമ്പടി എടുക്കാത്തവരെ വിളിച്ചിട്ട് എന്ത് കാര്യമെന്ന്. സ്വന്തം അമ്മയും അപ്പനും ഒക്കെ ഉണ്ട്, നാത്തനൊക്കെ ഉണ്ട്, അവരാരും ഉടമ്പടി എടുത്ത് ദൈവമായിട്ട് ബന്ധമില്ലല്ലോ. അവർ ഒരു മനുഷ്യൻ്റെ ചിന്ത, അവരുടെ സ്വന്തം ചിന്തയാണ്. ഞാൻ ആരെയും വിളിച്ചില്ല, ഞാൻ ഉടമ്പടി എടുത്ത ആൾക്കാരെ വിളിച്ചു. അത് എൻ്റെ മകൻ ഇങ്ങനെ ആശുപത്രിയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇത് വ്യത്യാസം കണ്ട, ആൾക്കാർ ഉടമ്പടിയെ കാണുന്ന രീതി കണ്ട. അവിടെ ബന്ധപ്പെട്ടവരും രക്തബന്ധമുള്ളവരെയും വിളിക്കണില്ല. അവരുടെ ബന്ധം എന്താണ്? ഈ സമയത്ത് അവർക്ക് വന്ന് മോങ്ങാനല്ല, കെട്ടിപ്പിടിച്ച് ചാകണ മുമ്പ് തന്നെ കുറേ ആൾക്കാർ വന്ന് കെട്ടിപ്പിടിച്ച് കരഞ്ഞില്ലേ മറ്റേ ഗ്രേസിനെ, ആ ജിൻസിനെ കെട്ടിപ്പിടിച്ച്, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് കരയാനല്ലേ പറ്റത്തുള്ളൂ. പിന്നെ 2 ഓറഞ്ച് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റും, അല്ലാതെ ഈ കക്ഷികൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഇവർ ജോളി പറയണത്, ഞാൻ ബന്ധുക്കളൊന്നും വിളിച്ചില്ല. എന്താ കാര്യം? ഞാൻ ഉടമ്പടി എടുത്തവരെ അറിയിച്ചു. അപ്പോൾ അവർ കുറച്ച് കഴിഞ്ഞപ്പോൾ ഉടമ്പടി തൈലം കൊണ്ട് വന്നു. അതാ വിഷയം. ഞാൻ അകത്ത് കയറി നെഞ്ചിൽ പെരട്ടി ഞാൻ എന്നെ ഉടനെ നേഴ്സ് പുറത്താക്കി. അപ്പോൾ ഇനി വെയിറ്റ് ചെയ്യുകയാണ്. കാര്യം വളരെ മോശം കണ്ടീഷനിലേക്കാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ പുറത്ത് നിന്ന് ജപമാല ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. ജപമാല ചൊല്ലിക്കൊണ്ടിരുന്ന സമയത്ത് എനിക്ക് തോന്നി, എൻ്റെ ഉടമ്പടിക്ക് ആശ്രയം കൊണ്ടുപോയി അവൻ്റെ കഴുത്തേൽ കൊന്തലിട്ട് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ മാതാവേ, ഞാൻ ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്, പക്ഷേ എൻ്റെ അവസ്ഥ ഇപ്പം അറിയാമല്ലോ. ഈ ഉടമ്പടിക്ക് ആശ്രയം, ഇത് മാത്രമേ അവനെ ജീവനിലോട്ട് കൊണ്ടുവരാൻ ഇത് മാത്രമേ ഒരു ആധാരമുള്ളൂ. അതുകൊണ്ട് ഇത് ഞാൻ പറിച്ച് അവൻ്റെ നെഞ്ചിലുള്ള കിടക്കണ കൊന്തേ കെട്ടാൻ പോകണം പറഞ്ഞ് ഇവിടെ അകത്ത് കയറിയപ്പോൾ ഒരു നേഴ്സ് വന്ന് തടഞ്ഞു. നിങ്ങൾ ഇതിനകത്ത് കയറാൻ അനുവാദമില്ല, ഇവിടെ കയറാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. കഴിയുമ്പോൾ ഈ ആളെ ഇവിടെ കസ്റ്റഡിയിലാണല്ലോ. അപ്പോൾ ഇയാളുടെ ബോഡിയെ തൊടാനോ അമ്മയാണെന്ന് പറഞ്ഞൊരു കാര്യമില്ല, അത് ചെയ്യാൻ പറ്റത്തില്ല. ഉള്ള കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് പറഞ്ഞു. ഇവൻ്റെ കഴുത്തിലെ കൊന്ത ഊരാനാണ് ഞാൻ വന്നതെന്ന് ആ നേഴ്സ് പറയുമ്പോൾ ഈ ചേച്ചി ഉള്ള സത്യം പറയും. നേഴ്സ് അങ്ങനെ ഊരരുത്, അത് മാത്രമേ ഇനിയുള്ളൊരു പിടിവള്ളിയുണ്ട്, അതുമേൽ ഈ ഉടമ്പടിക്ക് ആശ്രയം കെട്ടാനാണ് ഞാൻ വന്നതെന്ന് ഇവർ പറയും. അപ്പോൾ അവർ പറയും അതൊന്നും നടക്കത്തില്ല പറഞ്ഞാൽ അവർ പോവും. അവർ പോയി കഴിയുമ്പോൾ വേറൊരു നേഴ്സ് വഴിയും. എന്താ ചേച്ചി കരയണത്? എൻ്റെ മകനാണ്, അതിൻ്റെ കൊന്ത ഊരുമെന്നും പറഞ്ഞിട്ടാണ് അവർ പോയിരിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ഈ പുതിയ നേഴ്സ് പറയും സാരമില്ല, കൊന്ത ഉരണ്ട അവസ്ഥ വരികയാണെങ്കിൽ, അവൻ സ്കാൻ ചെയ്യുമ്പോൾ കൊന്ത ഉരണ്ട് വരികയാണെങ്കിൽ ഞാൻ തന്നെ ഊരിയെടുത്തിട്ട് ഞാൻ തന്നെ ഇട്ടോളാം, നിങ്ങൾ സമാധാനത്തിൽ ഇരിക്കാൻ പറയും. അപ്പോൾ ഇവർ പറയും, അമ്മ പറയും, ഈ കാശുരൂപം അവൻ്റെ കഴുത്തെ കെട്ടിക്കൊടുക്കാനാണ് ഞാൻ വന്ന് അകത്ത് കയറിയത്, അപ്പോഴാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അപ്പോൾ നേഴ്സ് പറഞ്ഞു അതിനെന്താ, അവൻ കെട്ടിക്കൊടുക്കാറില്ല എന്ന് പറയുമ്പോൾ ഈ നേഴ്സിൻ്റെ കഴുത്തിൽ ഉടമ്പടി കാശുരം കിടക്കും. അപ്പോഴിവർ കണ്ണ് നിറഞ്ഞു പോയി ശരിക്കും. അതായത് മാതാവ് മറ്റവരെ മാറ്റിയിട്ട് ഇവരെ പ്ലേസ് ചെയ്തിരിക്കണ്ട, ഉടമ്പടി എടുത്തൊരു മോളെ തന്നെ ആ സെക്കൻഡ് അവിടെ സ്പേസ് ചെയ്ത്. ഇത് ടൈമിംഗ് എന്ന് പറയും, ഇതാ ടൈം മദർ എന്ന് പറയണം നമ്മൾ. മറ്റവരൊന്ന് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ തന്നെ യഥാർത്ഥ ആളെ മാതാവ് പറഞ്ഞു വിട്ടിട്ട് അവർ ആ ഉടമ്പടി കാശുരം കെട്ടിവെച്ചും പുറത്തേക്ക് വന്ന കൊന്ത കാശുരം കെട്ടിയിട്ട് പുറത്തേക്ക് വന്ന് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു വെളുപ്പിന് 3 മണിയായി. 3 മണിയായപ്പോൾ ഭർത്താവ് ഉറങ്ങി.
പിന്നെ ഇവർ ആശുപത്രി ജനലിങ്ക നിൽക്കുകയാണ്. അപ്പോൾ അമ്മയോട് ചോദിച്ചു, അമ്മ ഇവിടെ ഉണ്ടല്ലോ അല്ലേ? ഞങ്ങൾക്ക് ഒരു മകനേ ഉള്ളൂ, ഒന്നും പറയാനില്ല, എല്ലാം അമ്മയുടെ കയ്യിലാണെന്ന് പറഞ്ഞപ്പോൾ ഉണ്ട് ആകാശത്ത് ഇങ്ങനെ വെള്ളമേഘങ്ങളിങ്ങനെ വന്ന് നിറഞ്ഞു. എന്നിട്ട് അവിടെ നീല മേലേക്ക് തെളിഞ്ഞു. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ കാവലായിട്ടുണ്ടെന്നതിൻ്റെ അർത്ഥം. അതായത് ഇങ്ങനെ ഈ ജനലിൽ കൂടെയാണ് ഇത് കാണുന്നത്. ഈ സംഭവം കടൽത്തീരം മുഴുവൻ നിറഞ്ഞിട്ട് അവസാനം വെള്ളി മേഘങ്ങളിൽ ഇങ്ങനെ അമ്മയുടെ നീലമേലെങ്കിൽ തെളിയും. അപ്പോൾ ഇവർക്ക് ഉറപ്പാവും. കാര്യം ഇവർക്കല്ലേ ഈ കോഡ് ഭാഷ അറിയത്തുള്ളൂ. ഉടമ്പടി ഡാമേജ് ആകാത്തവർക്ക് ദൈവത്തിൻ്റെ പ്രസൻസിൻ്റെ കോഡ് ഭാഷ അറിയാം. അല്ലാതെ ദൈവം എന്ത് തലകുത്തി പറഞ്ഞാലും അറിയാൻ പറ്റത്തില്ല. കാര്യം ഫ്രോഡാണ് ഉടമ്പടി എടുത്തിരിക്കണമെന്നുണ്ടെങ്കിൽ അറിയാൻ പറ്റത്തില്ല. ആ കറക്റ്റ് ആൾക്കാർ, ആ വേവലെന്തുള്ള സത്യസന്ധമായ ഉടമ്പടിയിലൂടെ ജീവിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ സൂചനകൾ അറിയാൻ പറ്റും, പ്രസൻസ് അറിയാൻ പറ്റും. പിറ്റേ ദിവസം ആയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ടെസ്റ്റെല്ലാം ഓക്കെയാണ്, ഛർദ്ദിച്ചിട്ടില്ല, തലവേദനയില്ല, ഓക്കെയാണ്, മകനെ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഇതാണ്. അതായത് ഇവളെ സംബന്ധിച്ചിടത്തോളം അവർ അറിവ് അനുഭവമായി, അനുഭവം ബോധ്യമായി, ബോധ്യം സാക്ഷ്യമാകും. സാക്ഷ്യം രണ്ട് തരമുണ്ട്. അറിവാണ് അനുഭവം ഉണ്ടാക്കുന്നത്. അനുഭവം മേജർ ആയിട്ടുള്ള അനുഭവങ്ങളുണ്ട്, മൈനർ അനുഭവങ്ങളുണ്ട്. മേജർ അനുഭവങ്ങളിൽ നിന്ന് മേജർ ബോധ്യങ്ങളുണ്ടാകും. ബോധ്യങ്ങൾ എന്തുണ്ടാക്കും? സാക്ഷ്യം ഉണ്ടാക്കും. സാക്ഷ്യം രണ്ട് തരമുണ്ട്. ജനങ്ങളുടെ ഇടയിൽ ഏറ്റുപറച്ചിലുണ്ട്, സാക്ഷ്യമായി ജീവിക്കണമുണ്ട്. സാക്ഷ്യമായി ജീവിക്കണ രണ്ട് തരമുണ്ട്. വേദസാക്ഷ്യമുണ്ട്, രക്തസാക്ഷ്യമുണ്ട്. ഉടമ്പടി നിങ്ങൾ നയിച്ചുകൊണ്ട് പോണത് ദൈവത്തിന് വേണ്ടി ജീവിച്ച് ജീവിത സാക്ഷ്യങ്ങളിലേക്കാണ്. പ്രാർത്ഥിക്കുക, കർത്താവേ അങ്ങയ്ക്ക് വേണ്ടി ജീവിക്കുവാൻ, സാക്ഷ്യമായി ജീവിക്കുവാൻ ഉടമ്പടിയിലൂടെ എന്നെ വിളിച്ചതിന് ഞാൻ അങ്ങയ്ക്ക് നന്ദി പറയുന്നു. മരണം വരെ കൃപയിലെ എന്നെയും കുടുംബത്തെയും നിലനിർത്തണമേ. ശ്രദ്ധിക്കട്ടെ. ശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് രോഗസൗഖ്യ പ്രാർത്ഥനയാണ്. ഇടതു കൈ നെഞ്ചിൽ വെച്ചുകൊണ്ട് വലതു കൈ ശിരസിൽ വെച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിലെ, സഭയുടെ അധികാരത്തിലെ, കുരിശിൻ്റെ അടയാളത്തിലെ, ദൈവത്തിൻ്റെ ശക്തിയാൽ ഞാൻ മക്കളെ ആശീർവദിക്കുന്ന കർത്താവേ, നിന്റെ തിരുമുറുപാർന്ന വലത്തെ കരം, ആണിപ്പെടുതാർന്ന അത്ഭുത കരം ഓരോ മകൻ്റെ മേലും ഓരോ മകളുടെ മേലും വെക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിൽ മാരക രോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ, ജീവിത തടസ്സങ്ങൾ ഈശോ ഉച്ച മുതൽ ഉള്ളംകാൽ വരെ എല്ലാ കോശങ്ങളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. എല്ലാ പേശികളിലും കർത്താവിൻ്റെ അകത്ത് നിറയട്ടെ. മാരക രോഗങ്ങൾ, തീരാവേദികൾ യേശുവിൻ്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ക്യാൻസർ, സിസ്റ്റുകൾ, മുഴകൾ, ത്വക്ക് രോഗങ്ങൾ, ചൊറികൾ, ചിരങ്ങുകൾ, ചുണങ്ങൾ കർത്താവിൻ്റെ അകത്ത് കഴുകപ്പെടട്ടെ. ഉച്ച മുതൽ ഉള്ളംകാല് വരെ കഴുകപ്പെടട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം പ്രാപിക്കട്ടെ. കൈകൾക്ക് ഒപ്പുക. ഇപ്പം നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് കർത്താവ് ജീവനോടെ ഇവിടെ സാന്നിധ്യം നൽകുന്ന വലിയ സ്വർഗീയ ശക്തിയുടെ നിമിഷങ്ങളാണ്. നമ്മൾ പ്രാർത്ഥിക്കാൻ പോകുന്നത് ജോലിയില്ലാത്തവർ, വീടില്ലാത്തവർ, കലങ്ങിയ കുടുംബങ്ങൾ, ഭിന്നിച്ച കുടുംബങ്ങൾ, വഴിപഴിച്ചു പോയ മക്കൾ, അന്യനാടുകളിലും വിദേശത്ത് അകപ്പെട്ടു പോയവർ, ജപ്തി നടപടി നേരിടുന്നവർ, സാമ്പത്തിക സ്രോതസ്സുകൾ വറ്റിപ്പോയവർ, സാമ്പത്തികം അന്യാധീനപ്പെട്ടു പോയവർ, ആ മേഖലകളെല്ലാം സമർപ്പിക്കാൻ പോവുകയാണ്. ഒരു ഗതിയും പരഗതിയുമില്ലാതെ എന്ത് ചെയ്യണമെന്നറിയാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുന്ന മനുഷ്യരുണ്ട്. അവരെല്ലാം പരിശുദ്ധ അമ്മയോട് ചേർത്ത് കൊടുത്തുകൊണ്ട്
ഈ ആഴ്ചയിൽ തന്നെ സമയബന്ധിതമായി 7 ദിവസത്തിനുള്ളിൽ അവരുടെ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാൻ വേണ്ടി ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവത്തിൻ്റെ കരുണ, ദൈവത്തിൻ്റെ ശക്തി, ദൈവത്തിൻ്റെ കൃപ മക്കളുടെ ആവശ്യിക്കട്ടെ. ഈശോ 38 വർഷം അർപ്പിച്ച കൃപയുടെ യോഗ്യതയാൽ ഇയാൾ താഴെ നടന്ന 10,000-കണക്കിന് ആരാധന ശക്തിയാൽ മാരക രോഗങ്ങള്, തീരാ ജീവിത തടസ്സങ്ങള്, തീരാ ജീവിത ദുരിതങ്ങള് യേശു ക്രിസ്തുവിന്റെ നാമത്തില് മാറിപ്പോകട്ടെ. അച്ഛൻ്റെ പ്രാർത്ഥനയിൽ ഉൾപ്പെടാത്ത വിഷയങ്ങൾ, നിങ്ങളുടെ സ്വകാര്യമായ സങ്കടങ്ങൾ മൗനമായി ഈശോയ്ക്ക് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥതയിൽ സമർപ്പിക്കുക. അപൂർവമായൊരു സമയമാണിത്. ഇത്രയും നമ്മൾ വചനം കേട്ടതിന് ശേഷമാണ് ഇപ്പോഴും കർത്താവിൻ്റെ തിരുസേവം മുട്ടുകുത്തിക്കൊണ്ട് നമ്മുടെ ജീവിത നിലനിൽപ്പിന് വേണ്ടി നിങ്ങൾ കണ്ണീരിടുന്നത്. ഇതിൻ്റെ മേൽ സാക്ഷ്യം പറയാവുന്ന നേരത്തെ നിങ്ങൾ ഈശോയോട് പറഞ്ഞുകൊള്ളുക. സാക്ഷ്യം പറയാൻ സാധിക്കും. നിങ്ങൾ ദൈവത്തിന് ഒരു സമയം കൽപ്പിച്ച് നൽകുക. മാതാവിൻ്റെ മധ്യസ്ഥതയിൽ അമ്മ ഒരു സമയം നിശ്ചയിച്ചു കഴിഞ്ഞാൽ കർത്താവ് അത് മാറ്റത്തില്ലെന്ന് ഓർത്തുകൊണ്ട് തന്നെ നിങ്ങളുടെ വിഷയത്തിന് മേൽ ദൈവിക തീരുമാനം ഉണ്ടാകാം. സമയം നിങ്ങൾ നിശ്ചയിക്കുക. അമ്മേ, പരിശുദ്ധമ്മ, ദേവമാതാവേ, സമയത്തിൻ്റെ മാതാവേ, സഞ്ചാരി മാതാവേ, എല്ലാ മേഖലകളിലും മക്കൾ അനുഭവിക്കുന്ന വിഷയങ്ങൾ സമയബന്ധിതമായി നിറവേറാൻ ആവശ്യമായ ദൈവത്തിൻ്റെ മാധ്യസ്ഥം പരിശുദ്ധ അമ്മയുടെ അപ്രതിരോധ്യമായ സ്വർഗീയ മാധ്യസ്ഥത മുമ്പിൽ ഞങ്ങൾ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ ഈശോയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈശ്വരാധന, ഹല്ലേലൂയ. ഈശോയെ സമയബന്ധിതമായി നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നവരുടെ കാരുണ്യത്തിന് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മഹത്വം, മഹത്വം, ആരാധന, ആരാധന. ഹല്ലേലൂയ. മൗനമായ സ്വന്തം സ്വകാര്യ സങ്കടങ്ങൾ സമർപ്പിക്കേണ്ട സമയമാണ്. നിങ്ങൾക്ക് വേണ്ടി അച്ഛൻ ഈശോയെ തൊട്ട് പ്രാർത്ഥിക്കേണ്ട സമയമാണിത്. സമാപന ആശീർവാദം. ഒരിക്കൽ കൂടി മരിയൻ ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന എല്ലാ വിഷയങ്ങളും, നിങ്ങളുടെ ജീവിതത്തെ നൊമ്പരപ്പെടുത്തുന്ന വിഷയങ്ങളും ദൈവമാതാവിൻ്റെ മധ്യസ്ഥയിൽ ദിവ്യകാരുണ്യ സന്നിധിയിൽ സമർപ്പിച്ച് നമുക്കൊരു നിമിഷം മൗനമായിട്ട് പ്രാർത്ഥിക്കാം. സംശയിക്കാത്ത വിശ്വാസം ഞങ്ങൾക്ക് നൽകണമേ എന്ന് നമുക്ക് വചനത്തിൽ കേട്ടതുപോലെ പ്രാർത്ഥിക്കാം. ഒപ്പം തന്നെ ഞങ്ങളുടെ നിലപാടുകളിലൂടെയും സമീപനങ്ങളിലൂടെയും ആത്മാവിൻ്റെ ഫലങ്ങൾ സമൃദ്ധമായി ഞങ്ങളിൽ വന്ന് നിറഞ്ഞ് എത്രയും വേഗം സാക്ഷ്യം പറയാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്ക് ആരാധന. ഒന്നാമത്തെ അറിയിപ്പ്, ഒക്ടോബർ 26 ശനിയാഴ്ചയാണ് നമ്മുടെ ജപമാല മഹാറാലി ഇവിടുന്ന് അർത്തുങ്കലേക്ക് 6 മണിക്ക് ആരംഭിക്കും രാവിലെ. ഇപ്രാവശ്യം തിരുദിശ റോഡ് വിട്ടുകൊണ്ട് നമ്മുടെ കടലോര വഴികളിലൂടെയാണ് കാറ്റും കൊണ്ട് പോകുന്നത്. വഴി ഇത്തിരി ഇടുങ്ങിയതാണെങ്കിലും ട്രാഫിക് ബ്ലോക്കുകൾ ഒഴിവാക്കാൻ കഴിയുന്നുവെന്നുള്ളതാണ് ഇതിൻ്റെ വിജയം. നിങ്ങളതിൻ്റെ വിജയത്തിനായി പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണം. ഒത്തിരി പ്രായമുള്ളവരെ, അതായത് ഒരു 60 വയസ്സ് കഴിഞ്ഞവർ റാലിക്ക് അർത്തിങ്ക പള്ളിയിൽ വന്നാൽ മതി. അർത്തിങ്ക പള്ളി പടിഞ്ഞാറക്കുരിശിങ്കിൽ വന്നാൽ മതി. ഇപ്പം ഞങ്ങളവിടെ വരുമ്പോൾ അവിടെ നിങ്ങൾക്ക് ഒരുമിച്ചായിട്ട് വരാൻ പറ്റും. അല്ല, ഈ പോണ വഴികൾ പ്രായമുള്ളവർക്ക് പറ്റാത്ത വഴികളാണ്.
പിന്നെ ശ്വാസം മുട്ടി താഴെ വീണ് ഞങ്ങളെ നോക്കാൻ ആരുമില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. പ്രായമുള്ളവരും ഹൃദയത്തിൻ്റെ അസുഖമുള്ള ആൾക്കാരും തിരക്കിൽ വരരുത്. കഴിഞ്ഞ കൊല്ലം ഒരു കാഷ്വാലിറ്റി ഉണ്ടായതാണ് ഈ വിഷയത്തിൽ. ഒത്തിരി പ്രായമുള്ളവരും, അതായത് 60 വയസ്സ് 65 വയസ്സ് കഴിഞ്ഞിട്ട് ആരോഗ്യമില്ലാത്തവരും രോഗികളും ആയിട്ടുള്ളവരും ഹൃദയത്തിന് അസുഖമുള്ളവരൊക്കെ വരേണ്ടത്. അങ്ങനെ വരണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ. കാര്യം നിങ്ങൾ വീട്ടിലിരുന്ന് പ്രവർത്തിച്ചാലും മതി. ഇത് നിങ്ങൾക്ക് വന്നേ മതിയാകത്തുള്ളെങ്കിൽ തിരക്കില്ലാത്ത സ്ഥലത്ത് അർത്തിങ്കപ്പള്ളി വന്നിട്ട് പടിഞ്ഞാറ കുരിശിക്കുന്ന തന്നെത്താൻ ജപമാല ചൊല്ലി അകത്ത് കയറിയാലും മതി. ഞങ്ങളുടെ കൂടെ കൂടാൻ നിൽക്കരുത്. കാര്യം വന്ന റാലി വരുന്നത് ഭയങ്കര ഒരു സ്പീഡിലാണ് വരണത്. അപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ അതിൻ്റെ ആ സ്പീഡിനൊപ്പം കിട്ടിയില്ലെന്ന് വരും. അപ്പം നിങ്ങൾ അവിടെ നിന്ന് തന്നെ പ്രാർത്ഥിച്ച് 1-2 പ്രാവശ്യം വേണം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാൻ പറ്റും. നിങ്ങൾക്ക് സ്വസ്ഥ നിങ്ങൾ റാലി ഒന്ന് കൂടിയെന്നുമായി അമ്മ അത് റാലി മൊത്തം റാലി കൂടിയ പോലെ അമ്മ അത് വരവ് വെച്ചുകയും ചെയ്തോളും. അപ്പോൾ നിങ്ങളുടെ ഒരു സൗകര്യത്തിനാണ് അത് പറയണത്. ശ്രദ്ധിച്ചാൽ മതി. അതായത് പ്രായമുള്ളവരാണ് കേട്ടോ. പിന്നെ ആരോഗ്യമുള്ളവരോടൊപ്പം നിൽക്കരുത്. അച്ഛൻ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അത് നിങ്ങളുടെ രീതിയിലാക്കിയെടുക്കും. അത് പ്രായമുള്ളവർക്കും നടക്കാൻ പറ്റാത്ത രോഗികൾക്കും ഹൃദയ രോഗികൾക്കുമാണ്. അവർക്ക് നിർബന്ധമാണെങ്കിൽ ഇത് റാലിക്ക് വരാം. അത് അവിടെ സ്വസ്ഥമായിട്ട് പടിഞ്ഞാറക്കുരിശിൽ നിന്ന് കിഴക്കോട്ടും തന്നെത്താൻ നടന്ന് ജപമാല ചൊല്ലി എത്തിയാൽ മതി. രാവിലെ 7:30 മണിക്കാണ് കുർബാന, വൈകുന്നേരം 6:30 മണിക്കും. ഇവിടുത്തെ ഉടമ്പടി ഷെഡ്യൂളെന്ന് പറയണത് പുതിയ ഉടമ്പടി പുതിയതായിട്ട് എടുക്കാനുള്ളവർക്ക് രാവിലെയുള്ള ക്ലാസ് 7 മണിക്കാണ്. രണ്ടാമത്തെ ഉടമ്പടി ബാച്ച് പുതിയ ആൾക്കാർക്ക് 11 മണിക്ക്, മൂന്നാമത്തെ ഉടമ്പടി ബാച്ച് പുതിയ ആൾക്കാർക്ക് 2 മണിക്ക്. അങ്ങനെ ഷെഡ്യൂള്. അച്ഛനെ കാണാൻ ആഗ്രഹിക്കുന്നവർ ചെയ്യേണ്ടത് നേരത്തെയുള്ള ഉടമ്പടി എടുക്കാത്തവരാണെങ്കിൽ വെളുപ്പിനെ വന്ന് ഉടമ്പടി എടുത്തിട്ട് റെഡിയായി നിൽക്കണം. കാരണം പിന്നെ വരുന്നവർ ഉടമ്പടി എടുത്ത് പുറത്ത് വരുമ്പോൾ ആൾത്താരയിലുള്ള പ്രാർത്ഥന കഴിഞ്ഞിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അച്ഛനെ കാണാൻ വേണ്ടി ഉദ്ദേശിച്ച് വന്നിട്ടുള്ള ആൾക്കാർ ചെയ്യേണ്ടത് അവിടെ ഉടമ്പടി പേപ്പറ്, പിന്നെ അവർ പറയുന്ന വിഷയം, രോഗമായാലും ജെട്ട് നടപടിയായാലും കേസായാലും അതിൻ്റെ എന്താണ് അവർ പറയുന്ന വിഷയം, അതിൻ്റെ രേഖയാണ്, അപ്ഡേഷനുള്ള രേഖയാണ് ഓഫീസിൽ കാണിക്കേണ്ടത്. ഇപ്പോൾ നിങ്ങൾക്ക് വിവാഹം ഒത്തുവരാത്തവരാണെന്ന് വിചാരിച്ചോ, അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങൾ അതിന് ഒരു അപേക്ഷ എഴുതണം, മാതാവിന് സമർപ്പിക്കാൻ. നിങ്ങൾ എന്ത് രേഖ തന്നാലും അത് മാതാവിന് സമർപ്പിക്കാൻ വേണ്ടി രേഖ ചോദിക്കുന്നതും, പിന്നെ നിങ്ങളുടെ കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് അറിയാൻ വേണ്ടിയാണ് രേഖ ചോദിക്കുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് കാര്യം 100-500 പേര് ഒരു ദിവസം വരും കാണാൻ വേണ്ടി. അപ്പോൾ മാക്സിമം നമുക്ക് എടുക്കാൻ പറ്റുന്ന 225 പേരെ എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ രാത്രിയാവും, വൈകുന്നേരം ആകും. അപ്പം അതുകൊണ്ടാണ് ജെന്യുവിനായിട്ടുള്ള ഏറ്റവും സീരിയസ് വിഷയങ്ങൾ എടുക്കുന്നതിൻ്റെ കാരണം. അപ്പം നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ആദ്യം തന്നെ, ഇപ്പോൾ വിവാഹം ഒത്തുവരാത്തവരാണെങ്കിൽ അതിന് നിങ്ങൾ ആധാർ കാർഡ് കാണിച്ചിട്ട് കാര്യമില്ല. മറിച്ച് നിങ്ങളൊരു പേപ്പർ എടുത്തിട്ട് വിവാഹിതനല്ല എന്ന് വിവാഹിതയല്ല എന്ന് എഴുതണം. പിന്നെ എന്താ എഴുതണത്? പിന്നെ വേറെ വല്ല കാര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ജീവിത പങ്കാളി ഉള്ള ആൾക്കാരാണ്, അവർ ഉപേക്ഷിച്ചതാണോ, ഡൈവേഴ്സ്ഡാണോ, പള്ളി അറിഞ്ഞത് പിരിഞ്ഞതാണോ എന്നെഴുതണം. പള്ളി അറിഞ്ഞ് പിരിയാതെ ഒരാൾ ഭാര്യ ജീവിച്ചിരിക്കുമ്പോൾ വീണ്ടും വിവാഹത്തിന് ആൾക്കാരെ വന്ന് മുട്ടുകുത്താൻ പറ്റത്തില്ല. സഭാ നിയമത്തിനെതിരാണത്. പള്ളി അറിഞ്ഞ് പിരിയാത്തവരാണെങ്കിൽ അതിന് ആദ്യ വിവാഹത്തിൽ നിന്ന് മോചനം, സഭാപരമായ ബൈൻഡിങ്സ് നിന്ന്, നിങ്ങൾ ആധ്യാത്മിക കടങ്ങളിൽ നിന്നും ബാധ്യതകളിൽ നിന്നും നിങ്ങളുടെ ആത്മാവ് ലിബറേറ്റ് ആയിട്ടില്ലെങ്കിൽ, സഭ അതിന് നിങ്ങൾക്ക് മോചനം നൽകിയില്ലെങ്കിൽ, നൽകിക്കഴിഞ്ഞിട്ടാണ് വിവാഹത്തിൻ്റെ കാര്യം ഒത്തുവരാൻ വേണ്ടി നിങ്ങൾ. പിന്നെ സഭ അത് നൽകണം, അല്ലെങ്കിൽ സിവിലിൽ നിന്ന് അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അപേക്ഷ സഭ കോടതി കൊടുത്തിട്ടുണ്ട്, അതുവരെ കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ പ്രാർത്ഥിക്കുന്നത് വിവാഹം ഒത്തുവരാനല്ല, സഭാ കോടതിയിലെ പ്രൊസീഡിങ്സ് എത്രയും വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. സിവിൽ കോടതി കൊടുത്തിട്ടുണ്ട്, കേസ് നിലവിലുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്നത് എത്രയും വേഗം ആ കേസ് നിലവിലാകാനാണ് ഞാൻ നിങ്ങളുടെ അപേക്ഷ മാതാവിൻ്റെ അടുത്ത് വന്ന് കൊടുക്കുന്നത്. അപ്പം മാതാവ് അത് ഒട്ടനെ റിലീഫ് ചെയ്യും. പിന്നെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, നിങ്ങളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് എങ്കിൽ ഞാൻ നിങ്ങളോട് അപ്പോൾ പറയും ഇത് നിങ്ങളുടെ കയ്യിലാണ് മിസ്റ്റേക്ക് ഉള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ ഈ മിസ്റ്റേക്കൊക്കെ നിങ്ങളെ കൊണ്ടുവന്നതിൻ്റെ ഏജൻറ്റുമാർ വേറെയാണ്, അതെല്ലാം ഇവിടെ വെച്ച് പറയും.
ഇന്ന കേസ് കൊണ്ടാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ഈ വിഷയം ടേക്കപ്പ് ചെയ്യാൻ സമയമെടുക്കും. ആദ്യം നിങ്ങളുടെ തെറ്റ് വെരിഫൈ ചെയ്യാൻ, റെക്ടിഫൈ ചെയ്യാൻ പറയും. കാരണം ദൈവമായിട്ടുള്ള കളി നിങ്ങളെ പോഴം കളി കൊണ്ട് നടക്കത്തില്ല. വേണേൽ കെട്ടിയ പെണ്ണമ്മയൊക്കെ വീട്ടിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് വിടാം, അല്ലെങ്കിൽ കെട്ടിയ പുരുഷനെ വേറെ ഒരാളെ കണ്ട് അതിനടിച്ചിട്ട് നിങ്ങൾക്ക് ഒഴിവാക്കാം. അതൊക്കെ ഈ മനുഷ്യന്മാരുടെ ഇടയിലും കിളികളുടെ ഇടയിലും പക്ഷി മൃഗാദികളുടെ ഇടയിലൊക്കെ ഇതുപോലെയൊക്കെ ഉള്ള കൂടുമാറ്റമൊക്കെ ഉള്ളതാണ്. പക്ഷെ അതൊന്നും അൾത്താറെ ദൈവം അംഗീകരിക്കത്തില്ല. ദൈവം കൂദാശ ചെയ്ത് വെച്ചതാണെങ്കിൽ അതിൻ്റെ ഗ്രൗണ്ട് ആ കൂദാശ നടന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ സഭയാണത് പറയേണ്ടത്. അല്ല നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് കുത്തിയിരുന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അത് നിങ്ങളിപ്പോൾ കാര്യം നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എങ്ങനെ രക്ഷപ്പെട്ടാലും 70 കൊല്ലമേ ജീവിക്കത്തുള്ളൂ. 700 കോടി നിത്യത വരെ ജീവിക്കേണ്ട ഒരു ജീവിതത്തിന് വേണ്ടിയാണ് നമ്മൾ ക്രിസ്തുവിൽ വിശ്വസിക്കണമെന്ന് ഓർത്ത് വേണം ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്യാൻ. കാര്യം ഒന്നുറങ്ങിയാൽ നേരം വിളക്കത്തില്ലെന്ന് അർത്ഥം. ഇത് കാര്യമൊന്നും അറിയാൻ പാടില്ലാതെ 10 പൈസ കുറഞ്ഞു പോയി, അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ശരിയായില്ലെന്നും പറഞ്ഞ് ഉടനെ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പിരിഞ്ഞോണ്ടെന്ന് ചെയ്തെന്ന് ദൈവത്തിനറിയാം എവിടെയാണ് ശരികേട് സംഭവിച്ചിരിക്കുന്നത്, ആരാണ് ശരികേട് കൊണ്ട്, അമ്മായിയമ്മയാണ്, അത് പെങ്ങളാണ്, നാത്തൂനാണ്, ഇതിൻ്റെ അകത്ത് കയറി ചോരക്കൊണ്ടത് കല്ലിട്ടിരിക്കണം ദൈവത്തിനറിയാം. ഈ നിങ്ങൾ ഈ ഭാര്യ എന്ന് പറഞ്ഞ ആളും ഭർത്താവെന്ന് പറഞ്ഞ ആളും ആടെ കൂടെ നിൽക്കണതെന്നറിയാം. അവർ 20 ഒരു ശരീരമായി തീരുമെന്ന് പറഞ്ഞതിന് ശേഷം കർത്താവാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ആ ബാധ്യതയുണ്ട് ദൈവദൃശ്യൻ്റെ. അല്ലെങ്കിൽ പിന്നെ കല്യാണം കഴിക്കാൻ പോകരുത്, ഞങ്ങളെപ്പോലെ ശുശ്രൂഷ ജീവിതം ചെയ്യണം. നിങ്ങൾ വിവാഹം കഴിക്കാൻ പോയാൽ തീർച്ചയായിട്ടും അതിൻ്റെ ആധ്യാത്മിക ബാധ്യത നിങ്ങൾ വിശ്വാസികളാണെങ്കിൽ ഏറ്റവും. കാര്യം വിശ്വാസികളെ എന്തിനു വേണ്ടിയാണ്? ഇവിടെ കിടന്ന് പായസം കഴിച്ച് കഴിയാൻ വേണ്ടിയല്ല, നിത്യവരെ എത്താൻ വേണ്ടിയാണ്. ഞാൻ മാതാവിനെ നേരിട്ട് കണ്ടൊരു വൈദികനാണ്. അപ്പോൾ നിത്യത എന്താണെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ശാസനാപൂർവ്വം നിങ്ങളോട് സംസാരിക്കുന്നത്. ഈ വിഷയത്തെക്കുറിച്ച് ആംബിഗസായിട്ട് ഐഡിയ ഉള്ള ആൾക്കാർക്ക് എന്ത് ലൂസ് പണിയും കാണിക്കാൻ പറ്റും. ഇവിടെ കൃപാസനത്തിൽ ലൂസ് പണിയൊന്നും നടക്കത്തില്ല, കറക്റ്റ് കാര്യങ്ങൾ പറയും. എന്താ കാര്യം? നമ്മൾ വിശ്വസിക്കുന്ന കാര്യത്തിൽ കട്ടനായിട്ടുള്ള ബേസിക്കുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് നിങ്ങൾ നിത്യജീവിതം, ഇപ്പം വൈശാഖ് പോലും പറഞ്ഞത് എന്താണ്? ഞാൻ ഇനി ജീവിക്കണം നിത്യതയ്ക്ക് വേണ്ടിയാണെന്നാണ്. അപ്പം അതിന് ആ ബോധ്യം കിട്ടി. നിത്യതയ്ക്ക് വേണ്ടി ബോധ്യം കിട്ടണം. അപ്പോഴാണ് നിങ്ങളുടെ ഉടമ്പടി ഡാമേജ് ആകാതെ പോണത്. ഇറ്റ്സ് ഓക്കെ, ക്ലിയർ, സന്തോഷമായിരിക്കുക. അപ്പം നിങ്ങളുടെ അവസ്ഥ എന്താണ്? ഇത് നിങ്ങളുടെ കയ്യിൽ നിന്ന് തെറ്റിപ്പോയതാണെന്ന് വിചാരിച്ചോ? ഒരു മത്സരത്തിന് വാശിൽ നിൽക്കുകയാണ്, അവളെ കൊണ്ട് ആക്കി, അവൾ വരട്ടെ, ഞാൻ ഗൾഫിൽ നിന്ന്, ഞാൻ യൂറോപ്പിൽ നിന്ന് വന്ന കാര്യം അവൾക്കറിയാവില്ല, അവളെന്താ വരണ്ടത്, ഞാനല്ല ഭർത്താവ്, അവളല്ലേ വരേണ്ടത്. ചിലപ്പോൾ ഒരു വാശിയായിരിക്കും. പക്ഷേ എന്നോട് പറയണ അച്ഛാ ഒരു വാശിയിലാണെന്ന് പറയണം നിങ്ങൾ എന്നോട്. അപ്പോൾ അതിൻ്റെ മരുന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരും നിങ്ങൾക്ക്. പിന്നെ എന്താ പ്രശ്നം? അതുകൊണ്ട് വിവാഹം ഒത്തു വന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളത് കൃത്യമായിട്ട് എൻ്റെ സിറ്റുവേഷൻസ്, സാഹചര്യം എഴുതി തരണം. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഭയങ്കര കരുണയും വാത്സല്യവും തോന്നും. അത് ദൈവത്തിന് തോന്നുന്ന വാത്സല്യമാണത്. നിങ്ങളോടൊരു വാത്സല്യം എനിക്ക് തോന്നിയാൽ ആ വിഷയത്തിൻ്റെ മേൽ ദൈവിക തീരുമാനം ഉടനെ ഉണ്ടാകും. നിങ്ങളോട് എനിക്ക് പുച്ഛമാണ്, വെറുപ്പാണെങ്കിൽ എന്താ വെച്ചാൽ നിങ്ങളിൽ പൈശാചിക ശക്തികൾ നിലനിൽക്കുന്നുണ്ടെന്ന് എൻ്റെ അർത്ഥം. അങ്ങനെ വന്നാൽ നിങ്ങൾ എത്രയും വേഗം അത് റെക്ടിഫൈ ചെയ്ത് കർത്താവിന് പ്രവർത്തിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നിങ്ങൾ വിശുദ്ധീകരിക്കണം. ഇത് വിശുദ്ധീകരിക്കാൻ ഏറ്റവും നല്ല നടപടിയാണ് ഉടമ്പടി. അപ്പോൾ ഒന്നിനെക്കുറിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. എന്തവസ്ഥ നിങ്ങളുടെ കയ്യിൽ നിന്ന് അബദ്ധം വന്നാൽ എന്നോടത് പറഞ്ഞാൽ മതി, അച്ഛാ ഇങ്ങനെയാണ് സംഭവം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ കർത്താവിൻ്റെ അടുത്ത് പറയണേക്കാൾ നമുക്ക് കർത്താവിൻ്റെ അടുത്ത് നേരിട്ട് പറയാൻ പറ്റത്തില്ല. അതേപോലെ ഞങ്ങളെപ്പോലെ വൈദികരെ വെച്ചിരിക്കണത്. അപ്പം നിങ്ങളത് പറയുമ്പോൾ, നിങ്ങൾ ഒരു വൈദികരോട് കാര്യം പറയുമ്പോൾ, നമ്മളെ കുമ്പസാരിക്കാൻ ചെല്ലുമ്പോൾ നമുക്കറിയാം അത് കർത്താവിനോട് നമ്മൾ പറയണത് എന്ന് പറയുമ്പോൾ ആ ഒരു ബോധത്തിൽ പറയുമ്പോൾ അവർക്കും ആ ഒരു അഭിഷേകം കിട്ടും, നിങ്ങൾക്കും അഭിഷേകം കിട്ടും. അവിടെ ഉപദേശം കറക്റ്റായിരിക്കും. കുമ്പസാരിക്കാൻ ചെല്ലുന്നവർ വൈദികർ സമർപ്പിച്ച് പ്രാർത്ഥിക്കണം. എന്താ കാര്യം? വൈദികർക്ക് ഇതിൻ്റെ ഇരട്ടി അഭിഷേകം കിട്ടാൻ വേണ്ടി പ്രാർത്ഥിക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് വേണം നിങ്ങൾ കുമ്പസാരക്കൂടിന് അണിയാൻ. കുമ്പസാരം ഇപ്പം മറ്റു മതസ്ഥർക്ക് കുമ്പസാരം പറ്റത്തില്ല. അപ്പോൾ അവരെന്ത് ചെയ്യണം? ആത്മാർത്ഥമായിട്ട് അനുദപിക്കണം. കർത്താവേ, ഞാൻ പരമാവധി ഇതെല്ലാം വിട്ടുപേക്ഷിക്കുകയാണ്, എന്നെ സഹായിക്കണം, ഞാൻ നികക്കളില്ലാത്ത പരുവത്തിലാണ്, എനിക്ക് നീ എന്നെ അനുഗ്രഹിച്ചാൽ ഞാൻ ഇനി വിശുദ്ധ ജീവൻ നയിച്ചു കൊള്ളാം. ക്ലിയർ അല്ലേ? പോയിൻ്റെല്ലാം ക്ലിയർ അല്ലേ? അങ്ങനെ തുറന്ന ഒരു ഇൻട്രാക്ഷൻ, ഒരു അടുപ്പം ദൈവമായിട്ട് കാണിച്ചാൽ എൻ്റെ മക്കൾ എപ്പോഴാന്ന് സാക്ഷ്യം പറയും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനം ദൈവത്തെ അനുഭവിച്ച് സാക്ഷ്യം പറയുന്ന കൂടാരത്തിൽ ഇവിടെ വരുമ്പോൾ തന്നെ ഈ സാക്ഷ്യത്തിൻ്റെ ടേബിളിൽ ഞാനൊരു ദിവസം കയറും എന്ന് അമ്മയോട് പറഞ്ഞിട്ട് പോകണം. എന്തിനാണ്? ദൈവത്തെ മഹത്വപ്പെടുത്താൻ. അല്ല കിട്ടിയ സാക്ഷ്യം അടിച്ചു മാറ്റിക്കൊണ്ട് ഞാൻ സാക്ഷ്യം പറഞ്ഞ് നാട്ടുകാരറിയും, നാട്ടുകാരറിയും, വീട്ടുകാരറിയുമെന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ പറ്റിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഓർക്കണം, നിങ്ങൾക്ക് ഇനിയും വരേണ്ടി വരും ഇവിടെ. എന്താ കാര്യം? നിങ്ങളോർക്ക് ഇപ്പോൾ ഒരു അനുഗ്രഹം കിട്ടി, നിങ്ങൾക്ക് മക്കളില്ല, മക്കളെ കിട്ടി, കല്യാണം നടന്നില്ല, കല്യാണം നടന്ന്,
പിന്നെ നിങ്ങൾ ഈ പ്രചോദനത്തിൽ കയറത്തില്ല. എന്താണ് നടന്നാൽ എങ്ങനെ ഞങ്ങൾക്ക് കല്യാണം നടന്ന് കൊച്ചുണ്ടായെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അച്ഛന്മാരെങ്ങാനും സാക്ഷ്യം പറഞ്ഞാൽ എന്ത് ചെയ്യും? അതുകൊണ്ട് പിന്നെ കൃപാസനത്തിൽ വരത്തില്ല. ഒന്നുറങ്ങിയാൽ നേരം വിളിക്കത്തില്ല. അറിയാമല്ല, ഇനിയും വരുന്നുണ്ട്. ഓടരുതമ്മാവ അറിയാം, ഇനിയും വരുന്നുണ്ട് വിഷയം. ഇനി വന്നാൽ നിങ്ങൾ താങ്ങത്തില്ല. കാരണം നിങ്ങൾ ഫ്രോഡാണെന്നുള്ളതും സാക്ഷ്യം പറയത്തില്ല എന്നുള്ളതും ദൈവത്തെ അറിയാൻ പറ്റുമല്ല. അപ്പം പിന്നെ ഇനി വന്നാലുള്ള അവസ്ഥ എന്തായിരിക്കും? അതുകൊണ്ട് എത്രയും വേഗം സാക്ഷ്യം പറയാതിരിക്കുന്ന മനുഷ്യർ എല്ലാം മറന്നുകൊണ്ട് എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തിനുള്ള കടം നിർത്ത് കടമില്ലാത്തവരെ നിൽക്കണം. അപ്പോൾ പിന്നെ നിങ്ങൾക്കൊരു പ്രശ്നവുമില്ല. നിങ്ങൾ ഫ്രീ സോണിലായി, സന്തോഷമായി. ദൈവത്തിന് ഏത് സമയത്ത് നിങ്ങൾ സഹായിക്കാൻ പറ്റും. അതുകൊണ്ട് സാക്ഷ്യം പറയാമെന്ന് തന്നെ തീരുമാനിച്ചുകൊണ്ട് ഉടമ്പെടുക്കുക.